മണി ഉണ്ടെങ്കിൽ മാത്രമേ വാല്യൂ, സമൂഹത്തിൽ ഒരു വാല്യൂ ആണെങ്കിൽ പൈസ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. You can fail quickly. The quicker you fail, the faster you win. So I wouldn't want to say welcome to the podcast, കാരണം നമ്മളിതൊരു കാഷ്വൽ കൺവെർസേഷൻ പോലെ ഒരു ചെറിയൊരു യൂട്യൂബ് വീഡിയോ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് ആക്ച്വലി ചെയ്യാൻ പ്ലാൻ ചെയ്ത് തന്നെ എങ്ങനെയെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലായിരുന്നു എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഷാഡോ ബാൻ ആയത്. അപ്പം അതായതിനു ശേഷം എനിക്ക് പുതിയ കണ്ടന്റ് ഇടാൻ പറ്റുന്നില്ല, ഒന്നുമില്ല. കാരണം ഞാൻ ഇട്ട് കഴിഞ്ഞാലും പുതിയ ഓഡിയൻസിലേക്ക് ഒന്നും എത്തത്തില്ല. അപ്പം കറൻ്റ്ലി ഉള്ള ഓഡിയൻസിന് എന്തെങ്കിലും വാല്യൂ പ്രൊവൈഡ് ചെയ്യാനല്ലാതെ വൈറലാവുന്ന പേർപ്പസിന് വേണ്ടിയിട്ട് എനിക്കൊന്നും ഇടാൻ പറ്റത്തില്ല. കാരണം ഇട്ടിട്ട് കാര്യമില്ല, വൈറലാവില്ല, കാരണം ഫോളോവേഴ്സ് മാത്രമേ കാണൂ. അപ്പോൾ അത് കാരണം എഫേർട്ട് ഒന്നും ഇടേണ്ടി വരുന്നില്ല എനിക്കിപ്പോൾ ബേസിക്കലി. അപ്പോൾ നേരത്തെ കിടക്കുന്ന കണ്ടൻറ്റൊക്കെ റീപോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അറ്റ് ദ മൊമെൻറ്റ്. ഈ ഒരു ടൈമിൽ ഒബ്വിയസ്ലി ടൈം വേസ്റ്റ് ചെയ്യുന്ന പോലെ നല്ലപോലെ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഭയങ്കരമായിട്ട്. അപ്പം നമ്മൾ നമ്മൾ വേറെ ആൾക്കാരുമായിട്ട് ഞാൻ ഒരു ദിവസം ഒബ്വിയസ്ലി ഞാൻ എങ്ങനെ വന്നാലും ഒരു 10 മീറ്റിംഗ്, ഐ വുഡ് സേ ഒരു 8 to 10 മീറ്റിംഗ് മിനിമം നടത്തുന്നത് എല്ലാ ദിവസവും. അപ്പം അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് വെച്ചാൽ, ഓരോ ആൾക്കാരോട് സംസാരിക്കുമ്പം അവർ എന്ത് ലെവലാണ്, എന്താണ് ചെയ്യുന്നത്, ഇറസ്പെക്റ്റീവ് ഓഫ് ദാറ്റ് വി ഓൾവേസ് ഹാവ് സംതിങ് ടു ലേൺ. എനിക്ക് അവരുടെ അടുത്തുനിന്നും അവർക്ക് എൻ്റെ അടുത്തുനിന്നും എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ കാണും. അപ്പോൾ എപ്പോഴും ഒരു കൺവെർസേഷനിൽ വരുമ്പോഴാണ് നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഇൻസൈറ്റ്സും കാര്യങ്ങളും എല്ലാം ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതും. അത് നമ്മളെ സിമിലർ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത്. വിച്ച് ഇസ് വൈ ഞാൻ പുറത്തുള്ള ആരെയും പിക്ക് ചെയ്യാതെ 1% ക്ലബിനകത്തുള്ള ആൾക്കാരുമായിട്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കും. കാരണം നമ്മളെല്ലാവരുടെയും മൈൻഡ് സെറ്റ് സിമിലറാണ്, എല്ലാവരും ഒരേ വഴിയിലേക്ക് പോകുന്ന ആളാണ്. വി ഓൾ ഹാവ് സെയിം ഗോൾസ്, സെയിം ആസ്പിറേഷൻസ്, എല്ലാം എവറിത്തിങ്. അപ്പം ഐ നോ യു ജസ്റ്റ് ജോയിൻ റീസെൻ്റ്ലി, പക്ഷെ എന്നാലും ഇഫ് യു ഡോണ്ട് മൈൻഡ് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയാനാണെങ്കിൽ വോട്ട് വുഡ് യു ലൈക്ക് ടു സേ? യുകെയിലേക്ക് വന്നത് ഡിപെൻഡന്റ് വിസയിലാണ്. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി PSW-ലാണ്. ബാക്ക് ഇന്ത്യയിൽ ഞാൻ ആക്ച്വലി 5 years പ്ലസ് വിപ്രോയിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ വർക്ക് ചെയ്യായിരുന്നു. ഓക്കെ, അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഓൾസോ അത് കോളേജ് പ്ലേസ്മെന്റ് ആയിരുന്നു. പിന്നെ അവിടെ തന്നെ ഞാൻ വർക്ക് ഇന്റഗ്രേറ്റഡ് ലേണിംഗ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഞാൻ BTech-ഉം M.Tech-ഉം ചെയ്തിട്ടുണ്ടായി. അങ്ങനെ എന്നിട്ട് അപ്പോൾ ഒരു 5+ year ആയപ്പോൾ വീട്ടിൽ നിന്ന് മാരേജിന്റെ പ്രഷർ കൂടി, അങ്ങനെ കല്യാണം കഴിച്ചു. കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. പിന്നെ ഇവിടെയും ഞാൻ വർക്ക് ചെയ്തു. ഇവിടെ വന്ന് ആക്ച്വലി ഇവിടെ വരുന്നതിന് മുന്നേ നാട്ടിൽ നിന്ന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായത്, ഇവിടെ വന്നാൽ നല്ല ജോലിയൊന്നും കിട്ടൂല, ഇവിടെ ഭയങ്കര കഷ്ടപ്പാടാണെന്നാണ് പൊതുവേ ഒരു സംസാരം. അപ്പം ഞാൻ വരുന്നതിന് മുന്നേ ഒരു ഫ്രണ്ടിന്റെ അമ്മേനെ മീറ്റ് ചെയ്തപ്പം അവരെന്റെ അടുത്ത് പറഞ്ഞു, നീ എന്തിനാണ് ഇപ്പൊ UK പോകുന്നത്? UK പോയിട്ട് പിസ്സ ഹട്ടിലും അവിടെ ഒക്കെ വർക്ക് ചെയ്യാനല്ലേന്ന് ചോദിച്ചു. അതെനിക്ക് ഒന്ന് കൊണ്ടു. ഞാനിപ്പോ അപ്പൊ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഇതായി, അല്ല എന്നെ കൊണ്ട് പറ്റും, ഞാൻ അവിടെ പോയിട്ട് എന്തായാലും IT ജോബ് തന്നെ ചെയ്യുന്ന ഒരു ഇത് ഞാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ ഇവിടെ വന്നു. വിത്തിൻ 1 month എനിക്ക് IT ജോബ് തന്നെ കിട്ടി. അതൊരു 6 months ഞാൻ വർക്ക് ചെയ്തു. പിന്നെ ആക്ച്വലി ഈ 5 years വിപ്രോയിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ലൈക്ക് കൂടുതൽ ഇങ്ങനെ ഈ IT ജോബും ഇതൊന്നും ആയിട്ട് നിൽക്കാനല്ല എൻ്റെ ആക്ച്വൽ പ്ലാൻ. എനിക്ക് വേറെ ഗോൾസ് ഉണ്ട്. അപ്പം 5 years ഞാൻ നിന്നത് ഈ M.Tech കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഒരു ഗ്രാജുവേഷൻ അത് ഫ്രീ ആയിട്ട് ഇത് പ്രൊവൈഡ് ചെയ്യലോ, അതിന് വേണ്ടി നിന്നത്. അപ്പം അത് കഴിഞ്ഞു ഇവിടെയും വന്നു. പിന്നെയും ഈ IT ജോബ് തന്നെ ആയിട്ട് IT-ൽ ഒരു വലിയ പുള്ളി ആവണം എന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. എന്റെ ഗോൾസ് വേറെയാണ്. അപ്പം ഞാനൊരു 6 months വർക്ക് ചെയ്തു. കാണിക്കാനുള്ള ആൾക്കാരൊക്കെ കാണിച്ചു, IT ജോബൊക്കെ ഇവിടെ കിട്ടും, ഇവിടെ വിസ ഹട്ട് മാത്രമല്ല നല്ല ജോബ്സും കിട്ടും എന്ന് കാണിച്ചതിന് ശേഷം ഞാൻ ക്വിറ്റ് ചെയ്തു. ഇപ്പം ഈ ഞാനിപ്പോൾ സുപ്രിയ പറഞ്ഞതിലൊരു കാര്യം ഞാൻ മെൻഷൻ ചെയ്യാം. യു ജസ്റ്റ് സെഡ് വെരി കാഷ്വലി ലൈക്ക് IT ജോബിൽ കയറി എന്നിട്ട് അത് ക്വിറ്റ് ചെയ്തു, വേറെ ഗോൾസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ വേറൊരു കാര്യം പറയാം. പല ആൾക്കാരുടെയും ഇൻക്ലൂഡിങ് മൈസെൽഫ്, നമ്മളൊരു ഗോൾ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ്ലി നമുക്ക് പഠിച്ചൊരു ജോലി കിട്ടുക എന്നുള്ളതാണ്. അത് യു ജസ്റ്റ് അച്ചീവ്ഡ് ഇറ്റ് വെരി ഈസിലി. ആൻഡ് ദെൻ അത് കഴിഞ്ഞിട്ട് ഫർദർ ഡൗൺ ദ ലൈൻ വേറെയും ഗോൾസ് ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി മുമ്പേ വലിയൊരു ഗോളുള്ള ആളായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പല ആൾക്കാരുടെയും ഗോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച ഫീൽഡിൽ എങ്ങനെയെങ്കിലും UK-യിൽ ജോലിക്ക് കയറുക എന്നുള്ളതാണ്. പല ആൾക്കാരും സ്ട്രഗിൾ ചെയ്യുന്നത് അറിയാമല്ലോ. കൂടുതലും ആൾക്കാർ വരും എന്തെങ്കിലും കെയർ അസിസ്റ്റൻറ്റ് ജോബ്സ്, അല്ലാന്നുണ്ടെങ്കിൽ ഈ കെയർ അസിസ്റ്റൻറ്റ് ജോബ് ഞാൻ താത്തി പറയല്ല, ഞാൻ പറഞ്ഞത് ഞാനും അത് ചെയ്ത ആൾ തന്നെയാണ്. കെയർ അസിസ്റ്റൻ്റായിട്ട് ഞാനും വർക്ക് ചെയ്തത്. അപ്പം
ഒന്നും കൂടെ ഈസി ടു യുനോ കിട്ടാനും എല്ലാം കാര്യങ്ങളും എളുപ്പം ഈസി ആയിട്ടുള്ളൊരു ജോലിയാണ് കെയർ അസിസ്റ്റൻറ്റ് ജോബ്. കുറച്ച് ബാരിയർ അത്രയ്ക്കില്ല. ഓൾസോ നമുക്ക് ഷോപ്സിലാണെങ്കിലും സ്റ്റോറിൽ വർക്ക് ചെയ്യുന്നത് ഈ പറഞ്ഞ കണക്ക് പിസ്സ ഹട്ട് ആണെങ്കിലും ബർഗർ ഷോപ്സ് വേറെ കുറച്ചും കൂടി ഈസിയാണ് കയറാൻ വേണ്ടിയിട്ട്. അപ്പം അത് ഈ ആൾക്കാർ പലരും പറഞ്ഞ് പുച്ഛിക്കുന്നത് ഇത് ചെയ്യാനല്ലേ അവിടെ വരെ പോകുന്നത്, പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ, മനസ്സിലായില്ലേ? ട്രോൾസും അതാണല്ലോ കൂടുതൽ. അതെ അതെ അതെ, പക്ഷെ അത് മാത്രല്ല, വേണമെന്നൊരു ഗോൾ ഉണ്ടെങ്കിൽ എന്തും ഇവിടെ ചെയ്യാൻ പറ്റും, സാധ്യമാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് പലരും ഇവിടെ വരുന്നത് തന്നെ കാരണം എല്ലാ ആൾക്കാരും ഒരു ഗോള് സെറ്റ് ചെയ്തിട്ടല്ല വരുന്നത്. എനിക്കറിയില്ല, എൻ്റെ ഫീലിംഗ് മെജോറിറ്റി ആൾക്കാരും ഞാൻ യു കെയിലാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരാണ്. ആരെങ്കിലും വീട്ടുകാരോ ഫാമിലിയോ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ യു കെയിലാണ് എന്ന് പറയാൻ വേണ്ടി ആ ഒരു വെയിറ്റിന് വേണ്ടിയിട്ടാണ് പലരും വരുന്നത്. ഇനി വന്നു കഴിഞ്ഞാലും ഈ ശമ്പളം കുറവാണ് എന്നൊന്നും ഞാൻ പറയില്ല, നല്ല ശമ്പളം എല്ലാം കിട്ടുന്നുണ്ട്, ടാക്സും അവരെടുക്കുന്നുണ്ട്, അതിനനുസരിച്ച് ഐ വുഡ് സേ അത്യാവശ്യം ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ള ഒരു ക്രൈസിസ്, ഈ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് കാരണം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മളെ ലൈഫ്. അതായത് നമുക്കൊരു ജോബ് വൈസ് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കിപ്പോൾ ഒരു 28,000 pounds ആനുവൽ ഇൻകം കിട്ടുന്നയാൾക്ക് 29 or 30 ആയാൽ അതൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. പക്ഷേ ഈ 2,000 pound കൂടുന്നത് ആനുവലി ആണ്. അത് വെൻ യു സ്പ്ലിറ്റ് ദാറ്റ് ഇൻ ടു 12 months എന്നിട്ട് അത് ടാക്സിൽ നിന്ന് എടുക്കാൻ നേരത്തെ വലിയ ഡിഫറൻസ് ഒന്നും കാണാൻ പോകുന്നില്ല. അപ്പം നമുക്ക് വെൻ യു സേ കരിയർ വൈസ് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ ലൈഫിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം എന്താ, നമ്മൾ സേവിങ്സ് ഒന്നും മാറുന്നില്ല, നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നില്ല, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഈ ഒരു ഫാക്റ്റ് സേവ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ തീർത്ത് പറയുന്നില്ല. ഫാമിലിയായിട്ട് നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്, സ്ലോ ആണ് എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ തന്നെയും നമ്മളെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നല്ല രീതിയിൽ കുറച്ച് ഏറ്റവും ബിലോ ബേസിക് ആയിട്ട് കൊണ്ടുപോവുകയും വേണം. ഓൾസോ നമുക്കറിയാം ഓക്കെ ഇത് ഇൻവെസ്റ്റ് ചെയ്യാനോ സേവ് ചെയ്യാനോ ഇല്ല, അതുകൊണ്ട് നമ്മൾ തന്നെ ബാക്കിയുള്ള കാശ് വെച്ച് ഇതാണ് കുറേ സാധനങ്ങളും എന്തെങ്കിലുമൊക്കെ പൈസ വേസ്റ്റ് ആകാനായിട്ട് എന്തായാലും ഇത്രയേ ഉള്ളൂ, ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും. അങ്ങനെയാണ് പല ആൾക്കാരും മുന്നോട്ടേക്ക് പോകുന്നതും. പിന്നെ ഒബ്വിയസ്ലി യു കെയിലാന്ന് പറയാൻ നേരത്തെ ഫോട്ടോ എടുത്ത് കാണിക്കാനും വീഡിയോ എടുത്ത് കാണിക്കാനും ഒക്കെ വേണ്ടി കണ്ടന്റ് എടുക്കാൻ പലയിടത്തും പോകുന്നു, അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അറ്റ് ദ മൊമെൻറ്റ്. എല്ലാവരെയും പറയുന്നില്ല, പക്ഷെ മെജോറിറ്റി ആൾക്കാരും കണ്ടിന്യൂ ആയി പോകുന്നത് ഈ ഒരു സിറ്റുവേഷനിലാണ്. അപ്പം യു കെയിലേക്ക് ഇപ്പോൾ വന്നപ്പം ഇനിഷ്യലി ഫൈനാൻഷ്യൽ വൈസ് എങ്ങനെയായിരുന്നു യു കെയിൽ കിട്ടുന്ന ഇൻകം വെച്ച് അവിടുത്തെ സർവൈവലും റെൻറ്റും എക്സ്പെൻസസ് കവർ ചെയ്യുന്നതും മൊത്തത്തിൽ എങ്ങനെയായിരുന്നു ഫീൽ ചെയ്തത് വന്ന സമയത്ത്? ആക്ച്വലി വന്ന സമയത്തൊക്കെ ഒരു പുതുമയാണല്ലോ. അതെ അതെ. പിന്നെ ഓരോ ആൾക്കാർക്കും ഓരോ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ആയിരിക്കും. പക്ഷേ ആക്ച്വലി നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ കിട്ടുന്ന പൈസ എങ്ങനെ ചെലവാക്കാന്ന് നോക്കുന്നവരാണ്. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് കുറച്ച് കഷ്ടം തന്നെയാണ്. ഞാൻ കണ്ടപ്പോൾ പലരും 2 ജോലിയും പിന്നെ ഉറപ്പില്ലാണ്ട് ജോലി ചെയ്യുന്നവരൊക്കെയാണ്. നമ്മൾ അങ്ങനെ അത്രയും സ്ട്രഗിൾ ഒന്നും ചെയ്തിട്ടില്ല. മീൻസ് 2 ജോബ് ചെയ്യുമോ അങ്ങനെയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം കിട്ടുന്ന പൈസ മാക്സിമം സ്പെൻഡിങ് തന്നെ ആയിരുന്നു ഉണ്ടായത്. സേവിങ്സ് ഇല്ല, അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇതായത് 9 to 5 ഒരു 2,000 pound അത് കിട്ടി, അതിനെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ഇത്ര പറഞ്ഞ് അങ്ങനെ ചെയ്യാനൊന്നും ഒട്ടും താല്പര്യമില്ല. കൂടുതൽ ഇൻകം വേണം, അത്രയേ ഉള്ളൂ. ഫോക്കസ് അതാണ്. അപ്പൊ അതിനു വേണ്ടി പലതും ഇങ്ങനെ ശ്രമിക്കും, നോക്കും. ഇങ്ങനെ ഗൂഗിളായാലും കുറെ കാലമായിട്ട് തന്നെ പരിപാടി, എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് റിസർച്ച് ചെയ്യലും തന്നെയായിരുന്നു പരിപാടി. അപ്പൊ എന്നിട്ട് പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഇത് തന്നെ ആയി. അതായത് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ എന്താണ് കൂടുതൽ കോമൺ ആയിട്ടുള്ളത്. പിന്നെ ഇവിടെ കൂടുതലായിട്ടുള്ളത് കെയർ ഹോമാണ്. ഞാൻ വിചാരിച്ചു ഒരു കെയർ ഹോം സ്റ്റാർട്ട് ചെയ്താലും നമുക്ക് കുറെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വേണം. അത്രയും ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ എടുക്കാനില്ല. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി അങ്ങനെയാണ് ഈ ഒരു പ്രോപ്പർട്ടീന്റെ ഇതിലേക്ക് അതിനൊക്കെ ഒരു കൊല്ലായി പ്ലാൻ ചെയ്യുന്നു. ഒക്കെ പ്ലാനിങ് ആണ്, ആക്ഷൻ എടുക്കുന്നതിലാണ് കാര്യം. ക്ലബില് ജോയിൻ ചെയ്തപ്പോ മാത്രമാണ് മനസ്സിലായത്. അതിനു മുന്നേ ഒക്കെ അറിയാം, പക്ഷെ എവിടുന്ന് എങ്ങനെയെന്നൊരു സ്റ്റാർട്ടിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ക്ലബ് ഇങ്ങനെ ഒക്കെ കയറി കഴിഞ്ഞപ്പോഴേ മനസ്സിലായി. എനിക്ക് തോന്നുന്നു നിങ്ങൾ വന്നപ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്തത് എന്നെക്കാട്ടിയും ബെറ്റർ മൈൻഡ് സെറ്റ് നിങ്ങൾക്കായിരുന്നു എന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മൈൻഡ് സെറ്റ് കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു അത് നല്ലതല്ലായിരുന്നു. അതായത് ഞാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ കൂടുതലും ഒബ്വിയസ്ലി നിങ്ങളെപ്പോലെ തന്നെ കൂടുതൽ പേ കിട്ടുന്ന ജോബ് ചെയ്തുകൊണ്ട് എന്നെല്ലാം നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്തത് എങ്ങനെ സേവ് ചെയ്യാമെന്നായിരുന്നു.
അപ്പോൾ അത് കാരണം ഞാൻ സ്പെൻഡ് ചെയ്യാതിരുന്നു. പക്ഷെ അത് വെച്ചൊന്നും ആവുന്നില്ല, പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇപ്പോൾ മെൻഷൻ ചെയ്തു, നിങ്ങൾ രണ്ടാൾക്കാരും നിങ്ങൾ സേവ് ചെയ്യുന്നതിനെ പറ്റി അധികം കെയർ ചെയ്തില്ല. ഇൻസ്റ്റഡ് നിങ്ങൾ ബെറ്റർ ജോബ് കിട്ടുന്നതിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത്, ഐ തിങ്ക് എന്നല്ല, അത് തന്നെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം. നമ്മൾ കൂടുതൽ സേവ് ചെയ്യാൻ നോക്കിയാലും വി ആർ സ്റ്റിൽ മേക്കിംഗ് ദ സെയിം ഇൻകം, അത് കൂടുന്നില്ല, അതവിടെ തന്നെ നിൽക്കുകയാണ്. സോ ഇപ്പം ഒരു ദിവസം 3 നേരം മീൽ കഴിക്കുന്നത് 2 നേരം മീലാക്കി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ സേവിംഗ് ഒന്നും ആവാൻ പോകുന്നില്ല. 2-3 പൗണ്ട് സേവ് ചെയ്യാമെന്നേ ഉള്ളൂ. അപ്പോൾ ഇൻസ്റ്റഡ് കൂടുതൽ ഇൻകം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. ഇപ്പം തന്നെയാണെങ്കിലും നമ്മളൊരു റൂൾ ഓഫ് തമ്പ് നമ്മൾ ബിസിനസ് ചെയ്യാൻ നേരത്തെ റാദർ ദാൻ ട്രൈങ് ടു സേവ്, ഒബ്വിയസ്ലി സേവ് ചെയ്യാൻ നോക്കണം. അങ്ങനെയല്ല, ഈ നുള്ളിപ്പറക്കി സേവ് ചെയ്യുന്നതിന് പകരം ഇൻസ്റ്റഡ് ഫോക്കസ് ഓൺ മേക്കിംഗ് മോർ മണി. കാരണം ഇഫ് യു സേവ്, യു ക്യാൻ ഓൺലി സേവ് ഹൗ മച്ച് യു ആർ മേക്കിംഗ്. കാരണം അതിനൊരു ലിമിറ്റുണ്ട്. പക്ഷേ ഇഫ് യു ആർ ട്രൈങ് ടു മേക്ക് മോർ, അതിന് ലിമിറ്റില്ല. അത് എത്രയെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ഉണ്ടാക്കാം, നമ്മളിടുന്ന എഫേർട്ട് അനുസരിച്ച് കൂടുതൽ കിട്ടും. അപ്പം റിസൾട്ട് കിട്ടാൻ പോകുന്ന കൂടുതൽ അതിനായിരിക്കും. മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ സേവ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്ത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മൈന്യൂട്ടായിട്ടുള്ളതിനൊന്നും സേവ് ചെയ്തെന്ന് പറഞ്ഞ് വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. അപ്പം നിങ്ങളെ സെയിം മൈൻഡ് സെറ്റ് തന്നെയാണ് ഞാനിപ്പം എൻ്റെ അടുത്തേക്ക് വരുന്ന എല്ലായിടത്ത് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ സേവ് ചെയ്യേണ്ടതെന്നല്ല, ചെയ്തോളൂ, പക്ഷേ ഫോക്കസ് മോർ ഓൺ മേക്കിംഗ് മോർ മണി, അതായിരിക്കും കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വന്ന സമയത്ത് റെൻറ്റും എല്ലാം റീസണബിൾ ആയിരുന്നോ നിങ്ങൾ നിന്ന സ്ഥലത്തൊക്കെ? ആക്ച്വലി നമ്മൾ ഫ്രണ്ട്സ് ആയിട്ടാണ് നിന്നത്, ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആയിട്ടാണ് നിന്നത്. അപ്പം ഒരു 500 pounds റെന്റ് ഉണ്ടായിട്ടുള്ളൂ. ഷെയറിംഗ് ആണെന്ന് മാത്രം. പക്ഷെ അതൊന്നും സ്ട്രഗിൾ ആയില് തോന്നിയില്ല. കാരണം നമ്മളെല്ലാവരുമായിട്ട് നല്ലൊരു കണക്ഷൻ ആകുമ്പം അങ്ങനെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായില്ല. സ്ട്രഗിൾ എന്ന് പറയാൻ അതിലൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് എൻ്റെ റെന്റ് കുറച്ച് കൂടുതലായിരുന്നു. ഒരു ടൈനി സിംഗിൾ ബെഡ്റൂമിന് 595 ആയിരുന്നു റെൻറ്റ് വന്നത്. അപ്പം പക്ഷേ ഇനിഷ്യലി എനിക്ക് വീട്ടിൽ നിന്നായിരുന്നു റെൻറ്റ് കവർ ചെയ്ത് തന്നത്. അപ്പം ഞാൻ കയ്യിൽ നിന്ന് തരേണ്ടി വന്നില്ല. പക്ഷേ എൻ്റെ എക്സ്പെൻസ് എല്ലാം ഞാൻ ജോലി ചെയ്തിട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ രീതിയിൽ എല്ലാവരും ഫേസ് ചെയ്ത ഒരു സ്ട്രഗിൾ എനിക്ക് ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആകെ ഫോക്കസ് എക്സ്ട്രാ മേക്ക് ചെയ്യുന്നതും ബാക്കി കാര്യങ്ങൾ സോർട്ട് ചെയ്യുന്നതും എല്ലാം എങ്ങനെയായിരുന്നു എന്നായിരുന്നു. അപ്പം ഞാൻ ഇനിഷ്യലി ആണെങ്കിലും എൻ്റെ ഒരു സ്ട്രഗിളിൽ നിന്ന് മാറാൻ എൻ്റെ സൈഡിൽ നിന്ന് എഫേർട്ട് ഇട്ടെങ്കിലും ബാക്കി വീട്ടുകാരെയും എല്ലാം കൺവിൻസ് ചെയ്തും കുറച്ച് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് മാത്രമാണ് എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റിയത്. ഒബ്വിയസ്ലി എൻ്റെ എഫേർട്ടും ഉണ്ട്, എന്നാലും അവരും കൂടെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് എനിക്ക് കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാൻ പറ്റി കാര്യങ്ങൾ. ഒരു വലിയ ട്രാപ്പിൽ നിന്നെല്ലാം നമുക്ക് ഒഴിവായി ഫുൾ ടൈം ജോബ് എന്നുള്ളൊരു ട്രാപ്പിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. എനിക്ക് കുറേയൊക്കെ സേവ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് പക്ഷേ ആ പൈസ റൈറ്റായിട്ടുള്ള സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് കുറച്ചും കൂടെ ഗ്രോ ചെയ്യാൻ പറ്റിയത് എന്നേ ഞാൻ പറയത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇമാജിൻ, ഞാൻ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇന്ന റെൻ്റെല്ലാം കവർ ചെയ്യുന്നു എന്ന് വെച്ച് ബാക്കി എല്ലാ കാശും ഞാൻ ഫുഡും കഴിച്ച് കറി നടന്നായിരുന്നെങ്കിൽ നത്തിങ്സ് കൺ ഹാപ്പൻ. എല്ലാം സെയിം തന്നെ ആയിരിക്കും 5 വർഷം കഴിഞ്ഞാലും, പ്രത്യേകിച്ചൊന്നും മാറാൻ പോകുന്നില്ല. അപ്പം എല്ലാവർക്കും എന്തെങ്കിലും ഒരു സിനാരിയോ അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടാവുമ്പോഴാണ് ഓക്കെ എന്തെങ്കിലും എക്സ്ട്രാ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് നമുക്ക് തോന്നിക്കുന്നത്. അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടോ ഫർദർ ആക്ഷൻ എടുക്കാനായിട്ട്? ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ ആക്ച്വലി എൻ്റെ ചൈൽഡ്ഹുഡിൽ തന്നെ എനിക്ക് കുറച്ച് നല്ലൊരു സ്ട്രഗിൾസ് ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നായിരുന്നു. ഓപ്പണായി എനിക്ക് പറയുന്നതിന് ഇപ്പോൾ കുഴപ്പമില്ല. ആക്ച്വലി ഞാനും അമ്മയും സെപ്പറേറ്റഡ് എന്ന് പറയാൻ പറ്റൂല. ആക്ച്വലി അമ്മേൻ്റെ വീട്ടിലായിരുന്നു ഞാൻ വളരുന്നത് മൊത്തം. അപ്പം പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ എൻ്റെ അമ്മ ഒരുപാട് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ പഠിപ്പിക്കാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം തൊട്ടേ എനിക്കറിയാം മണി ഈസ് ദ മെയിൻ തിങ്. മണി ഉണ്ടെങ്കിൽ മാത്രമേ വാല്യൂ, സമൂഹത്തിലൊരു വാല്യൂ ആണെങ്കിൽ പൈസ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ വളരെ ചെറുതിൽ തന്നെ മനസ്സിലാക്കിയത് കൊണ്ട് അൾട്ടിമേറ്റ് ഗോൾ അത് തന്നെയായിരുന്നു. നല്ലപോലെ പൈസ ഉണ്ടാക്കണം എന്നായിരുന്നു അപ്പം തൊട്ടേ ഗോൾ. അപ്പം അതിനുവേണ്ടി, അതായത് ഇപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ ജോലി കിട്ടാൻ വേണ്ടിയാണ് ഈ ഡിപ്ലോമ കോഴ്സ് എടുത്ത് 3 year NTTF എന്ന് പറഞ്ഞ ഒരു ഇതില് പോയി പഠിച്ചത് തന്നെ പെട്ടെന്ന് ജോലി കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പം പെട്ടെന്ന് ജോലി കിട്ടി. പിന്നെ ഗോൾ ഇതായിരുന്നു, പുറത്തേക്ക് പോകണമെന്ന്. പുറത്ത് പോയാലേ പൈസ ഉണ്ടാക്കാൻ പറ്റൂന്നായിരുന്നു മൈൻഡ് സെറ്റ്. അത് പാടില്ലായിരുന്നു എന്ന് ഇവിടെ വന്നപ്പോ മനസ്സിലായി. അവിടെ നാട്ടിലും പറ്റുന്നവർക്ക്, അതായത് ചെയ്യാൻ എന്തെങ്കിലും കഴിവുള്ളവർക്ക് നാട്ടിലായിട്ട് പൈസ ഉണ്ടാക്കാന്ന് വന്നപ്പോഴാണ് മനസ്സിലായത്. അപ്പം നാട്ടിൽ നിൽക്കുന്ന എല്ലാ സമയത്തും പുറത്ത് പോയാലേ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന. അങ്ങനെ
അപ്പൊ പെട്ടെന്ന് ജോലി കിട്ടണം, നല്ല അതായത് MNC കമ്പനിയിൽ ജോലി കിട്ടിയാൽ പെട്ടെന്ന് പുറത്തേക്ക് പോകാനൊക്കെ ആയിരുന്നു ആ സമയത്ത് എന്റെ തോട്ട്. പെട്ടെന്ന് ജോലി കിട്ടി, വിചാരിച്ച പോലെ തന്നെ പെട്ടെന്ന് ജോലി കിട്ടി. പിന്നെ ഈ 5 year ട്രാപ്പ് ഞാൻ പ്രതീക്ഷിച്ചില്ല, ഈ കോഴ്സ് പഠിക്കേണ്ടി വരുമെന്ന്. പിന്നെ അതിൽ ജോയിനും ചെയ്തു, ഡ്രോപ്പ് ചെയ്യാനുള്ള മൈൻഡും ഉണ്ടായിട്ടില്ല. ഞാൻ വിചാരിച്ചു സാറില്ല 5 year MTech എടുക്കാം, അതിനെ കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവും വിചാരിച്ചു. അങ്ങനെ 5 years അതിൽ ഹോൾഡ് ചെയ്ത് നിന്നു. അങ്ങനെ അതിനുശേഷം ഇവിടെ മൂവ് ചെയ്തതിനു ശേഷം പിന്നെ എനിക്ക് ഭയങ്കര ഒരു ഇത് വരാൻ തുടങ്ങി. ഒന്നും ചെയ്യുന്നില്ലല്ലോ, ഈ മന്ത്ലി ഇൻകം കൊണ്ടൊന്നും ആവില്ല, വേറെയും ഗോൾസ് ഉണ്ടായി, എന്താ ഞാൻ ഒന്നും ചെയ്യാത്തതെന്നുള്ളതിന്റെ ഭയങ്കര ഒരു പ്രഷർ വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഇപ്പൊ ജസ്റ്റ് ആക്ഷൻ എടുത്തു തുടങ്ങിയത്. സ്ട്രഗിൾ ആക്ച്വലി ഇത് എല്ലാം പ്ലാൻഡ് ആയിരുന്നു. ഒരു 8th standard തൊട്ട് ബിസിനസ് ആണെന്ന് ആക്ച്വലി ഒരു മെന്റർ എന്ന് തന്നെ പറയാം, ഒരു അങ്കിൾ ഉണ്ട്. പുള്ളി കുറെ ബുക്കൊക്കെ വായിച്ച് കുറെ കാര്യങ്ങള്, അതായത് മൈൻഡ് സെറ്റ് ആണ് പവർ എന്നുള്ള രീതിയിൽ പുള്ളിക്ക് പലതും അറിയണം. അപ്പൊ അതൊക്കെ എന്റെ തലയിലേക്ക് പുള്ളി വല്ലാണ്ട് ഇട്ട് തരുമായിരുന്നു. മേ ബി എന്റെ സ്ട്രഗിൾ കണ്ടിട്ടായിരിക്കാം എന്തോ പുള്ളി എപ്പോഴും എന്റെ അടുത്ത് പറയും, എന്താണോ നീ ആഗ്രഹിക്കുന്നത് അതാണ് നടക്കുക, അപ്പൊ എന്താണോ ആഗ്രഹം അതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുക. കുറെ ബുക്കും കാര്യങ്ങളൊക്കെ അത് മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ട്രെൻഡായ സാധനം ആ സമയത്ത് പുള്ളി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ട് എപ്പോഴും കുറെ ബുക്ക് തരും, വായിക്കാൻ പറയും. ഞാൻ ആ സമയത്ത് കുറച്ച് ഉഴപ്പിയെങ്കിലും ഇടയ്ക്കൊക്കെ വായിക്കും. പിന്നെ പുള്ളി പറയും എന്താണോ ആഗ്രഹം അത് എഴുതി വെക്കാൻ പറയും. അങ്ങനെ പലതും പുള്ളി പറഞ്ഞിട്ട് പുള്ളി ശരിക്കും ഒരു ലൈഫിലൊരു ഭയങ്കര ഒരു ആളായിരുന്നു. അതായത് എന്തെങ്കിലുമൊക്കെ നേടണമെന്ന് തോന്നാൻ പുള്ളി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ആക്ച്വലി കൂടുതൽ പുള്ളി പിന്നെ പറഞ്ഞു പഠിച്ചിട്ടും ജോലി ചെയ്തിട്ടും കാര്യമില്ല എന്ന് ആ സമയത്ത് പുള്ളി പറഞ്ഞു. കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പുള്ളി ആ സമയത്ത് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം ഞാൻ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്നുണ്ട്, രണ്ടാമത്തത് തെറ്റിച്ചു, കല്യാണം കഴിച്ചു. ഇവിടെ എപ്പോഴും പറയാം കല്യാണം കഴിക്കാനേ പാടില്ല, ജസ്റ്റ് ഫോക്കസ് ഓൺ ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ടേ കാര്യമുള്ളത് എപ്പോഴും പറയായിരുന്നു. ഇത് എനിക്ക് തോന്നുന്നു യു ഗോട്ട് എനഫ് എക്സ്പോഷർ കുറേ നാൾ പണ്ട് തൊട്ട്. കാരണം എനിക്ക് ഈ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ഞാൻ ഒരു ലാസ്റ്റ് ഒരു 5 വർഷം കൊണ്ട് മാത്രം എനിക്ക് എക്സ്പോഷർ കിട്ടിയ കാര്യങ്ങളാണ്. അപ്പം ഈ പറഞ്ഞതല്ല, ഇതെല്ലാം സുപ്രീക്ക് ഒരുപാട് മുന്നേ ഒരാൾ പറയാമെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം. അപ്പം മുമ്പ് പണ്ട് എനിക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ ആക്സിഡൻ്റലി സംഭവിച്ചിട്ടാണ് നമുക്ക് ഫേവറബിളായി മാറിയത്. അതിന് ഒരു എക്സാമ്പിളാണ് UK വരുന്നത്. അപ്പോൾ എനിക്കറിയില്ല, ഇപ്പം എനിക്ക് വ്യക്തമായിട്ട് അറിയാം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ സ്റ്റക്കാണെങ്കിൽ നമ്മൾ ഒബ്വിയസ്ലി മാക്സിമം ട്രൈ ചെയ്യണം. പക്ഷേ നമുക്ക് ഒരു വഴിയുമില്ല ഇമ്പ്രൂവ് ആവാൻ എന്ന് തോന്നിക്കുവാണെങ്കിൽ ബെസ്റ്റ് വേ അത് മാറ്റാനായിട്ട് നമ്മൾ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എൻവയൺമെൻറ്റ് ചേഞ്ചായി കഴിയാൻ നേരത്തെ ഗ്യാരൻറ്റീഡായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും, നമ്മൾ എഫേർട്ട് ഇടാൻ തയ്യാറായിട്ടുള്ള ആളാണെങ്കിൽ. അപ്പം അങ്ങനെയാണ് എനിക്ക് ഒരുപാട് എക്സ്പോഷർ കിട്ടിയത്. നാട്ടിൽ എനിക്ക് അത്രയും വലിയൊരു എക്സ്പോഷറൊന്നും ഇല്ലായിരുന്നു. അപ്പം എല്ലാ കാര്യങ്ങളും ഒരു സാധാ രീതിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു, അതെല്ലാം അങ്ങനെ നടക്കുന്നു. അപ്പോൾ പ്രത്യേകിച്ച് പുതിയൊരു എക്സ്പോഷർ ഇല്ല, ഈ ജോലിയല്ല ഏറ്റവും വലുത്, ഇതിന് പുറമെ വേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, മൈൻഡ് സെറ്റ്, എക്സ്ട്രാ എഫേർട്ട് ഇടുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊന്നും എനിക്ക് നോ ഐഡിയ. സാധാ പഠിക്കുക, എക്സാം എഴുതുക, പാസ്സാവുക, ജോലി കയറുക, അത്രേ എനിക്കറിയാമായിരുന്നുള്ളൂ. UK വന്ന് ഒരുപാട് സിനാരിയോസ് കണ്ട് ഒരുപാട് എക്സ്പോഷർ കിട്ടി, നമുക്ക് ഇനിയും ഗ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൂടാ, അങ്ങനെ ചെയ്താൽ കുഴപ്പമുണ്ടോ, ഇങ്ങനെയൊക്കെ തോട്ട്സ് വന്ന് തുടങ്ങിയത് തന്നെ ഇത്ര എക്സ്പോഷർ കിട്ടിയപ്പോഴാണ്. പക്ഷേ ഒബ്വിയസ്ലി ഇതുപോലത്തെ കാര്യങ്ങളിനെ പറ്റി വീഡിയോസ് കാണുന്ന ആൾക്കാർ പണ്ടേ ഉണ്ടായിരിക്കും നാട്ടിൽ, ഇങ്ങനത്തെ ബുക്സ് വായിക്കുന്നവർ. എനിക്ക് ഈ ശീലമൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടായിരുന്നു എനിക്ക് അന്ന് എക്സ്പോഷർ ഒന്നും കിട്ടാത്തത്. അപ്പോൾ അന്നേ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ നിങ്ങളെ പോലത്തുള്ളവരൊക്കെ ആയിരുന്നെങ്കിൽ നാട്ടിൽ നിന്നാലും നിങ്ങൾക്ക് ആവശ്യത്തിലധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ എൻ്റെ സിനാരിയോ വെച്ച് നോക്കിയാൽ എനിക്കൊന്നും എക്സ്പോഷർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു നാട്ടിൽ നിന്നാൽ ഒന്നും പറ്റില്ല എന്നായിരുന്നു. പക്ഷേ UK വന്നു കഴിഞ്ഞു, എനിക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞപ്പം ഇതുപോലെ ബുക്സൊക്കെ വായിച്ച് വീഡിയോസ് എല്ലാം കണ്ട് മെൻറ്റേഴ്സിൻ്റെ അടുത്തെല്ലാം പോയി കഴിഞ്ഞ ശേഷമാണ് മനസ്സിലായത് ഓക്കെ ഇത് നാട്ടിൽ നിന്നാലും ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓരോ സ്ഥലത്തിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ എവിടെയാണോ നമ്മളെ എക്സ്പെർട്ടീസ് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റിയൊരു സ്കില്ല് നമ്മൾ പഠിച്ചിട്ട് അവിടുന്ന് ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുത്താൽ യു ക്യാൻ മേക്ക് മണി, യു ക്യാൻ ഇംപ്രൂവ് യുവർ ലൈഫ് സ്റ്റൈൽ എന്നെല്ലാം പിന്നെയാണ് ഇവൻച്വലി പഠിച്ച് വന്നത്. അപ്പം നിങ്ങൾക്കിപ്പം നാട്ടിലോട്ട് നിങ്ങളിപ്പോൾ എത്ര നാൾ കൂടുമ്പോൾ നാട്ടിൽ പോകാറുണ്ട്? എത്ര നാളിപ്പോൾ വന്നിട്ട് ഇപ്പോൾ എത്ര നാളായിട്ടുണ്ട്?
പോയിട്ടില്ല അല്ല. ഞാൻ കേട്ട പലരും 2-3 വർഷം കഴിഞ്ഞിട്ടാണ് കുറേ ആൾക്കാർ പോകുന്നത്. പക്ഷേ എന്തായാലും നിങ്ങൾ എന്താ പറയുക, ഐ വുഡൻ സേ ലേറ്റായെന്ന്. കാരണം നേരത്തെ ഈ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നുകൊണ്ട് ആക്ഷൻ എടുത്ത് തുടങ്ങിയല്ലോ, ദാറ്റ്സ് മോർ ദൻ എനഫ്. കാരണം പല ആൾക്കാരും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തുടങ്ങണം, എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഡിസിഷൻ മേക്കിംഗ് ടൈം കുറച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ഫെയിൽ ക്വിക്ക്ലി. ദ ക്വിക്കർ യു ഫെയിൽ ദ ഫാസ്റ്റർ യു വിൻ. മനസ്സിലായില്ലേ? അപ്പം നമ്മളെ എയിം എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ജയിക്കുക എന്നുള്ളതല്ല, ഒരുപാട് തോൽവി ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് വിജയത്തിലേക്ക് എത്തണം എന്നാണ്. പല ആൾക്കാരും പറഞ്ഞ് എനിക്ക് എത്രയും പെട്ടെന്ന് ജയിക്കണം, അതിനുവേണ്ടി തോൽക്കാൻ ഞാൻ തയ്യാറല്ല. അങ്ങനെയല്ല. നമ്മൾ തോറ്റ് കുറേ ഫെയിലിയർ വരാൻ നേരത്താ എന്ന് വെച്ച് തോക്കാൻ വേണ്ടി ചെയ്യാമെന്നല്ല. നമുക്ക് കുറേ ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഇനി ചെയ്തുകൂടാത്തതെന്ന്. അപ്പോൾ അതെല്ലാം അവോയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം വാട്ട് ആർ ദ ചാൻസസ് ഓഫ് വിന്നിങ് ഹൈ ആണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നേരത്തെ എങ്ങനെ വന്നാലും ജയിച്ചിരിക്കും. ഇവിടെയാണ് നമുക്ക് നേരത്തെ പ്രീവിയസ് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ, ഒരു മെൻറ്ററോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ സ്പീഡപ്പ് ചെയ്യാൻ പറ്റുന്നത് നല്ല രീതിയിൽ. കാരണം അയാൾ ഈ റൂട്ടിൽ കൂടെ പോയതാണെങ്കിൽ കറക്റ്റായിട്ട് ഇത് ചെയ്യണം, ഇത് ചെയ്തുകൂടാ എന്നെനിക്കറിയാം. ഞാൻ തന്നെ എൻ്റെ മെൻറ്റേഴ്സിൻ്റെ അടുത്ത് ഓരോ സ്പെസിഫിക് ടോപ്പിക്ക് സംസാരിക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ്. ഇത് എൻ്റെ മൈൻഡിൽ ഇങ്ങനെയായിരുന്നു, ലെറ്റ് സി, ആ പുള്ളിയെടുത്ത് ചോദിച്ചു നോക്കാം, പുള്ളി ചെയ്തപ്പോൾ ഏതാണ് പണി കിട്ടിയത്, ഏതാണ് നോക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചോദിച്ചു നോക്കാൻ നേരത്തെ ഭയങ്കര എക്സൈറ്റഡാണ്. കാരണം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇപ്പോൾ എല്ലാം പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ചോദിക്കും. ചിലപ്പോൾ നമ്മൾ ചോദിക്കാൻ നേരത്തെ അവർ തരുന്ന ആൻസർ ആയിക്കുമ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും. നമ്മൾ ചോദിക്കുന്ന ഉത്തരവായിട്ട് ബന്ധപ്പെട്ടതായിരിക്കത്തില്ല, അവർ വേറെ എന്തെങ്കിലും ആയിരിക്കും നമ്മളോട് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടത്തില്ല ഇവരെന്തിനാ ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം നമുക്ക് സ്റ്റിൽ ആ ഒരു കാര്യം ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ആയില്ല എന്നാണെങ്കിൽ അവർ ആ മൈൻഡ് സെറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ തിരിച്ച് പറഞ്ഞു വിടും. എന്നിട്ട് ആ മൈൻഡ് സെറ്റ് ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഒരു ആക്ഷൻ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ചെയ്തിട്ട് വലിയ കാര്യമില്ല. ഇപ്പോൾ തന്നെയാണെങ്കിലും എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ഇപ്പോൾ പറയുന്നത്, അല്ലെങ്കിൽ ലെറ്റ്സ് സേ ഇമ്മീഡിയറ്റ്ലി ഐ സ്റ്റാർട്ട് മേക്കിംഗ് 10 million pounds എവറി മന്ത് ഫ്രം ടുമോറോ. ഞാനത് ഓക്കെ പറയത്തില്ല, എനിക്കത് വേണ്ട എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം അത് നമ്മൾ എടുത്തു കഴിഞ്ഞാലും ആ ഒരു റൂട്ടിലേക്ക് നമ്മൾ എങ്ങനെ എത്തി, ലൈക്ക് വെറുതെ കിട്ടുന്നതാണെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. പക്ഷെ അത് ഏൺ ചെയ്തതാണെങ്കിൽ ഐ എം ഹാപ്പി. കാരണം വെറുതെ കിട്ടുന്നതാണെങ്കിൽ അത് നമുക്ക് ഇത്രയും വലിയൊരു എമൗണ്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്ന് തന്നെ നമുക്ക് അറിഞ്ഞിരിക്കണം. അത് ഉപയോഗിക്കാൻ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോയി തിരിച്ചെടുക്കാനും പറ്റത്തില്ല. കാരണം നമ്മൾ ഏൺ ചെയ്തതല്ല, വെറുതെ കിട്ടിയതാണ്. മനസ്സിലായില്ല? അപ്പോൾ നമ്മൾ ആ ഒരു റൂട്ടിൽ കൂടെ പോകണം. ആ റൂട്ട് എത്രയും സ്പീഡപ്പ് ചെയ്യാൻ നോക്കണം. അതാണ് നമ്മളെ മെയിൻ എയിം. അതിനുള്ള ട്രൈ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ആ എമൗണ്ടിലേക്ക് എത്രയും പെട്ടെന്ന് എത്താനല്ല, ആ ഫാസ്റ്റ് ഗ്രോത്ത് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഒരു കാര്യം തെറ്റാണ് എന്ന് ഒരാളോട് ചോദിച്ചാൽ അറിയാമെങ്കിൽ കൺഫേമായിട്ട് ആരെങ്കിലും അയാളോട് ചോദിക്കണം. വെറുതെ നമ്മൾ ട്രൈ ചെയ്ത സമയങ്ങൾ എൻ്റെ കാര്യമില്ല. മനസ്സിലായില്ലേ? വേറെ ആളോട് ചോദിച്ചാൽ മതി. നമുക്ക് അതിന് നാണക്കേടൊന്നുമില്ല. നേരത്തെ ചെയ്ത ആൾക്കാരോട് ചോദിക്കുന്നു, സിമ്പിൾ ആസ് ദാറ്റ്. അത് നമ്മൾ പ്രായം നോക്കിയിട്ടൊന്നുമല്ല. അപ്പം ഇപ്പോൾ എന്നെ പഠിപ്പിക്കുന്ന എൻ്റെ ഒരു മെൻറ്ററിന് എന്നെക്കാട്ടി 3-4 വയസ്സ് ഇളയതാണ്. അപ്പം ഏജ് നോക്കിയിട്ടൊന്നുമല്ല നമ്മൾ. അവർ ഓൾറെഡി നമ്മളെക്കാട്ടി മുന്നേ സ്റ്റാർട്ട് ചെയ്തായിരിക്കും. ബെറ്റർ എക്സ്പീരിയൻസ് കിട്ടി, ബെറ്റർ എക്സ്പീരിയൻസസ് ഉള്ള ആൾക്കാർ, അപ്പോൾ അതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ അവരുടെ അടുത്തേക്ക് പോകുന്നത്. അവർക്കറിയാമെങ്കിൽ ഇതിൽ ടീച്ചു. അല്ലാതെ വേറെ ഈഗോ അങ്ങനെ ഒന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന എല്ലാം ചെയ്യുക. ഓരോ ബുക്സിലൊക്കെ പറയുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് എന്താ പറയുക, ഓരോ ആൾക്കാർ വലിയ വലിയ ടാർഗറ്റ്സ് അച്ചീവ് ചെയ്തിട്ട് എല്ലാം ഫ്രീ ആയിട്ടാണ് ബുക്കിൽ പറയുന്നത്. നമ്മൾ ആകെ ഷോക്കായി പോകും. അവർ ഇത്രയും ഓപ്പണായിട്ട് ഓരോ കാര്യങ്ങൾ പറയാൻ നേരത്തെ അവർക്ക് എന്താണ് ആക്ച്വലി ഇതിൽ നിന്ന് കിട്ടുന്നത്. നമ്മളില്ലേ ഒരു പേയ്മെൻറ്റ് പോലും മേക്ക് ചെയ്യുന്നില്ല. പല ബുക്സും ഫ്രീ ആയിട്ട് കിട്ടുന്നു. ചിലപ്പോൾ ഒരു 10 രൂപയോ എന്തെങ്കിലും 2 പൗണ്ട് 1 പൗണ്ട് എല്ലാം കൊടുത്ത് ഒരു ബുക്ക് വാങ്ങിക്കുന്നു. അപ്പം അത്രയും നോളജ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. എന്നാലും അത് പല ആൾക്കാരും കേട്ടാലും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് കേട്ട് കഴിഞ്ഞ് കൺസ്യൂം ചെയ്ത് കഴിയുമ്പോൾ അവർ വിചാരിക്കുന്നത് എനിക്ക് ഇത്രയും എൻ്റെ നോളജ് കൂടിയെന്ന് പറഞ്ഞ് നടക്കുകയാണ്. പക്ഷേ ഇല്ല, അത് യൂസ് ചെയ്താൽ മാത്രമേ അതിന് നോളജ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അത് വേസ്റ്റാണ്. പക്ഷേ എത്രയും പെട്ടെന്ന് യൂസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് ഭയങ്കര ഫാസ്റ്റ് ഗ്രോത്ത്. അതുവരെ എനിക്ക് എൻ്റെ ഒരു ഇനിഷ്യൽ 2 വർഷം ഉണ്ടായിരുന്നു UK എത്തിയ സമയത്ത്. ഒരുപാട് കൺസ്യൂം ചെയ്യും. അപ്പം എല്ലാ ദിവസവും കഴിക്കാൻ നേരത്തെ എല്ലാം ഇങ്ങനെ യൂട്യൂബ് വീഡിയോസ് കണ്ട് ബുക്സ് ഇല്ലായിരുന്നു, യൂട്യൂബ് വീഡിയോസ് മാത്രമായിരുന്നു. കണ്ട് ഒരു 4-5 മാസം കഴിഞ്ഞപ്പം ഭയങ്കര പ്രൗഡാണ് നമ്മൾ. ഒരുപാട് കാര്യങ്ങളെ കണ്ട് എനിക്കെല്ലാം അറിയാം. ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ഒരു റിസൾട്ടും കിട്ടിയിട്ടില്ല, ഒന്നുമില്ല, ഒരു കാര്യമില്ല അത് വെച്ചിട്ട്. മനസ്സിലായില്ലേ? ഈവൻ ഇഫ് നമ്മളെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പ്രത്യേകിച്ചൊന്നും എല്ലാ കാര്യങ്ങളും നമുക്ക് ഓർമ്മ കാണത്തില്ല. അപ്പോൾ അതിനുശേഷം ഞാനിപ്പം
എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് യൂട്യൂബർ ഒരു ഡോക്ടറുണ്ട്, അലി അബ്ദാൽ, അറിയാവുന്നതാണോ? അലി അബ്ദാൽ. അപ്പം പുള്ളി പ്രൊഡക്ടിവിറ്റിയുടെയൊക്കെ മെയിൻ ആളാണ്. അപ്പം എന്താ പറയുക, അപ്പം ഇവരുടെയൊക്കെ ബുക്ക് വായിക്കാനും പുള്ളിയുടെ ബുക്കുണ്ട്, ഇത് പ്രൊഡക്ടിവിറ്റിയുടെ ഒരു ബുക്കുണ്ട്. അപ്പോൾ ഫീൽ ഗുഡ് പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഓൾസോ പുള്ളിയുടെ യൂട്യൂബ് വീഡിയോസ് എല്ലാം കാണാറുണ്ട്. അപ്പോൾ അതിനകത്ത് പുള്ളി പറഞ്ഞതാണ്, നമ്മൾ എന്തെങ്കിലും ഒരു നോളജ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് എല്ലാവരും അത് കേട്ട് കൺസ്യൂം ചെയ്യും, മനസ്സിലാക്കും, എന്നിട്ട് വി ജസ്റ്റ് കണ്ടിന്യൂ. കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒരു ഓർമ്മയും കാണത്തില്ല, അൺലെസ് സമ്മൺ ടെൽസ് യു ഈ ഒരു കാര്യം. അപ്പോൾ നമുക്ക് ഓക്കെ അറിയാമെന്ന് പറയും, പക്ഷെ ആക്ച്വലി നമ്മളത് യൂസ് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ജസ്റ്റ് അറിയാമെന്നേ ഉള്ളൂ, യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അത് നോളജായിട്ട് കാണുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നതാണ്, ഞാനിപ്പോൾ ഒരു ബുക്ക് വായിച്ചപ്പോൾ, ഞാനിപ്പോൾ റീസെൻ്റ്ലി വായിച്ചൊരു ബുക്കാണ് ബൈ ബാക്ക് യുവർ ടൈം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്ക്. അപ്പം അതിനകത്ത് എന്താ പറയുക, നമ്മൾ അത് കണക്ക് കുറേ ബുക്സ് വായിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും നമ്മളിങ്ങനെ നോട്ട്സ് എഴുതി മേക്ക് ചെയ്തിടും. എന്നിട്ട് നമുക്ക് നോട്ട്സ് എഴുതിയിട്ടാലേ നമുക്ക് ഇപ്പോൾ ടൈമിന് എന്തെങ്കിലും ബുദ്ധിമുട്ടാണെടുത്താൽ ഓക്കെ ഞാൻ അന്ന് വായിച്ച ബുക്കിനകത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നറിയ ഒരു സമ്മറി പോലെ നമുക്ക് എടുത്ത് നോക്കാനും റിലേറ്റ് ചെയ്യാനും പറ്റും. അപ്പം എന്നാലേ നമുക്ക് വായിച്ചതുകൊണ്ട് ഗുണമുള്ളൂ. അപ്പം ഞാൻ ഒരു വർഷമാണോ സംവാട്ട് 1 year ago ഞാൻ ഒരു ബുക്ക് വായിച്ചിട്ട് എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിച്ച ഒരു ഐഡിയ ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ പോവാണ്. ഞാൻ എൻ്റെ ഫാദറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാണ്, ഐ എം എക്സ്പെക്റ്റിംഗ് ടു മേക്ക് സം മണി, എത്രയെന്ന് എനിക്കറിയത്തില്ല. എന്നിട്ട് ഒരു 2 weeks കഴിഞ്ഞ് കെയിം ബാക്ക്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, $18,000 ആണെന്ന് തോന്നുന്നു, $18,000 ആ ബുക്കിൽ പറയുന്നത്. പക്ഷേ ഐ വുഡൻ സേ ആ ബുക്ക് വായിച്ച് ആ ഒരു കാര്യം യൂസ് ചെയ്താൽ എനിവൺ ക്യാൻ മേക്ക് 18,000 എന്ന് ഞാൻ പറയത്തില്ല. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോൾ പലരും പറയും അത് നടപ്പുള്ള കാര്യമല്ല, വെറുതെയാണ് എന്ന്. ഞാനൊരു കാര്യം പറയാം, ഈ $18,000 ആ ബുക്ക് വായിച്ച് അതിനകത്ത് പറയുന്ന ആ ഒരു കാര്യം എനിക്കായിരുന്നു അതൊരു ഗോൾഡൻ നഗറ്റ്. അത് മറ്റൊരാൾക്ക് അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആയിരിക്കത്തില്ല, അയാളുടെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് വേറെ എന്തെങ്കിലും ആയിരിക്കും, ഞാൻ കേട്ടതായിരിക്കത്തില്ല. കാരണം എന്താ, അതുവരെയുള്ള എൻ്റെ നോളജ് അല്ല വായിക്കുന്ന മറ്റേയാൾക്കുള്ള അതുവരെയുള്ള നോളജ്, അതുവരെയുള്ള എൻ്റെ സെയിം സിനാരിയോ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി വെച്ച കാര്യങ്ങളല്ല മറ്റൊരാൾക്കുള്ളത്. അപ്പോൾ എൻ്റെ സിനാരിയോ ബേസ് ചെയ്ത് എനിക്കുള്ള ഓഡിയൻസ് അല്ലെങ്കിൽ എൻ്റെ ക്രൗഡ് അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എനിക്കുള്ള ആ ഒരു ഗോൾഡൻ നഗറ്റ് വെച്ച് എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ച് മറ്റൊരാൾ ചെയ്താൽ അത് ചിലപ്പോൾ അയാൾക്ക് അതിലും വലിയ റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അയാൾക്ക് ആ ഒരു ബുക്കിൽ പറയുന്ന ഒരു കാര്യം അയാൾക്ക് വേറെ രീതിയിൽ അത് യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ അവർക്ക് ബെറ്റർ റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അപ്പം പല ആൾക്കാരും ചോദിക്കാറുണ്ടോ, നീ ആ ബുക്ക് വായിച്ച ആ പോയിന്റിന് നിനക്ക് $18,000 കിട്ടും, ഞാനൊന്ന് വായിച്ചോട്ടെ എനിക്ക് $18,000 കിട്ടുന്ന നോക്കട്ടെ. അങ്ങനെയല്ല, എവരിത്തിങ് ഇസ് ഡിഫറെൻറ്റ് ഫോർ എവരി വൺ. അപ്പോൾ ഇതാർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, മനസ്സിലായില്ലേ? അപ്പം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് മേ ബി ഒരു $1,000, $1,500, $2,000 ആയിരുന്നു. പക്ഷേ അതിൻ്റെ ഇമ്പാക്റ്റ് അതിലും വലുതായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, വെറും ഒരു ബുക്കിൽ നിന്ന് മാത്രം ഇത്ര കിട്ടിയെങ്കിൽ ഇതിനെപ്പറ്റി നല്ലപോലെ അറിയാവുന്ന ഒരു മെൻറ്ററിൻ്റെ അടുത്ത് പോയാൽ എന്തൊക്കെയായിരിക്കും കിട്ടുന്നത്. ഇതൊരു കാര്യം. ഓൾസോ വൺ മോർ തിങ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, പണ്ടെല്ലാം ഞാൻ ഒരു മെൻറ്ററിൻ്റെ അടുത്ത് പോകാൻ നേരത്താണ് ഈ ഒരു മെൻറ്റർ ഇന്ന ആസ്പെക്റ്റാണ് കവർ ചെയ്യുന്നത് എന്ന് പറയാൻ നേരത്താണ് നമ്മൾ അത് എക്സ്പെക്റ്റ് ചെയ്തായിരിക്കും പോകുന്നത്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഒരുപാട് മെൻറ്റേഴ്സിനെ എടുത്തുകൊണ്ട് പറയുകയാണ്, ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു മെൻറ്ററിനെ ഈ ഒരു മെൻറ്ററിൻ്റെ ഈ പേരിലാണ് അറിയപ്പെടുന്നത്. പക്ഷേ ആ പുള്ളിയെടുത്ത് നിങ്ങൾ അവർക്ക് പോയി ഒരു പേയ്മെൻറ്റ് കൊടുത്ത് അവരുടെ കൂടെ നിൽക്കാൻ നേരത്താണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത കാര്യമായിരിക്കത്തില്ല ചിലപ്പോൾ അവിടെ നിന്ന് കിട്ടുന്നത്, വേറൊരു ഗോൾഡൻ നഗറ്റ് ആയിരിക്കും. അതിൽ നിന്നായിരിക്കും നിങ്ങൾ ആ ടാർഗറ്റ് എത്തുന്നത്. അതെപ്പോഴും മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ഒരു മെൻറ്ററിനെ അടുത്ത് ഞാൻ പ്രോപ്പർട്ടിയെ പറ്റി പഠിക്കാൻ പോയി. പ്രോപ്പർട്ടിയെ പറ്റി പ്രത്യേകിച്ച് ഒന്നും ഞാൻ പഠിച്ചില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ പുള്ളി പറഞ്ഞു തന്നത്, പിന്നെ കുറേ യൂട്യൂബിലുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറഞ്ഞു തന്നത്. പ്രത്യേകിച്ച് എനിക്കൊരു ഗുണം ഉണ്ടായില്ല. പക്ഷേ പുള്ളി ചെയ്ത വേറെ കാര്യങ്ങൾ എനിക്ക് എക്സ്പോഷർ കിട്ടി. ഇതെങ്ങനെയാണ് പുള്ളി ചെയ്തത്, അതെങ്ങനെയാണ് പുള്ളി പഠിപ്പിക്കുന്നതേ അല്ല, പുള്ളി അല്ലാതെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ പുള്ളിക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് മേക്ക് ചെയ്തു. ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ ഐ മെയ്ഡ് അറൗണ്ട് £24,000 ഞാൻ കൊടുത്തു. അപ്പം പുള്ളിയായിട്ട് എനിക്ക് 1-to-1 നേരിട്ട് ആക്സസ് കിട്ടുമായിരുന്നു. ഐ ക്യാൻ മീറ്റ് ഹിം ഇൻ പേഴ്സൺ. അപ്പം നേരിട്ട് ഞാൻ കാണാൻ നേരത്തെ പുള്ളി ചെയ്യുന്ന മറ്റ് കാര്യങ്ങളായിരുന്നു എന്നെ കൂടുതൽ ആകർഷിച്ചത്. അപ്പോൾ അത് കണ്ടിട്ട് ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ചോദിക്കും. അപ്പം എനിക്ക് പുള്ളി എൻ്റെ അടുത്ത് ഓപ്പണായിട്ട് പറഞ്ഞു തരും, പക്ഷേ ഡീറ്റെയിൽ ആക്കത്തില്ല, പറഞ്ഞു തരും. ഇതെല്ലാം എൻ്റെ മൈൻഡിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ വരും, അതിനെപ്പറ്റി എടുക്കും, യൂട്യൂബ് വീഡിയോ കാണും, അതിനെപ്പറ്റിയുള്ള ബുക്ക് നോക്കി ആ ഒരു പുള്ളി ചെയ്യുന്ന ആ ഒരു കാര്യം ബേസിക്കലി അതെന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ ബിസിനസ് ഫണലിങ്. ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ ബിസിനസ് ഫണലിങ് ആൻഡ് ഇമെയിൽ ഫ്ലോസ്, ഈ 2 കാര്യങ്ങൾ.
അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പുള്ളിയുടെ അടുത്തുനിന്ന് പുള്ളി ചെയ്യുന്നതിൽ എനിക്ക് എക്സൈറ്റ് ചെയ്തത്, അല്ല പ്രോപ്പർട്ടി അല്ലായിരുന്നു. അതിനാണ് നമ്മൾ ആ പേയ്മെൻറ്റ് നമ്മൾ കൊടുത്ത് കയറിയത്. പക്ഷേ പഠിച്ചത് വേറെ കാര്യം. എനിക്ക് ഐ വുഡ് സേ ആസ് ഓഫ് നൗ ഒരു ഓവർ 75-80K എനിക്ക് റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. 20K മുടക്കി 80K കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്കൊരു 60K പ്രോഫിറ്റ് ആണല്ലോ, വിച്ച് മീൻസ് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതേ കണക്കാണ് ഐ എം സ്റ്റിൽ യൂസിങ് ആ കാര്യങ്ങൾ, മനസ്സിലായില്ല, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ അതിങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി വേറെ മെൻറ്റേഴ്സ്, വേറെ ബുക്സ്, അങ്ങനെ എല്ലാം റെഫർ ചെയ്യുന്നു. അപ്പം ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പോയതാണെങ്കിലും അതിൽ നിന്നായിരിക്കത്തില്ല നമുക്ക് റിസൾട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ നമുക്ക് പൈസ കിട്ടുന്നത് അതിൽ നിന്നായിരിക്കത്തില്ല. അപ്പം ഒരേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, എന്തെങ്കിലും ഒരു മെൻറ്റർ ഇന്ന കാര്യം എന്ന് പറയാൻ നേരത്താ നമ്മൾ സ്റ്റബേണായിട്ട് ഞാൻ ഇതാണ് പഠിക്കുന്നത്, ഞാൻ ഇതേ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കരുത്. അതിനൊരു റീസൺ കാണും അങ്ങനെ പറഞ്ഞേക്ക്. കാരണം നമ്മൾ കാണാത്ത ഒരു വഴി അയാൾ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഒരു റീസൺ, ആ റീസൺ ഇനി പറഞ്ഞു തന്നാലും ചിലപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കൺസ്യൂം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനൊരു റീസൺ ഉണ്ടായിരിക്കും അത് പറഞ്ഞതിന്. അപ്പം ഐ വുഡ് സേ സ്റ്റിൽ അവർ പറഞ്ഞത് തന്നെ ചെയ്ത് നോക്കുക, മനസ്സിലായില്ലേ, എന്തെങ്കിലും റീസൺ കാണും. എന്നിട്ട് അതേ കണക്ക് ഇഫ് ദേ അച്ചീവ് സംതിങ്, നമ്മൾ അത് നമുക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നൊരു കാര്യമാണെങ്കിൽ അവർ ചെയ്തില്ലേ, ജസ്റ്റ് ഫോളോ വാട്ട് ദേ സേ, സിമ്പിൾ ആസ് ദാറ്റ്, മനസ്സിലായില്ലേ. കിട്ടിയില്ല ദാറ്റ്സ് ഫൈൻ, പക്ഷേ അതുപോലെ ചെയ്യുക, എന്തെങ്കിലും റീസൺ കാണും. അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ഇപ്പം ഞാൻ 1-2 പേർക്ക് പേയ്മെൻറ്റ് കൊടുക്കാത്ത ആൾക്കാരുണ്ട്, ചുമ്മാതെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ചില ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, ബിസിനസ്മെൻ. അവർ എന്തെങ്കിലും ചെയ്താൽ ഐ ഡോണ്ട് നോ വൈ ദേ ആർ ഡൂയിങ് ഇറ്റ്, ഐ ജസ്റ്റ് ഡു ദ സെയിം, മനസ്സിലായില്ലേ. എന്തിനാ കൂടുതൽ അപ്പം നിന്നാൽ പോരെ കുഴി എന്നണോ എന്ന് പറയുന്ന കണക്കാ, അതങ്ങ് ചെയ്യുക, അപ്പോൾ നമുക്ക് റിസൾട്ട് വരും. അതേ കണക്ക് ചെയ്ത ഒരു കാര്യം ഞാൻ പറയാം. ഇൻസ്റ്റഗ്രാമിൽ കൺസിസ്റ്റൻ്റായിട്ട് പോസ്റ്റ് ചെയ്യാൻ എന്നോട് ഒരാൾ പറഞ്ഞു. എനിക്കറിയില്ല, അയാൾക്ക് ബെറ്റർ റിസൾട്ടുള്ള ആളാണ്, ഞാൻ ഒന്നും ചോദിച്ചില്ല, ഞാനതങ്ങ് ചെയ്തു, സിമ്പിൾ ആസ് ദാറ്റ്. ഞാൻ ഒന്നും നോക്കിയില്ല. അപ്പോൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ എനിക്ക് എന്ത് പോസ്റ്റ് ചെയ്യണം എന്നറിയില്ലായിരുന്നു. അതെല്ലാം ഞാൻ പിന്നെ കണ്ടുപിടിച്ച കാര്യങ്ങളാണ്, പതുക്കെ പറഞ്ഞുതരാൻ ആരും ഇല്ലായിരുന്നു. സോ എനിക്ക് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ ഐ ജസ്റ്റ് പോസ്റ്റ് സംതിങ്, ചുമ്മാ വണ്ടിയുടെ അടുത്ത് നിൽക്കുന്ന കറങ്ങാൻ പോയപ്പോൾ എടുത്ത ഫോട്ടോ എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ടിരിക്കും. പക്ഷേ അവർ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാനായിട്ട് എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് ദി ഓൺലി ക്വസ്റ്റ്യൻ. ആൾക്കാർ ലൈക്ക് ചെയ്തോ കമൻറ്റ് ചെയ്തോ വ്യൂസ് കിട്ടിയോ ഒന്നും നോക്കുന്നില്ല, പോസ്റ്റ് ചെയ്യുക, സിമ്പിൾ. അത് കൺസിസ്റ്റൻ്റ് ആയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി, ഓക്കെ ഇനി ക്വാളിറ്റി ആക്കണം. ഇത് സെയിം ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, കാരണം എന്തെങ്കിലും ഇട്ടിട്ട് കാര്യമില്ലല്ലോ, ആൾക്കാർക്ക് വാല്യുബിൾ ആയിരിക്കണം. എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്? സോ ഐ ഫൗണ്ട് ഔട്ട് എ മെൻറ്റർ ആഫ്റ്റർ കുറേ റിസർച്ച് ചെയ്തിട്ട് ഐ പെയ്ഡ് ഹിം $6,800 പേ ചെയ്തു. ആൻഡ് ദെൻ എക്സാക്റ്റായിട്ട് ക്ലിയർ കട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു, എന്താ ചെയ്യേണ്ടത്, എവറിത്തിങ്. ഇപ്പോഴും പുള്ളിയുടെ ക്ലാസ്സിൽ എനിക്ക് മിസ്സിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ കയറി നോക്കിയാലും പുതിയതായിട്ട് എന്തെങ്കിലും വേറെ ദിവസം ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ക്ലബ്ബിലുള്ള ആൾക്കാർക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ പുള്ളിയുടെ റെക്കോർഡഡ് സെഷൻസ് കയറി കണ്ടുകൊണ്ടിരുന്നപ്പം ഒരു കാര്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതിയിട്ടപ്പോഴത്തേക്ക് ഇത് ഞാൻ ചെയ്യുന്നില്ലല്ലോ, ഞാനെന്താ ചെയ്യാത്ത, അങ്ങനെ ഞാൻ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടി പെട്ടെന്ന് തന്നെ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അവർ പറഞ്ഞു തന്നു കൺസിസ്റ്റൻ്റായിട്ട് എന്താ പോസ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെ പോസ്റ്റ് ചെയ്യണം, പോസ്റ്റ് ചെയ്തിട്ട് അതിൽ കൂടെ ഇൻകം കിട്ടുന്നത് എങ്ങനെയാണ്, അവിടുന്ന് ഫണൽ ചെയ്യുന്ന ഇമെയിൽ മാർക്കറ്റിംഗ്, ഇമെയിൽ ഫോഴ്സ്, ക്യാമ്പയിൻസ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും. പിന്നെ അത് ഫെർദർ ഇൻവെസ്റ്റ്മെൻറ്റ് വേറെ മേക്ക് ചെയ്തു. എന്നിട്ടാണ് അത് പഠിച്ചത്. അതിൻ്റെ റിട്ടേൺസ് വിത്തിൻ എ മന്ത് തന്നെ കിട്ടി, ഒറ്റയടിക്ക് തന്നെ കിട്ടി. ഭയങ്കര ഈസി റിട്ടേൺസ് ആയിരുന്നു സോഷ്യൽ മീഡിയ ത്രൂ ഇൻവെസ്റ്റ്മെൻറ്റ്. അതൊരു രക്ഷയില്ല. എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ് ഓർഗാനിക് കണ്ടൻറ്റിൽ കൂടെ പൈസ ഉണ്ടാക്കുന്നത് വഴി. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് എനിക്ക് കാരണം ചെയ്ത് റിസൾട്ട് കിട്ടിയോണ്ട് എനിക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട് റീസെൻ്റ്ലി. നമ്മൾ യൂട്യൂബ് ബട്ടൺ ഇല്ലേ, അതേ കണക്ക് എനിക്കൊരു സാധനം കിട്ടി. ഇവിടെ ഉണ്ടോ? എന്തായാലും വന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഒരു മിനിറ്റ് വെച്ചിട്ട് വരാം, നല്ല വെയിറ്റ്. ഇത് 6 മാസത്തിൽ 100K സെയിൽസ്. സാധാരണ ആൾക്കാർക്ക് 100K സബ്സ്ക്രൈബേഴ്സാണ്, ഇത് 100K പൈസയാണ്. അപ്പം അത് സോഷ്യൽ മീഡിയ ത്രൂ വിത്തിൻ 6 months അച്ചീവ് ചെയ്ത കാര്യമാണ്. അപ്പോൾ അതൊന്നും നമ്മൾ എന്താ പറയുക, എൻ്റെ ഫീൽഡേ അല്ല. ഞാൻ മൊത്തം പ്രോപ്പർട്ടിയാണ് 2020 തൊട്ട്. പ്രോപ്പർട്ടി മാറി വേറെ ഒരു സെക്ടർ തുടങ്ങി. പെട്ടെന്ന് പ്രോപ്പർട്ടി ഒബ്വിയസ്ലി ടൈം എടുത്തു ഒരുപാട്, അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ നല്ല കൺസിസ്റ്റൻ്റായിട്ട്
നല്ലപോലെ ചെയ്തു തുടങ്ങിയാൽ നല്ല അടിപൊളി റിസൾട്ടുള്ള സാധനമാണ്. ഇത് നമുക്ക് ഒരു പരിചയമില്ലാത്തൊരു കാര്യം ചെയ്ത് റിസൾട്ട് ഇട്ടാടുത്ത് ഭയങ്കര ഹാപ്പിയാണ്. അപ്പം അതേ കണക്ക് എന്താ പറയുക, നമ്മൾ ഒബ്വിയസ്ലി ട്രൈ ചെയ്യുക. അതിൻ്റെ കൂടെ അവിടെ ഇവിടെയും കുറച്ച് മെൻറ്റേഴ്സിനെ കണ്ടുപിടിക്കുക, എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുക, ഓരോ ഫീൽഡ് ഇമ്പ്രൂവ് ആവാൻ ഗോ ടു ദം. ഇഫ് യു ഫൈൻഡ് സമ്മൺ എൽസ്, സുപ്രിയയ്ക്ക് ഇഷ്ടമുള്ള വേറെ ആരെങ്കിലും കണ്ടാൽ അവർ ജെനുവിനാണോ ഓക്കെ ആണോ എന്ന് നോക്കുക. എല്ലാം ഇഫ് എവറിത്തിങ് സീംസ് ഓക്കെ, ആസ്ക് ദം ക്യാൻ യു ടീച്ച് മീ എന്ന് ചോദിക്കുക. ഇഫ് ദേർസ് എ പേയ്മെൻറ്റ്, മേക്ക് എ പേയ്മെൻറ്റ്. അവരുടെ അടുത്ത് കാര്യങ്ങൾ പഠിച്ചെടുക്കുക, അത് യൂട്ടിലൈസ് ചെയ്യണം മാക്സിമം. അപ്പോഴാണ് ഇത് കണക്കത്തെ റിസൾട്ട് കിട്ടുന്നത്. ഇത് എൻ്റെ സ്വന്തം അച്ചീവ്മെൻറ്റ് വെച്ചല്ല, ഞാനും റിസർച്ച് ചെയ്ത് ഞാൻ മെൻറ്റേഴ്സിന് പൈസ കൊടുത്ത്. കാരണം എനിക്ക് ഐ ഡിഡ്ന്റ് ഹാവ് വൺ മെൻറ്റർ ഹു ടീച്ചസ് എവറിത്തിങ്, മനസ്സിലായില്ലേ? സോ നമുക്ക് എവിടെയാണ് വേറൊരു പ്രശ്നം ഞാൻ പറയാം ബിസിനസ്സിൻ്റെ, നമുക്ക് ഇമ്പ്രൂവ് ആവാൻ വേണ്ടി എന്താണ് പഠിക്കേണ്ടത് എന്ന് പോലും നമുക്കറിയത്തില്ല, മനസ്സിലായില്ലേ? അപ്പം ഇനിഷ്യൽ എനിക്ക് സ്റ്റേജസിൽ എനിക്ക് മെൻറ്റർ നോക്കണം, പക്ഷേ എന്ത് പഠിപ്പിക്കാനാണ് എനിക്ക് മെൻറ്ററിനെ നോക്കേണ്ടത്, എന്താണ് എനിക്ക് പഠിക്കേണ്ടത്, എന്ത് പഠിക്കുമ്പോഴാണ് പൈസ ഇടുന്നത്, അതും എനിക്കറിയത്തില്ല. അപ്പം ബേസിക്കലി വി നോ നത്തിങ്, മനസ്സിലായില്ലേ? എല്ലാം ഫ്രം സ്ക്രാച്ച്. ഈ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുമ്പോൾ എല്ലാം നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യണം, മനസ്സിലായില്ലേ? എനിക്കിപ്പം ടു ബി ഓണസ്റ്റ് പറഞ്ഞാൽ, ഇഫ് ഐ സിറ്റ് ആൻഡ് ടോക്ക് വിത്ത് സമ്മൺ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ ഗോൾസ് കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ എനിക്കൊരു ഐഡിയ ഉണ്ട്. ഓക്കെ, ഇവർക്ക് എന്താണ് ആക്ച്വലി പഠിക്കേണ്ടത്, അപ്പോഴാണ് ഇത് പഠിക്കുമ്പോഴാണ് അവർക്ക് അവരുടെ ലൈഫിൽ ഫൈനാൻഷ്യലി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന എനിക്കൊരു ഐഡിയ മനസ്സിലാക്കാൻ പറ്റും. ഇതായിരുന്നു ഞാനൊരു മെൻറ്ററിൻ്റെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. അത് ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. പല ആൾക്കാരും ഓരോ ഫീൽഡിൽ എക്സ്പേർട്ടാണ്, അവർക്ക് ഇന്ന കാര്യം നല്ലപോലെ അറിയാം, സോഷ്യൽ മീഡിയ നല്ലപോലെ അറിയാം, ഇമെയിൽ മാർക്കറ്റിംഗ് നല്ലപോലെ അറിയാം, പ്രോപ്പർട്ടി നല്ലപോലെ അറിയാം, ബിസിനസ് ഫണ്ടലിംഗ് നല്ലപോലെ അറിയാം, സെയിൽസ് നല്ലപോലെ അറിയാം, മാർക്കറ്റിംഗ് നല്ലപോലെ അറിയാം. ഇങ്ങനെ ഓരോ ആൾക്കാരെ നമുക്ക് കിട്ടുന്നത്. അപ്പം സെയിൽസ് പഠിച്ചാൽ ഞാൻ എവിടെ എന്ത് സെയിൽ ചെയ്യാൻ പോകുന്നു, ഐ ഹാവ് നോ ഐഡിയ. എന്തിനാണ് ഞാൻ പഠിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ. മാർക്കറ്റിംഗ്, ഓക്കെ, എന്ത് മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത്, എന്നിട്ട് എങ്ങനെ ഞാൻ പൈസ കിട്ടുന്നത്, എങ്ങനെ എനിക്ക് കാശ് കിട്ടുന്നത് എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ചോദ്യം. ഒരു ഐഡിയ ഇല്ല, മനസ്സിലായില്ലേ? അപ്പോൾ അതിന് നമ്മൾ തന്നെ പ്രോഡക്റ്റ് മേക്ക് ചെയ്യണം. എന്ത് പ്രോഡക്റ്റ് മേക്ക് ചെയ്യും? ലൈക്ക് എന്താണ് ഫിസിക്കൽ പ്രോഡക്റ്റോ ഡിജിറ്റൽ, എന്തൊക്കെ ടൈപ്പ് പ്രോഡക്റ്റ്സ് ഉണ്ട്, ഒന്നും അറിയത്തില്ല. നത്തിങ് അറ്റ് ഓൾ, ഫ്രം സ്ക്രാച്ച്. അപ്പോൾ അത്രയും ബ്രേക്ക് ഡൗൺ ചെയ്ത് ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ സംസാരിക്കാൻ നേരത്തെ ഒരു 3rd ഗ്രേഡ് സ്റ്റുഡൻറ്റിന് മനസ്സിലാവുന്ന രീതിയിൽ മാത്രമേ സംസാരിക്കാവൂ. ഈവൻ നമ്മൾ ഇന്ന് ഈ ഒരു കൺവെർസേഷൻ ചെയ്യാൻ നേരത്തെയും നമ്മൾ കട്ടി വാക്ക് ഉപയോഗിച്ച് നമുക്കെല്ലാം അറിയാമെന്ന് കാണിച്ചിട്ട് കാര്യമില്ല. ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ സംസാരിക്കാൻ നേരത്തെ അത് റെക്കോർഡ് ആണെങ്കിൽ ബാക്കിയുള്ളവർ കാണുന്നതാണ്, ഒബ്വിയസ്ലി അവർക്ക് എന്തെങ്കിലും മനസ്സിലാവണം. അതിന് നമ്മൾ കട്ടി വാക്കുകൾ ഉപയോഗിക്കുന്നെങ്കിൽ അവിടെ അതിൻ്റെ മീനിങ് എന്തെങ്കിലും എഴുതി കാണിച്ചാൽ ദെൻ ഇസ് ഫൈൻ. അല്ലാതെ നമ്മൾ എല്ലാം അറിയാം എന്ന് കാണിച്ച് ആർക്കൊന്നും മനസ്സിലാകത്തില്ല, ചുമ്മാ ഒരു കൺവെർസേഷൻ ഒരു കാര്യമില്ല. അപ്പോൾ ഞാൻ എപ്പം ഈവൻ നമ്മൾ ഈ റെൻട്രൻറ്റ് മൊഡ്യൂൾസ് കണ്ടപ്പോൾ അതിൽ പറയുന്നതല്ല, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടേംസ് യൂസ് ചെയ്ത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് അതിനകത്ത് സംസാരിക്കുന്നത്. കാരണം ഇത് കാണുന്ന പലരും ഒരു ഐഡിയ ഇല്ലാതെ വരുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് ഞാൻ കട്ടി വാക്കുകൾ യൂസ് ചെയ്തിട്ട് കാര്യമില്ല, മനസ്സിലായില്ലേ? അതിനാണ് അത്രയും സിമ്പിളായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അത് കണക്ക് ഒരു മെൻറ്ററെ കറക്റ്റായിട്ടുള്ള ഫീൽഡിൽ പിക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്തെങ്കിലും അറിഞ്ഞിരിക്കണം. അല്ലാതെ അത് വലിയൊരു സ്ട്രഗിളാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്, അല്ലേ? അതെ, ഓഫ്കോഴ്സ്. പിന്നെ ആക്ച്വലി ഈ എന്താ പറയാ, ക്ലബിൽ കയറിയപ്പോഴാണ് ഒരു പാത്ത് തുറന്നു കിട്ടിയതുപോലെ റിയലി മനസ്സിലായത്. അതുവരെ ഈ ബ്രോ പറഞ്ഞ പോലെ എന്താണെന്ന് അറിയാത്തൊരു ഇതല്ലേ, ഏത് വഴിയിലേക്ക് പോകണമെന്നറിയില്ല. ഒരുപാട് വഴികൾ തുറന്നിട്ടുണ്ട്. ഇപ്പം സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാല് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ട് ഏതെടുക്കണം എന്നറിയണ്ട്. പിന്നെ കറക്റ്റ് സ്ഥലത്ത് എത്തിപ്പെട്ടത് കൊണ്ട് രക്ഷപ്പെട്ടു. അതായത് ഇപ്പൊ ഞാൻ ആക്ച്വലി ബ്രോ ആദ്യം പറഞ്ഞ പോലെ ഞാൻ ജോയിൻ ചെയ്തിട്ട് അത്രയൊന്നും ആയില്ല. പക്ഷെ ഒരു മാസം കൊണ്ട് എനിക്കുണ്ടായ മാറ്റങ്ങള് എനിക്ക് ചിന്തിക്കാവുന്നതിന്റെ അപ്പുറത്താണ്. കാരണം ഇത്രയും നാള് ഞാനിങ്ങനെ അയ്യോ എനിക്ക് ഒന്നും പറ്റുന്നില്ലല്ലോ, എനിക്ക് ചെയ്യണല്ലോ എന്ന് ആഗ്രഹിച്ച് ഭയങ്കര ഒരു പ്രഷറിലായിരുന്നു ഞാൻ. പക്ഷെ കറക്റ്റ് ഇനിയിപ്പോ എനിക്ക് ഒന്നുമില്ലായിരുന്നു, ജസ്റ്റ് ബ്രോ പറയുന്ന വഴിയിലൂടെ നടന്നാൽ മാത്രം മതി. അതാണ് എനിക്ക് ഏറ്റവും ഐ എം ഗ്രേറ്റ്ഫുൾ ആക്ച്വലി. കാരണം ഒന്നും പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ബ്രോ എപ്പോഴും ഓപ്പൺ ആണല്ലോ. എനിക്കൊന്നുമില്ല വേറൊരു മെന്റർ ഇങ്ങനെ എന്ത് ഡൗട്ട് ചോദിച്ചാലും ഏത് പാതിരാത്രിക്ക് ചോദിച്ചാലും റിപ്ലൈ തരാൻ ഇതായിട്ട് ഒരു മെന്റർ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനൊരു റീസൺ ഉണ്ട് ആക്ച്വലി. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരുപാട് മെന്റർഷിപ്പ് എടുത്തതാന്ന്. അപ്പം ഫസ്റ്റ്ലി ഞാൻ ഈ മെൻറ്റർഷിപ്പ് തുടങ്ങും എന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ച ആളല്ല. കാരണം എനിക്ക് പബ്ലിക് സ്പീക്കിംഗ് അറിയില്ല, ഇത് കണക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല, നത്തിങ് അറ്റ് ഓൾ. ഞാൻ ഇതുവരെ 5 ആളുടെ മുമ്പിൽ നിന്ന് സംസാരിച്ചിട്ട് പോലുമില്ല, ഒരു ഐഡിയ ഇല്ല. അപ്പം
എനിക്ക് പരിചയമില്ലാത്ത കാര്യമായതുകൊണ്ട് എനിക്കത് പ്ലാനേ ഇല്ലായിരുന്നു. എൻ്റെ ലിസ്റ്റിലേ ഇല്ലാത്തൊരു കാര്യമായിരുന്നു അത് കേട്ടോ. ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പം ആൾക്കാർ ചോദിക്കുന്നു, ആൻസർ എനിക്കറിയാം എന്ന കാര്യം മാത്രം എനിക്കറിയാമായിരുന്നു. അപ്പം അങ്ങനെയാണ് ഒരു വർഷം മുന്നേ നമ്മൾ വെറുതെ ഇങ്ങനെ തുടങ്ങിയിട്ടാണ് ഇപ്പോൾ ഒരുപാട് ആൾക്കാരങ്ങ് ആയിപ്പോയത്. അപ്പം ഞാൻ ഈ ഒരുപാട് മെമ്പർഷിപ്പ് എടുത്തപ്പം എനിക്ക് ഫീൽ ചെയ്ത ഒരു സ്ട്രഗിളായിരുന്നു. നമ്മളെ ക്വസ്റ്റ്യന് പ്രിസൈസ് ആൻസർ കിട്ടുന്നില്ല. എല്ലാം ജനറൽ ആൻസേഴ്സാണ്. ചോദിച്ചാലും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു റിപ്ലൈ തരും. നത്തിങ് മച്ച്, ഒരു ക്ലാരിറ്റി ഇല്ല ഒന്നിനും. മനസ്സിലായില്ല. അപ്പോഴും നമുക്ക് കൃത്യമായിട്ട് ഓക്കെ ഇതായിരുന്നു ഇതിൻ്റെ ആൻസർ എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ടായിരുന്നു ഞാൻ ഈ ഒരു കാര്യം ആദ്യം തന്നെ സോർട്ട് ചെയ്തിട്ട് ഡൗട്ട് ചോദിച്ചാൽ ഇൻ കേസ് ഞാൻ റിപ്ലൈ തരാൻ ലേറ്റ് ആവുകയാണെങ്കിലും മൈ ആൻസർ ഇസ് ഗോണ ബി വെരി ബിഗ്. ഞാനത് കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്ത്, കാരണം വെറുതെ നെയിം സേക്കിന് ആൻസർ കൊടുത്തിട്ട് കാര്യമില്ല. നമ്മൾ ഒരാൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിൻ്റെ കറക്റ്റ് ആൻസർ എനിക്ക് അറിയാമെങ്കിൽ ഞാൻ അത് അത്രയും വ്യക്തമായിട്ട്, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് അപ്പോഴേ പറയും, അത്രയും വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ ദെയർസ് നോ പോയിന്റ്. അപ്പോൾ അത് ഞാൻ ഫേസ് ചെയ്ത ഒരു സ്ട്രഗിളായിരുന്നുകൊണ്ടായിരുന്നു എനിക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അത് എനിക്ക് കിട്ടിയ കാര്യം പിന്നെ ഞാനായിട്ട് ബാക്കിയുള്ളവർക്ക് ആ സെയിം കാര്യം സഫർ ചെയ്യിപ്പിക്കേണ്ട ദെയർസ് നോ പോയിൻ്റ് അതിനകത്ത്. അതുകൊണ്ടായിരുന്നു അത് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്ത് കറക്റ്റായിട്ട് ചെയ്യുന്നത്. ഓൾസോ ചില പേര് സംസാരിക്കുന്ന ഞാൻ പറഞ്ഞ ഈ ലാംഗ്വേജ് ആണെങ്കിലും കട്ടി വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പം പലർക്കും ഒന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ ഓരോരുത്തർ അവരവരുടെ നോളജ് ഡിഫറെൻ്റ് ആണ്. അവർ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ വേറെയാണ്. അപ്പം എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി ഏറ്റവും ബേസിക്കായിട്ട് പറഞ്ഞാൽ നോളജ് കൂടുതലുള്ളയാൾക്ക് മനസ്സിലാവും, ഇല്ലാത്തയാൾക്ക് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ സംസാരിക്കുന്നത്. ഇപ്പം കറൻറ്റ്ലി ഫുൾ ടൈം ആണോ വർക്കിംഗ്? ഓ, ഇപ്പോൾ ഫുൾ ടൈം ആയിട്ട് അതിനകത്തേക്ക് ഇറങ്ങിയല്ലേ? അടിപൊളി അടിപൊളി. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു എന്താണ് പ്രശ്നമുണ്ടെന്ന് പറയാൻ ഒന്നുമില്ല. ഗുണം മാത്രമേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഈ 1 month ഞാൻ 2 ലാൻഡ് ലോഡിനെയും 2 ഏജന്റിനെയാണ് ആക്ച്വലി മീറ്റ് ചെയ്തത്. അവരൊക്കെ ആക്ച്വലി ഞാൻ വളരണം എന്ന് ആഗ്രഹിക്കുന്ന പോലത്തെ ആൾക്കാരെയാണ് ഞാൻ മീറ്റ് ചെയ്യുന്നത്. അത് തന്നെ എനിക്ക് വലിയ കാര്യം. മനസ്സിലായി. അത് ഭയങ്കര ഒരു കാര്യം. ഇത് ഈ ലാൻഡ് ലോഡ്സിനെ ഏജൻസിനെ മീറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതിന് മുന്നേ ആക്ച്വലി എന്താണ് ഒരു സ്ട്രാറ്റജി ഒന്ന് ബ്രീഫാക്കി തരാമോ? സ്ട്രാറ്റജി മീൻസ് ആക്ഷൻ. ആക്ച്വലി എല്ലാം ആക്ഷൻ എടുക്കുന്നതിനെ ബേസ് ചെയ്തിരിക്കും. ആൾക്കാർ വെറുതെ ജോയിൻ ചെയ്ത് ഒക്കെ എല്ലാം ഇങ്ങോട്ടേക്ക് വരും വിചാരിച്ച് നിന്നാൽ ഒന്നും നടക്കാൻ. നമ്മളെ ഒരു പ്ലാൻ, ഇപ്പൊ ഞാൻ വീഡിയോയിൽ തന്നെ ബ്രോ എന്താണ് പറയുന്നത് ഒക്കെ മൈൻഡിലേക്ക് എടുത്ത് എഴുതി വെച്ച് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം ഒരു പ്ലാൻ ഉണ്ട്. ബ്രോ ഏതൊരു വീഡിയോയിൽ പറയുന്നുണ്ട് മിനിമം 20 കോളെങ്കിലും ചെയ്യണം, 20 മെസ്സേജസ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ ഞാനും അതിലേക്ക് സ്റ്റിക്ക് ചെയ്യാം. ഈ ബ്രോ പറഞ്ഞ 20 കോൾ അതിലും അങ്ങനെ ചില ദിവസമൊക്കെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും മാക്സിമം ഈ കോള് കുറച്ച് കുറവാണ്. പക്ഷെ മെയിൽ അയക്കലും ഈ ഗംട്രി ഇതിലൊക്കെ കയറി തപ്പലും മെസ്സേജ് അയക്കലും ഗംട്രി വഴി ഞാൻ കോൾ ചെയ്യും. കാരണം അതുവഴി കുറെ ആൾക്കാരുടെ നമ്പർ കിട്ടുന്നുണ്ട്. അപ്പം ഈസിയാണ് കോണ്ടാക്ട് ചെയ്യാൻ. പിന്നെ ഈ മറ്റേ ഓപ്പൺ ലിങ്കിലൊന്നും നമ്പർ ഇല്ലല്ലോ. ഗംട്രി വഴി കോൾ ചെയ്യുമ്പം ചിലരും ഓക്കെയാണ്, അതായത് വ്യൂയിങ് തരാനും. പിന്നെ ഇന്ത്യൻസ് ഒരു ലാൻഡ് ലോഡ് ഞാൻ മീറ്റ് ചെയ്തത് ഒരു ഇന്ത്യനാണ്. അപ്പൊ പുള്ളി ഓക്കെയാണ്. ഞാൻ ഓപ്പൺലി പറഞ്ഞു ബ്രോ ഈ ലാസ്റ്റ് പ്രോപ്പർട്ടി ക്ലാസ് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതൊന്നും പറയാൻ പാടില്ല പോലും ഞാൻ അറിയുന്നത്. ഞാൻ തന്നെയാണെന്ന്, ഞാൻ ഇത് ചെയ്യാനാണെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. എന്നിട്ടും അയാൾ ഓക്കെ ആയി. അങ്ങനെ ഞാൻ വ്യൂയിങ്ങിന് പോയപ്പോഴും എന്താ വെച്ചാൽ ചെയ്തോ, ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ ചെയ്യാൻ പറ്റൂല, കുറച്ച് നമ്പേഴ്സ് ഒക്കെ റൺ ചെയ്യാനുണ്ട്, ഡ്യൂ ഡിലിജൻസ് ചെയ്യണം, എന്നിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ എടുക്കാൻ പറ്റൂ, ഗെറ്റ് ബാക്ക് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ പുള്ളിക്ക് വേറെയും കുറെ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് മാത്രല്ല ബാക്കി ആണെങ്കിലും ഞാൻ ഓക്കെ ആണെങ്കിൽ ചെയ്യാൻ റെഡിയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ അതേപോലെ തന്നെ ഒരു മലയാളി I'm just gonna hold you right there. ഈ എന്താണ് ആക്ച്വലി നമ്മളെ ഓഡിയൻസിന് മനസ്സിലാക്കാനായിട്ട് പ്രോപ്പർട്ടി എടുക്കുന്ന എന്തിനാണ്, അത് വെച്ച് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊന്ന് ബ്രീഫായിട്ടൊന്ന് പറയാമോ? സോ പ്രോപ്പർട്ടി എടുക്കും, സർവീസ് അക്കോമഡേഷൻ ചെയ്യാനും പിന്നെ HMO ഹൗസസ് ആക്കാനുമാണ്. അപ്പോൾ എങ്ങനെയാണ് അതിൽ നിന്ന് പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നത്? എന്താണ് ആക്ച്വലി സുപ്രിയയുടെ ബെനിഫിറ്റ്? എങ്ങനെ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് സോഴ്സിങ് ചെയ്യാനാണ്. ആദ്യം ഒരു മിനിമം ഒരു 5 പ്രോപ്പർട്ടിയെങ്കിലും സോഴ്സ് ചെയ്തിട്ടാണ് ഒരെണ്ണം എൻ്റെതിലേക്ക് എടുക്കാന്നാണ് എൻ്റെ പ്ലാൻ. ചിലർക്ക് ഡിഫറെന്റ് പ്ലാൻസ് ആയിരിക്കും, പക്ഷെ കറന്റ് മൈ പ്ലാൻ അതാണ്. അപ്പം
ലൈക്ക് ഈ ഒരു കാര്യം, അതായത് നമ്മൾ ഒരു വീടെടുത്ത് നമ്മൾ ഷോർട്ട് ടേം ലെറ്റ് എയർബിഎൻബി ആയിട്ട് ചെയ്യാനാണല്ലോ. അപ്പം എങ്ങനെയാണ് ഇത് സുപ്രിയ അതിൽ നിന്ന് എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ലാൻഡ് ലോഡിൽ നിന്ന് എടുത്തിട്ട് നമ്മളത് പ്രോഫിറ്റബിൾ ആക്കുന്നത് എന്ന ഓഡിയൻസിന് മനസ്സിലാക്കാനായിട്ട് ഒന്ന് ബ്രീഫായിട്ടൊന്ന് പറയാമോ? മന്ത്ലി ഒരു ഇൻകം നമുക്ക് അക്കൗണ്ടിലേക്ക് വരുന്നത് പോലെ, ഇപ്പൊ ഒരു മിനിമം 500 ആണല്ലോ നമ്മൾ HMO ആണ്, അതായത് റെന്റ് ടു റെന്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ഒരു മിനിമം 500 എങ്കിലും ലാഭം ഉള്ള രീതിയിലാണല്ലോ ചെയ്യുന്നത്. അപ്പം അത് എങ്ങനെയായാലും അതൊരു ഈസി മണി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതെ അതെ അതെ. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, ഏറ്റവും കൂടുതൽ ഞാൻ ചിന്തിക്കാറ് ഇപ്പൊ നാട്ടിൽ നിൽക്കുന്ന ആൾക്കാർക്ക് UK വരണമെന്നില്ല. ഇപ്പൊ അവർക്ക് ഇവിടെ ഈ പ്രോപ്പർട്ടി ഏതിലെങ്കിലും ഒന്നില് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. മന്ത്ലി 50,000 പൗണ്ട് വെറുതെ നാട്ടിൽ നിൽക്കില്ലേ, ഒന്നും ചെയ്യണ്ട, ഇരുന്നാൽ മതി. അതാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറ്. അതെ അതെ, ഞാൻ ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ഒന്നും കൂടെ എല്ലാവർക്കും മനസ്സിലാവാൻ ഒന്നും കൂടെ ബ്രേക്ക് ഡൗൺ ചെയ്ത് പറയുകയാണെങ്കിൽ, ലെറ്റ്സ് സേ ഇപ്പോൾ സുപ്രിയ പോയി ഒരു ലാൻഡ് ലോഡിനെ മീറ്റ് ചെയ്തു. ആ ലാൻഡ് ലോഡിൻ്റെ ഒബ്വിയസ്ലി ദേ ഹാവ് എ പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുക്കാൻ വെച്ചേക്കുന്നതാണ്. ലെറ്റ്സ് സേ ആ ഒരു പ്രോപ്പർട്ടിയുടെ റെൻറ്റ് 1000 പൗണ്ടാന്ന് വെച്ചോ. അപ്പോൾ സുപ്രിയ ഇപ്പം ആക്ച്വലി ചെയ്യുന്നത് ആ ലാൻഡ് ലോഡിൻ്റെ അടുത്ത് സംസാരിച്ച് സുപ്രിയയുടെ കമ്പനി, അതായത് യു റൺ എ പ്രോപ്പർട്ടി ബിസിനസ്, സുപ്രിയയുടെ കമ്പനിയുടെ പേരിൽ ആ പ്രോപ്പർട്ടി റെൻറ്റ് ചെയ്തിട്ട് സുപ്രിയ ആ പ്രോപ്പർട്ടി സബ്ലെറ്റ് ചെയ്യും. അതായത് ആ പ്രോപ്പർട്ടി എടുത്ത് നമ്മൾ OTAs വിച്ച് ഇസ് ഓൺലൈൻ ട്രാവൽ ഏജൻസീസ് ലൈക്ക് Airbnb, Booking.com, VRBO, TripAdvisor ഇതുപോലത്തെ പ്ലാറ്റ്ഫോംസിൽ ലിസ്റ്റ് ചെയ്തിട്ട് ഓരോ ഡെയിലി ബുക്കിങ്സ്, അതായത് നമ്മൾ ട്രാവൽ ചെയ്യാൻ നേരത്തെ നമ്മൾ ഹോട്ടലിലൊക്കെ പോയി താമസിക്കത്തില്ല, അതേ കണക്ക് സുപ്രിയ കൊടുക്കുന്നു അല്ലേ. അപ്പോൾ നമ്മൾ Airbnb-യിൽ ലിസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു 100-120 പൗണ്ടാണ് ഒരു നൈറ്റ് സുപ്രിയ എടുത്ത ആ വീട്ടിൽ ഒരാൾക്ക് താമസിക്കാനായിട്ട്. ഒരാൾ ആ ഒരു ലൊക്കേഷനിലേക്ക് യാത്ര ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ ബുക്ക് ചെയ്യുന്ന കണക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഈ ഒരു വീട് നമ്മൾ Airbnb ആയിട്ട് ഷോർട്ട് ടേം ലെറ്റ് ഒരു ഹോട്ടൽ പോലെ നമ്മൾ കൊടുക്കും. അപ്പം 120 പൗണ്ട് ഒരാൾ പേ ചെയ്യും ഒരു ദിവസത്തേക്ക്. അതേ കണക്ക് ഒരു 20 ദിവസം ബുക്കിംഗ് കിട്ടാൻ നേരത്തെ ഒരു 2400 പൗണ്ട് സുപ്രിയ മേക്ക് ചെയ്യും. അതിൽ നിന്ന് Airbnb കുറച്ച് കമ്മീഷൻ എടുക്കും. 1000 പൗണ്ട് ലാൻഡ് ലോഡിന് നമുക്ക് റെൻറ്റ് കൊടുക്കണമല്ലോ, അത് കൊടുക്കും. ബാക്കി ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വൈഫൈ, ക്ലീനിങ്, അങ്ങനെ കുറച്ച് കോസ്റ്റെല്ലാം കഴിഞ്ഞ് യു വിൽ ബി ലെഫ്റ്റ് വിത്ത് അപ്രോക്സിമേറ്റ്ലി ഒരു 500 പൗണ്ട്സ് വിച്ച് ഇസ് നാട്ടിലത്തെ ഒരു 50,000 രൂപ ആണ് നമ്മളെ കയ്യിൽ ബാക്കി വരുന്നത്. സോ ബേസിക്കലി സുപ്രിയ ഉദ്ദേശിച്ചത്, നാട്ടിൽ നിന്ന് ഒരാൾ ഇങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി എടുക്കാൻ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ യുവർ കമ്പനി ക്യാൻ ഹെൽപ്പ് ദം സെക്യൂർ എ പ്രോപ്പർട്ടി ആൻഡ് ദെൻ അത് അത് സെക്യൂർ ചെയ്ത് ആ ഒരു പ്രോപ്പർട്ടി ഷോർട്ട് ടേം ലെറ്റായിട്ട് സുപ്രിയ തന്നെ റൺ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ദേ വിൽ സെൻഡ് ഇറ്റ് യു. സോ നാട്ടിലിരുന്ന് യു ക്യാൻ മേക്ക് 50,000 രൂപ പ്രത്യേകിച്ചൊന്നും ചെയ്ത്. അപ്പോൾ അതിൽ നിന്നിപ്പോൾ സ്വല്പം കുറഞ്ഞാലും ശരി, നമ്മളൊരു മൺഡേ ടു ഫ്രൈഡേ 9 to 5 ഫുൾ ടൈം ജോലി ചെയ്യുന്ന ശമ്പളമാണ് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ തന്നെ കിട്ടുന്നത്. അപ്പം ഇഫ് യു ഹാവ് ചെയ്ത് കൊടുക്കും. അതെ അതെ അതെ, ചെയ്തു കൊടുക്കാൻ നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ട്. എവറിത്തിങ് ഇസ് സോർട്ടഡ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു UK ആൾക്കാർക്കും പലർക്കും അറിയാത്ത ഒരു സ്ട്രാറ്റജിയാണിത് അല്ലേ. അപ്പം നിങ്ങളെങ്ങനെയാണ് ഈ ഒരു സ്ട്രാറ്റജിക്ക് എക്സ്പോസ് ആയത്? യൂട്യൂബ് ത്രൂ ആയിരുന്നല്ലേ. ഞാനും യൂട്യൂബ് ത്രൂ റാൻഡം വീഡിയോസ് കണ്ടിട്ടാണ് എനിക്കൊരു എക്സ്പോഷർ കിട്ടിയത്. പിന്നെയാണ് അതിനെപ്പറ്റി പഠിച്ചു തുടങ്ങി കൂടുതലായിട്ട് ഞാനും ചെയ്തു തുടങ്ങിയത്. ഇപ്പോൾ നിങ്ങൾ ഏത് ലൊക്കേഷനാണ് മെയിൻലി ഈ ഷോർട്ട് ടേം ലെറ്റ് ട്രൈ ചെയ്യുന്നത്? മാഞ്ചസ്റ്റർ ഏരിയയിലാണ്. ഇപ്പൊ പിന്നെ 2 ദിവസം മുന്നേ ലിവർപൂളിൽ ഒരു വ്യൂവിംഗ് ഉണ്ടായിരുന്നു. അതൊരു ഏജന്റ് ആണ്, അതുവഴി ഒരു 5 പ്രോപ്പർട്ടീസ് ഓക്കെ ആയിട്ടുണ്ട്. ആക്ച്വലി ഒരു പ്രോപ്പർട്ടി കാണാനാണ് വ്യൂവിംഗ് ചെയ്യാൻ വേണ്ടി പോയതാ. അപ്പൊ പുള്ളി ഓക്കെ ആണ്. പുള്ളി അപ്പൊ തന്നെ പറഞ്ഞു, എന്ന് എന്റെ ഇനിയും 4 പ്രോപ്പർട്ടി. ഏഷ്യനാണോ? ഏഷ്യൻ അല്ല, കൊളംബിയ. പറഞ്ഞു 4 പ്രോപ്പർട്ടിയും കൂടി ഉണ്ട്, വ്യൂവിങ്ങിന് ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ ഓക്കെ ആണ്, ബിക്കോസ് മാഞ്ചസ്റ്ററിൽ നിന്ന് വരുന്നതാണ്. പിന്നെ വ്യൂവിങ്ങിന് എത്ര ദൂരം ഉണ്ട് അങ്ങോട്ടേക്ക്, ലിവർപൂളിലേക്ക്? 1 hour. അത്രേ ഉള്ളൂ അല്ലേ? കുഴപ്പമില്ല. അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ 5 പ്രോപ്പർട്ടി, അതും ചെറുതല്ല. 2 പ്രോപ്പർട്ടി 6 ബെഡ്, 6 ഒരു പ്രോപ്പർട്ടി 6, ഒന്ന് 7, പിന്നെ ഒന്ന് 4 ബെഡ്, ഒന്ന് 3 ബെഡ്. ഇതാണ്. ഓക്കെ. അപ്പം HMO ആണോ ട്രൈ ചെയ്യുന്നത്, ഷോർട്ട് ടേം ലെറ്റ് ആണോ ട്രൈ ചെയ്യുന്നത്? 2 വീട് അവർക്ക് HMO ലൈസൻസ് ഉണ്ട്. പിന്നെ ബാക്കി 2 HMO ലൈസൻസ് ഇല്ല. ഒരെണ്ണം ഓൾറെഡി നല്ല സ്റ്റേജിംഗ് ഒക്കെ ചെയ്ത് അവർ ഓൾറെഡി Airbnb സെറ്റപ്പിലാക്കി വെച്ചിട്ടാണ് ഉള്ളത്. അത് പുള്ളി അതിന്റെ ഓണർ ലാൻഡ് ലോഡ് ചെയ്താണെന്നാ പറഞ്ഞത്. നല്ല സ്റ്റേജിങ്, സൂപ്പർ സ്റ്റേജിങ് ചെയ്തിട്ടുണ്ടല്ലേ. ഇത് ഇറക്കേണ്ടി വരുന്നില്ല. അത് വീഡിയോ കണ്ടന്റ് എടുത്തായിരുന്നു ആവശ്യത്തിന് വ്യൂയിങ്ങിന് പോയപ്പോഴത്തേക്ക്?
വീഡിയോ ഒന്നും എടുത്തില്ല, ഫോട്ടോസ് മാത്രമേ എടുത്തുള്ളൂ. ഇങ്ങനെ ഹറിയായിരുന്നു. പിന്നെ മനസ്സിലായി. വീഡിയോ എടുത്താല് അറിയില്ല, എടുക്കണമായിരുന്നു. ആക്ച്വലി വന്നതിന് ശേഷം അത് തന്നെ നമ്മൾ പറഞ്ഞുകൊടുക്കുന്നത്, ഇനി പോവുകയാണെങ്കിൽ എന്തായാലും വീഡിയോ എടുക്കണം. അതെ അതെ, മാക്സിമം നമുക്ക് റെക്കോർഡ്സ് വേണം നമ്മൾ ആക്ഷൻസ് എടുത്ത് നമ്മൾ ചെയ്യുന്നതിൻ്റെ ആയിട്ട്. ഈ ഒരിക്കലും അവരോട് വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിക്കരുത്. ഇൻസ്റ്റെഡ് ജസ്റ്റ് ഫോൺ എടുത്തിട്ട് പറയുക ഐ യു ഷോ യു വോണ്ട് ടു ബി ഇൻ ദ ക്യാമറ എന്ന് ചോദിച്ചാൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ അവരങ്ങ് മാറിക്കോളും. പിന്നെ നമുക്ക് ഇഷ്ടംപോലെ വീഡിയോ അങ്ങ് എടുക്കാം. മനസ്സിലായി? അവർ ഓക്കെ പറഞ്ഞു എന്ന രീതിയിൽ അസ്യൂം ചെയ്ത് അങ്ങ് എടുത്തു കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കണ്ടന്റ് കിട്ടത്തില്ല. അപ്പം ഇപ്പം നിങ്ങൾ തന്നെ നിൽക്കുന്ന വീട്ടിൽ നിങ്ങൾ എയർബിഎൻബി ചെയ്തില്ലായിരുന്നോ? അത് എങ്ങനെ പോകുന്നുണ്ട് ഇപ്പം? അത് നല്ല ബുക്കിംഗ് ഉണ്ട്. നെക്സ്റ്റ് 2 monthsന് ആക്ച്വലി ഫുൾ ബുക്കിംഗ് ആണ്. അതായത് കണ്ടിന്യൂസ്ലി ഓഫ് സീസൺ ആണല്ലോ. ഇതിങ്ങനെ ഇത്രയും ബുക്കിംഗ് വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അതാണ് ഞാനും ആക്ച്വലി സർപ്രൈസ്ഡ് ആണ്. ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ വെറുതെ കിട്ടിയെന്നുള്ള ഇതില് വെറുതെ പോസ്റ്റ് ചെയ്ത് എയർബിഎൻബിയിൽ പോസ്റ്റ് ചെയ്ത വീടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഓൾഡ് ട്രാഫോർഡ് സ്റ്റേഡിയം അടുത്താണ്, 5 minutes walkേ ഉള്ളൂ. അപ്പൊ സ്റ്റേഡിയത്തിൽ കളി വരുന്ന ദിവസമൊക്കെ മിനിമം ഒരു ബുക്കിംഗ് ഉറപ്പാണ്. അയ്യോ, ഒരു കാര്യം, നിങ്ങൾ പ്രൈസ് ലാബ് യൂസ് ചെയ്യുന്നുണ്ടോ? കാരണം എന്താണെന്ന് ഞാൻ അത് പറഞ്ഞത്, ഈ സ്റ്റേഡിയം ഇതുപോലെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ത്രൂ ബുക്കിംഗ് നമുക്ക് സ്റ്റേഡിയം വരാൻ നേരത്തെ അവിടെ എന്തെങ്കിലും ഗെയിംസ് വരാൻ നേരത്തെ ഭയങ്കര ഡിമാൻഡാവും. ഈ സമയത്ത് എത്ര ചാർജ് ചെയ്യണമെന്ന് നമുക്കൊരു ഐഡിയ കാണത്തില്ല. പക്ഷേ ഈ സ്മാർട്ട് പ്രൈസിങ്ങിന് യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് പ്രൈസ് ലാബ്. ഇതിനകത്ത് കയറാൻ നേരത്തെ നമ്മൾ ചിലപ്പം ചാർജ് ചെയ്യുന്ന 60 pound ആണെങ്കിൽ അവർ റെക്കമെൻഡ് ചെയ്യുന്നത് ചിലപ്പോൾ 200 pound ആയിരിക്കും. അപ്പോൾ അവർ 200 pound റെക്കമെൻഡ് ചെയ്യുന്നെങ്കിൽ അതിനർത്ഥം ആ എമൗണ്ട് ഇട്ടാലും ബുക്കിംഗ് വരും എന്നാണ്. കാരണം എന്താ, ഈ ഒരു ആപ്പ്, ഈ ഒരു പ്ലാറ്റ്ഫോം അവിടുത്തെ മാർക്കറ്റ് ഫുൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്. എന്നിട്ട് ബാക്കി വീടുകളൊക്കെ എത്രയ്ക്ക് പോകുന്നു, ആൾക്കാർ എത്രയൊക്കെ പേ ചെയ്യുന്നതെന്ന് അവർക്കറിയാൻ പറ്റും. മനസ്സിലായില്ലേ? ആ സമയത്ത് വേറൊന്നും കിട്ടിയില്ല എന്നാണെങ്കിൽ ആൾക്കാർ നമ്മൾ എടുക്കാൻ നേരത്തെ അത്രയും പേ ചെയ്യും. അവർ കളി കാണാൻ വരുന്ന, അവരങ്ങനെയാണ്, കളി കാണാൻ വരുന്നവർ അറിയാമല്ലോ, ദേ ഡോണ്ട് കെയർ. കാശ് എത്രയാണെങ്കിൽ അവർക്ക് അടുത്ത് നിന്നേ പറ്റൂ. അപ്പോൾ അതിനുവേണ്ടി അവർ പേയ്മെൻറ്റ് മേക്ക് ചെയ്യും. ഇവിടെയാണ് ഈ ഒരു സ്മാർട്ട് പ്രൈസിങ്ങിൻ്റെ ആവശ്യം നമുക്ക് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഇത് ലാൻഡ്ലോഡുമായിട്ട് സംസാരിച്ച് ഈ പ്രോപ്പർട്ടി സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകുന്നെങ്കിൽ ഡെഫിനറ്റ്ലി വർത്തായിരിക്കും പ്രൈസ് ലാബ് ചെയ്യുന്നത്. കാരണം അതിനകത്ത് കറക്റ്റായിട്ടുള്ള പ്രൈസ് നമ്മളിടാൻ നേരത്തെ നമ്മൾ 60, 50, 40, 25, 75 അങ്ങനെയൊക്കെ നമ്മൾ എടുത്തുള്ളൂ. ഇതങ്ങനെയല്ല, ഇത് കറക്റ്റായിട്ട് 68.5 pound അങ്ങനെയൊക്കെ അവർ കറക്റ്റാക്കി. 0.5 ഇല്ലാന്ന് തോന്നുന്നു, എന്നാലും അവർ അത്രയും വ്യക്തമായിട്ട് അവർക്കറിയാം എന്താണ്, എത്രയാണ് ഇടേണ്ടത്, എത്രയാണ് ആൾക്കാർ പേ ചെയ്യുന്നത് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും. ഇത്രയും ബുക്കിംഗ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വർത്തായിരിക്കും ചെയ്യുന്നത്, സൈനപ്പ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഓഫ് സീസൺ, ഇപ്പോൾ നമുക്ക് മാർച്ചാണ്, ഏപ്രിൽ മെയ് എന്ന് പറയുമ്പം അല്ല, ആക്ച്വലി സീസണിലേക്ക് വരികയാണ് കേട്ടോ. ഞാൻ ഓർത്തില്ല സീസൺ. കാരണം യു കെയിൽ, ഞാൻ ദുബായ് മൈൻഡ് വെച്ചാൽ സംസാരിക്കുന്നത്, ദുബായിൽ ചൂട് വരാൻ നേരത്തെ ബുക്കിങ്സ് കുറയും, യു കെയിൽ തിരിച്ചാണ്, ചൂട് വരാൻ നേരത്തെ ബുക്കിങ്സ് കൂടും. അപ്പം സീസൺ ആയി വരികയാണ് യു കെയിൽ ഇപ്പം, അതിൻ്റെ കൂടെ. പക്ഷേ എന്നാലും ഇത്രയും പെട്ടെന്ന് കൂടാറില്ല. എനിക്കെല്ലാം ബുക്കിങ്സ് കൂടുന്നത് ഒരു ജൂൺ ജൂലൈ ആകുമ്പോഴാണ് നല്ല രീതിയിൽ കൂടി തുടങ്ങുന്നത്. ഓഗസ്റ്റാണ് പീക്ക്. എനിക്ക് ഓഗസ്റ്റ് സെപ്റ്റംബറാണ് പീക്ക്. പക്ഷേ മാർച്ച് ഏപ്രിൽ എനിക്ക് വളരെ കുറവാണ്. പക്ഷേ ഞാൻ സെക്യൂർ ചെയ്തിട്ടുണ്ട്. എനിക്ക് കോൺട്രാക്ടേഴ്സ് 3 മാസത്തേക്ക് 3 ഫുൾ മന്ത് അവർക്ക് ബുക്ക് ചെയ്ത് എനിക്ക് 1800 pound നെറ്റ് പ്രോഫിറ്റ് എല്ലാ മാസവും. ഗ്രോസ് അല്ല, നെറ്റ് 1800 pound എൻ്റെ അക്കൗണ്ടിൽ കയറും, എല്ലാ ചിലവും കഴിഞ്ഞിട്ട്. അത്രയും എനിക്ക് 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് എനിക്കൊരു ബുക്കിംഗ് കിട്ടിയായിരുന്നു. അത് ഓഫ് സീസൺ ടൈമിൽ, ഈ പറഞ്ഞ മാർച്ച്, ഏപ്രിൽ, മെയ് ഈ ഒരു ടൈമിൽ എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടിയാൽ അടിപൊളിയാണ്. നമുക്ക് പ്രത്യേകിച്ചൊന്നും അറിയണ്ട. വാടകക്കാർ കയറുന്ന കണക്ക് കയറിക്കഴിഞ്ഞാൽ ഒന്നും അറിയാനുമില്ല. ഓൾസോ വാടകക്കാർ കയറുന്ന കാശല്ല, അതിനെക്കാട്ടിയും നല്ല പ്രീമിയം എമൗണ്ടാണ് നമുക്ക് കിട്ടാനും പോകുന്നത്. അപ്പം അങ്ങനത്തെ ബുക്കിംഗ് വന്നാൽ അടിപൊളി. അങ്ങനത്തെ ബുക്കിങ്സ് കിട്ടാൻ യു ക്യാൻ യൂസ് കോംഫി വർക്കേഴ്സ്, ഹൗസിംഗ് എനിവെയർ, ഇത് കണക്കത്തെ പ്ലാറ്റ്ഫോംസിലൊക്കെ ലിസ്റ്റ് ചെയ്യാം. ഓൾസോ ഓപ്പൺ റെൻറ്റിൽ കയറി നമ്മൾ ഈ ഒരു വീട് മിഡ് ടേം ലെറ്റായിട്ട് നമുക്ക് അഡ്വർടൈസ് ചെയ്യാം. മനസ്സിലായില്ലേ? നമുക്ക് ഇപ്പം തന്നെ നിങ്ങളിപ്പോൾ നിൽക്കുന്ന റൂമില്ലേ, നിങ്ങൾ നിൽക്കുന്ന റൂമില്ല, ആ സ്പെയർ ആയിട്ട് എയർബിഎൻബിയിൽ ഇട്ടേക്കുന്ന റൂമിനകത്ത് യു ക്യാൻ ഡു ദിസ്. ഇപ്പോൾ എയർബിഎൻബിയിൽ ഒരു നൈറ്റ് നിങ്ങൾ എത്ര ചാർജ് ചെയ്യുന്നത് ടൈംസ് 30 ആയിരിക്കുമല്ലോ ഒരു മാസത്തേക്ക് എയർബിഎൻബി കൂടെ ബുക്കിംഗ് വന്നാൽ. അതിൽ നിന്ന് സ്വല്പം കൂടെ ഒന്ന് കുറയ്ക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇനഫ് പ്രോഫിറ്റ് ഉള്ളൊരു പ്രൈസ് ആക്കിയതിന് ശേഷം ആ പ്രൈസിന് 3 മാസത്തേക്ക് അവൈലബിൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്പൺ റെൻറ്റിൽ കൊണ്ട് പോസ്റ്റ് ചെയ്യണം.
മനസ്സിലായോ? അപ്പോൾ ഓപ്പൺ റെൻറ്റിൽ കയറുമ്പോഴത്തേക്ക് ആൾക്കാർ അതിനകത്തും ചില ആൾക്കാർ സെർച്ച് ചെയ്യും, കുറച്ച് നാളത്തേക്ക് എനിക്ക് എവിടെയെങ്കിലും പറ്റുമോ, 3 മാസത്തേക്ക് മതി, എനിക്ക് മെസ്സേജ് വരാറുണ്ട് ഒരുപാട്. അങ്ങനെയുള്ളവർക്ക് അത് സ്യൂട്ടബിൾ ആണെങ്കിൽ അവർ പേ ചെയ്യാത്. കാരണം അവർക്ക് ഒരിക്കലും ഒരു റൂമായിട്ട് 3 മാസത്തേക്ക് എവിടെയും കിട്ടാൻ പോകുന്നില്ല എന്താ വന്നാലും. അപ്പോൾ നമ്മൾ കുറച്ച് പ്രീമിയം ചാർജ് ചെയ്താൽ റീസണബിൾ ആണെങ്കിൽ ദിൽ മേക്ക് ദ പേയ്മെൻറ്റ്, അവർക്ക് തരും. കാരണം അവർ പീപ്പിൾ ഓൾവേസ് പേ ഫോർ 2 തിങ്സ്. ഒന്ന് കൺവീനിയൻസ്, 2 സ്പീഡ്. ഈ 2 കാര്യത്തിന് എപ്പോഴും പേയ്മെൻറ്റ് വയ്ക്കും. അപ്പോൾ ഇവിടെ കൺവീനിയൻസ് ഉണ്ട്, സ്പീഡും ഉണ്ട്. കാരണം നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇറ്റ്സ് വെരി ഈസി ഫോർ ദം. അവർ ടെമ്പററി ആയിട്ട് വല്ല വീട് മാറിയോ, അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് ഒരു എക്സാം പ്രിപ്പറേഷന് വരികയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രണ്ടിനെ കാണാൻ 1 മാസത്തേക്ക് ഇന്ന സ്ഥലത്ത് വന്ന് നിൽക്കുന്ന ഇതുപോലത്തെ കുറേ ആൾക്കാർ കാണും. അപ്പോൾ അവരെയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേ കണക്ക് ലിസ്റ്റ് ചെയ്താൽ അടിപൊളിയായിരിക്കും. അപ്പോൾ അതും കൂടെ ട്രൈ ചെയ്തോ, ഇപ്പോൾ ഇട്ടേക്കുന്ന ലിസ്റ്റിംഗ് കൂടാതെ. ഓൾസോ പ്രൈസ് ലാബ് ഒരുപാട് ബുക്കിംഗ് വരുന്നെങ്കിൽ വേണമെങ്കിൽ യു ക്യാൻ വെയിറ്റ് ഫോർ ഫ്യൂ മോർ മന്ത്സ്. ഇഷ്ടംപോലെ ബുക്കിംഗ് വരുന്നെങ്കിൽ സൈനപ്പ് ചെയ്തോ, ഡെഫിനറ്റ്ലി ഭാഗത്തായിരിക്കും. അധികം ഞാൻ ഇത്രയും ബുക്കിംഗ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അതാണ്, അതുണ്ട്. 2 മാസത്തിന് ഫുൾ ബുക്കിംഗ് ആണ് ഇനി വരുന്ന 2 മാസം. അടിപൊളി ബുക്കിംഗ് ആണ്. എനിക്ക് തോന്നുന്നു നമുക്ക് മറ്റേ ആരായിരുന്നു, അമീനാന്ന് തോന്നുന്നു നമ്മളെ ക്ലബിനകത്തിട്ടത് ഓക്സ്ഫോർഡിൽ. അത് എനിക്ക് അത്രയും അമീൻ്റെ എനിക്ക് തോന്നുന്നു ഓവർ 98% ബുക്കിംഗ് ആണെന്ന് തോന്നുന്നു. അത് കംപ്ലീറ്റ്ലി എനിക്ക് തോന്നുന്നു അവിടെ ഇവിടെയും ചെറിയ ഗ്യാപ്സേ ഉള്ളൂ. അപ്പം നല്ല, അതെ അവർ എനിക്ക് തോന്നുന്നു വൈഫ് ഇൻറ്റീരിയർ ഡിസൈനർ ആണെൻ്റെയാണ്. അപ്പം അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനകത്ത് പ്രൈസ് ലാബിന് ഒരു യൂസും കൂടെ ഉണ്ട്, ഒരു അഡ്വാൻറ്റേജും ഉണ്ട്, അതും കൂടെ ഞാൻ മെൻഷൻ ചെയ്യാം. നമ്മൾ ഇപ്പം മിനിമം നൈറ്റ്സ് എത്ര ഇട്ടിരിക്കുന്നത്? 1 നൈറ്റ് ആണോ 2 നൈറ്റ്സ് ആണോ? 60 ആണ്. അല്ല അത് തന്നെ. ഇപ്പം ഞാനിപ്പം കൂടുതലും എൻ്റെ അപ്പാർട്ട്മെൻറ്റ്സിലെല്ലാം ഞാൻ ഇട്ടേക്കുന്നത് യു ഹാവ് ടു സ്റ്റേ മിനിമം 2 നൈറ്റ്സ് എന്നാണ്. അങ്ങനെ ഇട്ടിട്ടില്ല അല്ലേ? അപ്പോൾ കുഴപ്പമില്ല, അപ്പം ഇറ്റ്സ് ഫൈൻ. കാരണം ബെഡ്റൂമായിട്ട് കൊടുക്കുന്നതല്ലേ, അപ്പം അത് കുഴപ്പമില്ല. അപ്പം കാരണം അങ്ങനെ ഇടാൻ നേരത്തെ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. നമുക്ക് ഇപ്പം ലെറ്റ്സ് സേ 1-ാം തീയതി ഒരാൾ ബുക്ക് ചെയ്ത് അയാൾ 3-ാം തീയതി ഇറങ്ങുന്നു, 4-ാം തീയതി അടുത്ത ആൾ കയറുന്നു. അപ്പം 3-ാം തീയതി നൈറ്റ് ബുക്കിംഗ് കിട്ടത്തില്ല. കാരണം എന്താ, ഒരു നൈറ്റാണ് നമ്മൾ ഇട്ടേക്കുന്നത്, മിനിമം 2 നൈറ്റ്സാണ്. അപ്പോൾ ആർക്കും ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഓട്ടോമാറ്റിക്കലി ആ കലണ്ടർ ബ്ലോക്ക് ആവും. അപ്പോൾ നമ്മൾ ആ ദിവസം മിസ് ഔട്ട് ചെയ്യും. അപ്പോൾ അത് സോർട്ട് ചെയ്യാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പ്രൈസ് ലാബിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഒരു ഗ്യാപ്പ് വരികയാണെങ്കിൽ അവിടെ ഒരു നൈറ്റ് അവൈലബിൾ ആയി മാറും ഓട്ടോമാറ്റിക്കലി. എന്നിട്ട് അതിൻ്റെ പ്രൈസ് ചിലപ്പോൾ നല്ല രീതിയിൽ കുറയ്ക്കും. ആ ഒരു ദിവസം ഒരാൾക്ക് നിൽക്കുന്നതൊക്കെ നല്ല ചീപ്പായിട്ട് കിട്ടും. കാരണം ഫോളസ് അത് വോയിഡ് പീരീഡ് വരുന്നതിനെക്കാട്ടി നല്ലതാണ് എന്തെങ്കിലും കിട്ടുന്നത്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ അതിനകത്തുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ഇനി ഈ ബുക്കിംഗ് എടുത്ത് ഗസ്റ്റ് റിവ്യൂസ് കറക്റ്റായിട്ട് തരുന്നുണ്ടോ? അതോ റിവ്യൂസിന് ഞാൻ റിക്വസ്റ്റ് അല്ല, ഞാൻ ചോദിക്കാറുണ്ട്, പറ്റുമെങ്കിലും റിവ്യൂ ഇടണം എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പൊ ഞാൻ മീറ്റ് ചെയ്യുകയാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പൊ കീ സേഫ് വഴി അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ അധികം ഗസ്റ്റിനെ മീറ്റ് ചെയ്യാനും നിൽക്കാറില്ല. അധികവും ഞാൻ വ്യൂവിങ്ങിനും അങ്ങനെയൊക്കെ ബിസി ആയിരിക്കുമല്ലോ. അപ്പൊ എപ്പോഴും അവിടെ തന്നെ അവർക്ക് അവൈലബിൾ ആവാൻ പറ്റാറുണ്ട്. അപ്പം കാണുമ്പോൾ ഞാൻ പിന്നെ മെസ്സേജ് ഒക്കെ അയക്കുവാണെങ്കിൽ ഞാൻ പറയും, പ്ലീസ് ഗിവ് us a good review if you had a nice stay എന്നൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. കൂടുതൽ ബുക്കിംഗ് ആക്ച്വലി booking.com-ലൂടെയാണ് വരുന്നത്. കുറവല്ല, മീൻസ് കൂടുതൽ booking.com ആണ്. റിവ്യൂ എന്തായാലും തരാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞുതരാം. ഒരു 10-20 ചോക്ലേറ്റ് വാങ്ങിച്ച് വെച്ചേക്കണം, ചെറുത്, 1 പൗണ്ടിൻ്റെ വല്ലം. എന്നിട്ട് അതിൻ്റെ ഒരു ബാക്കിലൊരു പേപ്പർ നോട്ട് എഴുതണം. എന്നിട്ട് താങ്ക്സ് ഫോർ സ്റ്റേയിങ് വിത്ത് അസ് എന്ന് പറഞ്ഞിട്ട് ഐ വുഡ് റിയലി അപ്രീഷിയേറ്റ് ഇഫ് യു ഗിവ് us a good review എന്ന് പറഞ്ഞിട്ട് ചോക്ലേറ്റിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് അവിടെ എവിടെയെങ്കിലും വെച്ചിരുന്നാൽ മതി. അതൊരു 1 പൗണ്ടിൻ്റെ ചോക്ലേറ്റ് ആയാലും മതി, ചെറിയൊരു ചോക്ലേറ്റ്. അവർക്ക് നമ്മളൊരാൾക്ക് പ്രസൻ്റായിട്ട് കൊടുക്കുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ഹാപ്പി ആവും. അതിൻ്റെ വില നോക്കിയിട്ടല്ല ഡിസൈഡ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ജസ്റ്റ് അത്രയും മാത്രം ചെയ്താൽ മതി. നമുക്ക് മെസ്സേജ് ചെയ്യേണ്ട, ഒരു ക്രിഞ്ചായിട്ടുള്ള റിവ്യൂ തരാമോ അങ്ങനെ ചോദിക്കേണ്ട ഒന്നുമില്ല. വെരി ഈസി, മനസ്സിലായില്ലേ? അവരും ഹാപ്പി ആവും, നമുക്ക് റിവ്യൂ കിട്ടുകയും ചെയ്യും. പിന്നെ ബാഡ് റിവ്യൂ വരാതെ നോക്കിയാൽ മതി. വന്നു കഴിഞ്ഞാൽ കുറച്ച് മെനക്കേടാണ് സോർട്ട് ചെയ്യാൻ, അപ്പം ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ കുറച്ച് സാധനം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പം UK ഈ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് പോലെ നടക്കുകയാണല്ലോ. നമുക്ക് ഈ ഗ്രോ ചെയ്യാൻ പറ്റുന്നില്ല, സ്റ്റക്കായി നിൽക്കുന്നത്, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പം പല ആൾക്കാർക്കും മനസ്സിലായി തുടങ്ങുന്നുണ്ട്
ഓക്കെ എന്തെങ്കിലും മാറി ചെയ്തിട്ടേ കാര്യമുള്ളൂ. ചില ആൾക്കാർ ഇപ്പോഴും അവർലി പേ കൂടുതലുള്ള ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചില ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് ബിസിനസ് തുടങ്ങിയാൽ ഹെൽപ്പ് ചെയ്യും. പക്ഷെ പല ആൾക്കാർക്കും ഒരു ഐഡിയയും ഇല്ല എന്ത് ബിസിനസ്, എന്താണ് വർക്ക് ആവുന്നത് എന്നുള്ള കാര്യങ്ങൾ. എല്ലാം വർക്കാവും, ട്രൈ ചെയ്താൽ എല്ലാം വർക്കാവുന്നതാണ്. പക്ഷെ എന്നാലും ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവരടുത്ത് എന്തായിരിക്കും പറയാൻ പറ്റുന്നത്, എന്ത് ആക്ഷൻ എടുക്കാനായിരിക്കും പറയാൻ പറ്റുന്നത്? അതായത് എനിക്ക് പറയാനാണെങ്കിൽ ഈ 9 to 5 ജോബ് ചെയ്തിട്ട് മാത്രമേ പൈസ ഉണ്ടാക്കാൻ പറ്റൂ എന്ന് മൈൻഡ് സെറ്റ് ഉള്ളവരാണ് കൂടുതലെന്നാണ് തോന്നുന്നത്. പിന്നെ ഒരുപാട് ആൾക്കാർ ഒരു വഴിയിലേക്ക് നടക്കുന്നു. അപ്പം അവർക്കും ആ വഴിയെ വേണ്ടു എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർക്കാണ് ഈ ബുദ്ധിമുട്ട് കൂടുതലും. കാരണം അവർക്ക് ഈ കഷ്ടപ്പാട് പറയാനാണ് താല്പര്യം. അയ്യോ UK-ലൊന്നുമില്ലേ, UK-ൽ അതാണ് ഇതാണെന്ന് പറഞ്ഞ് ഇങ്ങനെ കരയണം. അതിനു വേണ്ടി സമയം കളയാണ്ട് അവനവനില് ഇൻവെസ്റ്റ് ഓൺ യുവർ സെൽഫ്. അതായത് ഇപ്പം എന്റെ ഒരു മെന്ററിനെ ഫൈൻഡ് ചെയ്ത് അവനവന് വളരാനുള്ള എന്തെങ്കിലും പഠിക്കാൻ ചേരുവ. അവർക്ക് അതിനൊന്നും പൈസ ഒന്നും ചെലവാക്കാൻ വയ്യ. വേറെ പല കാര്യങ്ങൾക്കും പലതും ചെയ്യാൻ ഓക്കെയാണ്. പക്ഷെ അങ്ങനെ അവനവൻ ഗ്രോ ചെയ്യാനുള്ള എന്തിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് പഠിച്ച് പലതും ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് ഈ 9 to 5 റാറ്റ് റേസ് ആണല്ലോ ട്രെൻഡ്. അത് സ്റ്റോപ്പ് ചെയ്ത് അവനവന് പറ്റുന്ന എന്താണെങ്കിലും ചെറിയ ആക്ഷൻ ആണെങ്കിലും എടുത്താൽ റിസൾട്ട് ഉണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കിയത് ക്ലബാണ്. ആക്ച്വലി ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് അയ്യോ അയ്യോ എന്ന് പറയാണ്ട് ചെറിയൊരു ആക്ഷൻ എടുക്കുക, സക്സസ് ഉറപ്പാണ് 100%. ആരെങ്കിലും ആയിട്ട് ആക്ച്വലി ആരെങ്കിലും ആയിട്ട് ഉണ്ടാവും മുന്നിൽ നമുക്ക് ഒരു വഴി ലീഡ് ചെയ്യാനോ. അല്ലെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് ഒരു ക്ലയന്റ് ആയാലും അവര് ഉണ്ടാവും നമുക്ക് വേണ്ടി എന്ന് പറയുന്ന പോലെ റെഡി ആയിട്ട് ഉണ്ടാവുന്നതാണ് എനിക്ക്. കാരണം ഞാനിപ്പം സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് കോള് തന്നെ എനിക്ക് മേ ബി ഫസ്റ്റ് കോളൊക്കെ ന്യൂ ആയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഫസ്റ്റ് തന്നെ കാണുന്ന ലാൻഡ് ലോഡ് ഭയങ്കര വെൽക്കമിങ്ങും ആൾക്ക് ഞാൻ പിന്നെ എല്ലാരും ചോദിക്കുക ടു യങ് ഫോർ എ ബിസിനസ് എന്നാണ് അവര് എന്നെ കണ്ടത്. ടു യങ് ഞാൻ പറയുന്നത് അങ്ങനെയൊന്നുമില്ല, ഇതാണ് ആഗ്രഹം അതുകൊണ്ട് ചെയ്യുന്നു. കൂടുതൽ ആൾക്കാർ അങ്ങനെ. ഈ ഒരു ഇംഗ്ലീഷ് ഏജന്റിനെ ഞാൻ മീറ്റ് ചെയ്തപ്പോ റിയലി ഇംപ്രസ്ഡ്, യു ആർ ടു യങ് ഫോർ എ ബിസിനസ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി എന്നെ ഇങ്ങനെ പൊക്കിയടിക്കുകയായിരുന്നു. അത് കൊള്ളാം. അപ്പം ഈ ആൾക്കാർ സോ വെൻ യു സേ ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്, പല ആൾക്കാരും കാരണം എൻ്റെ അടുത്ത് ഈ എക്സ്ട്രാ ഇൻകം, പാസീവ് ഇൻകം, ഇങ്ങനെ കുറേ ആൾക്കാർ എൻ്റെ അടുത്തേക്ക് വരാറുണ്ട് കേട്ടോ. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ പറയാം. അവർക്ക് പൈസ സേവിങ്സ് ഉണ്ട് കേട്ടോ. ഇവർക്കിത് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് മന്ത്ലി ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കണം ഇങ്ങനെ എല്ലാ മാസവും. അപ്പം അങ്ങനൊരു സംഭവം ഇല്ല, മനസ്സിലല്ലേ? നമ്മൾ പൈസ എവിടെയെങ്കിലും ഇട്ടാൽ യുനോ ആകാശന് ആർക്കെങ്കിലും തിരിച്ചു തരാം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ പൈസ ഒരിടത്ത് കൊണ്ടിട്ടിട്ട് ഇന്ന് കൊണ്ട് പൈസ ഇട്ടിട്ട് വിത്തിൻ 30 days പിന്നെ തൊട്ട് എല്ലാ മാസവും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കീമില്ല. അപ്പം ഇനി അങ്ങനെ എന്തെങ്കിലും ഭയങ്കര റിട്ടേൺസ് ഉള്ള ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും അതൊരു സ്കാമാണ്. അത് പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല അതിനകത്ത്. അത് പോസിബിൾ അല്ല. ഇനി അങ്ങനെ പോസിബിൾ ആണെങ്കിൽ തന്നെയും അത് നമ്മൾ എന്തെങ്കിലും പ്രോപ്പർട്ടിയോ അവിടെ വല്ലതും ഇൻവെസ്റ്റ് ചെയ്താൽ ആണ് കിട്ടുന്നത്. അതും ഗ്യാരൻറ്റീഡ് അല്ല. നമ്മൾ നല്ലൊരു പ്രോപ്പർട്ടി എഫേർട്ട് ഇട്ട് ഡ്യൂ ഡിലിജൻസ് ചെയ്ത് കണ്ടുപിടിച്ചാലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരത്തുള്ളൂ. അല്ലാതെ വെറുതെ ഇരുന്ന് ഇങ്ങനെ പൈസ ഇട്ട് അടുത്ത മാസം തൊട്ട് മന്ത്ലി ഒരു ഇൻകം കിട്ടുക, ഫിക്സ്ഡ് ഇൻകം കിട്ടുക, എൻ്റെ അടുത്തൊരു 20,000 pound സേവിങ്സ് ഉണ്ട് അല്ലെങ്കിൽ 5,000 pound ഉണ്ട് എന്നുള്ള ആൾക്കാരാണ് കൂടുതലും എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നത്. അപ്പം ഇങ്ങനൊരു സാധനം ഇല്ല എന്ന് പറയുമ്പോൾ അവർക്ക് ഈസി ക്വിക്കർ വേ ഓഫ് മേക്കിംഗ് മണിയാണ് എല്ലാവരും നോക്കുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് ഇൻവെസ്റ്റ് ചെയ്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. ആർക്കും സെൽഫായിട്ട് ഞാൻ ഒരിക്കലും അവരോട് പറയത്തില്ല യു ഷുഡ് ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. അതിന് റീസൺ എന്താണെന്നറിയാമോ? അൺഫോർച്ചുനേറ്റ്ലി ഞാൻ തന്നെ അറിയാതെ ഞാനൊരു മെൻറ്റർ പൊസിഷനിലോട്ട് എത്തിപ്പോയി. സോ ഇഫ് ഐ ടെൽ ദം, അവർ വിചാരിക്കും ഇവന് കാശ് വേണം അതുകൊണ്ടാണ് ഇവനിങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അത് പറയാറില്ല. ഞാൻ ആകെ പറയുന്നത് നിങ്ങൾ പോയി പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തോ വീട് വാങ്ങിച്ച് ഇങ്ങനെ പറയത്തുള്ളൂ. കാരണം നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ അത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും, നിങ്ങൾ ചെയ്ത് റിസൾട്ട് കിട്ടും. ഞാൻ പറയുമ്പോൾ അത് വേറെ രീതിയിലെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരിക്കലും അങ്ങനെ പറയാത്തത്. അപ്പം ഇതുകൊണ്ട് ആൾക്കാർ ഇതാണ് സത്യാവസ്ഥ. സത്യം പറഞ്ഞാൽ നമുക്ക് നടക്കത്തില്ല. നമുക്ക് എവിടെയും അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് മന്ത്ലി കിട്ടത്തില്ല. ഇനി
കിട്ടും വളരെ ചെറിയ റിട്ടേൺസ്. നമ്മൾ ഈ പറയുന്ന കണക്ക് 5000 പൗണ്ട് ഇട്ടിട്ട് എല്ലാ മാസവും 500 പൗണ്ട് വെച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ നടപ്പുള്ള കാര്യമല്ല. അങ്ങനെയൊന്നും കിട്ടത്തില്ല. അതും പലർക്കും ലൈഫ് ലോങ് ഇങ്ങനെ കിട്ടിക്കൊണ്ടെങ്കിരിക്കണം ചെറിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത്. അപ്പം ഇതിങ്ങനെ ഇല്ല എന്ന് ആദ്യം ഫസ്റ്റ് മനസ്സിലാക്കണം. അതിനുശേഷമാണ് ഈ ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ് എന്ന് പറയുന്നത്. ഞാൻ ഒന്നും കൂടെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ, ലേൺ എ ഹൈ ഇൻകം സ്കിൽ, അല്ലെങ്കിൽ നമ്മളെ സെൽഫായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുക, ചെയ്യുക. അത് മൈൻഡ് സെറ്റ് ആണെങ്കിലും എന്തെങ്കിലും നോളജ് ആണെങ്കിലും വേറൊരു സ്കിൽ സെറ്റ് ആണെങ്കിലും പഠിക്കുക. എന്നിട്ട് യൂസ് ദാറ്റ് സ്കിൽ സെറ്റ് ടു മേക്ക് മോർ മണി. അത് ഒരു പ്രോഡക്റ്റോ സർവീസോ ആയിട്ട് അത് ആവശ്യമുള്ള ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യുക. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ബിക്കമിങ് എ പ്ലംബർ. നമ്മളൊരു പ്ലംബിങ് പഠിക്കുന്നു, അതൊരു സ്കിൽ സെറ്റാണ്, അത് നല്ലൊരു സ്കില്ലാണ് അത്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്ന, ആ സ്കില്ല് നമുക്കുണ്ട്, നമ്മൾ അതിനകത്ത് എക്സ്പേർട്ടാണ്. അറിയാത്ത കുറേ ആൾക്കാരുണ്ട്, അവർക്ക് പൈപ്പിൻ്റെ ഒരു എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ നമ്മൾ സോർട്ട് ചെയ്ത് നമ്മൾ തന്നെ വേണം. അപ്പോൾ നമ്മളൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് വി ചാർജ് വൺ ഓഫ് പേയ്മെൻറ്റ് ഒരു 120 പൗണ്ട് ഇത് സോർട്ട് ചെയ്യാൻ. അവർക്ക് ചിലപ്പോൾ 5 മിനിറ്റത്തെ ജോലിയേ ഉള്ളൂ, 5 മിനിറ്റിൽ 120 പൗണ്ട് കിട്ടി. പക്ഷെ നമ്മൾ ജോലിക്ക് പോകണമെങ്കിലോ ഒരു ദിവസം നോക്കിയാണ് 120 പൗണ്ട് കിട്ടാൻ. അതാണ് സ്കിൽ സെറ്റ് പഠിച്ചിട്ട് സർവീസ് ബേസ്ഡ് ചാർജ് ചെയ്യുന്നത്. പക്ഷേ അവർലി പേ അല്ല നമുക്ക് കിട്ടുന്നത്. അപ്പം എനിക്കറിയാം എല്ലാവരും പറയുന്ന ഡയലോഗുണ്ട്, നെവർ ട്രേഡ് യുവർ ടൈം ഫോർ മണി. പക്ഷേ ഇനിഷ്യൽ സ്റ്റേജസിൽ നമുക്ക് ടൈം ട്രേഡ് ചെയ്യേണ്ടി വരും കുറേയൊക്കെ, ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്. മനസ്സിലായില്ലേ? അപ്പം എന്നിട്ടാണ് നമ്മൾ ഫർദർ ഒന്നും കൂടെ സ്മാർട്ടറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രോപ്പർട്ടിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ചും കൂടെ പാസീവാക്കിയൊക്കെ മാറ്റുന്ന കുറേ കാര്യങ്ങളൊക്കെ ഔട്ട്സോഴ്സ് ചെയ്യുന്നു. പക്ഷേ ഇനിഷ്യലി നമുക്ക് എഫേർട്ട് ഇടേണ്ടി വരും. അങ്ങനെ ഇറ്റ്സ് നോട്ട് വെരി ഈസി പറയുന്നതാണ്. അപ്പം അത് കണക്ക് അതാണ് സുപ്രിയ ഉദ്ദേശിച്ചത്. ഈ വെൻ ഷീ സെഡ് ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ് എന്ന് പറയുന്നത് എന്തെങ്കിലും പഠിക്കുക എന്നിട്ട് അത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതെ അതെ കാര്യമില്ല. അതെ 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 ഇറങ്ങിയിട്ട് ചെയ്യണം. അതായത് എല്ലാം അറിയാം, പക്ഷെ ഒന്നും അങ്ങോട്ട് തുടങ്ങാനുള്ള ഒരു സ്റ്റാർട്ടിംഗ് ട്രബിളോ എന്താ അറിയില്ല. അതെ, അതിന് ഏറ്റവും ബെസ്റ്റ് ഓൾറെഡി ആ കാര്യം ആരാ ചെയ്യുന്നത് നോക്കുക. ജസ്റ്റ് ഗോ ടു ദം ആൻഡ് ആസ്ക് ദം. അതാണ് എൻ്റെ ഒരു പോളിസി. എനിക്ക് എന്തെങ്കിലും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എഫേർട്ട് ആ കാര്യം എങ്ങനെ ചെയ്യുന്നു എന്നല്ല ഞാൻ നോക്കുന്നത്. എൻ്റെ യൂട്യൂബ് സെർച്ച് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ കാണാം, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്താൽ ഇപ്പം അതാരാ ചെയ്യുന്നതെന്ന് ഞാൻ നോക്കും. കറൻലി നല്ലൊരു പൊസിഷനിൽ ആരാണത് ചെയ്യുന്നത് നോക്കി അങ്ങനത്തെ ഒരു 5 ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് അവരെ ഞാൻ സ്റ്റഡി ചെയ്യും. എന്നിട്ട് അവർക്ക് എങ്ങനെ റിസൾട്ട് കിട്ടുന്നതെന്ന് റിവേഴ്സ് എഞ്ചിനീയർ ചെയ്യും. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് പക്ഷേ ഞാൻ ചെയ്യാത്തത്. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും, ഓക്കെ അവരിത് ചെയ്യുന്നുണ്ട് ഞാനിത് ചെയ്യുന്നില്ല. അപ്പം അവരിത് ചെയ്യുന്നുണ്ട്, അവർക്ക് റിസൾട്ട് കിട്ടുന്നതുകൊണ്ടാണല്ലോ അവർ ആ പൊസിഷനിൽ നിൽക്കുന്നത്. സോ മേ ബി ഐ ഷുഡ് ഡു ദ സെയിം. അത് ഐ ഡോണ്ട് നീഡ് ടു ആസ്ക് ദം എന്തിനാണ് അവരത് ചെയ്തതെന്ന്. ജസ്റ്റ് ഡു ദാറ്റ്, അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പം ഒന്നിൽ ഇഫ് ഐ ഡോണ്ട് നീഡ് ടു പേ ദം, ജസ്റ്റ് കോപ്പി വാട്ട് ദേ ആർ ഡൂയിങ്, സിമ്പിൾ ആസ് ദാറ്റ്. അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക, വിളിക്കുക, കോൺടാക്ട് ചെയ്യുക, മേക്ക് എ പേയ്മെൻറ്റ്, ടെൽ ദം ക്യാൻ യു ടീച്ച് മീ ദിസ്, ഞാനത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് എൻ്റെ വേ ഓഫ് ഇംപ്രൂവിങ്. എന്ത് ചെയ്യാനാണെങ്കിലും അത് ചെയ്യുന്ന ആൾക്കാരെ നോക്കുക, കോപ്പി പേസ്റ്റ് ചെയ്യുക. എന്നിട്ടും റിസൾട്ട് കിട്ടുന്നില്ല, സ്ലോ ആണെങ്കിൽ ഐ കോൾ ദം ആൻഡ് പേ ദം. ആണ് സിമ്പിളസ്റ്റ് വേ. എനിക്ക് ഇഫ് ഐ തിങ്ക് എനിക്ക് എന്തായാലും ഈ ഒരു കാര്യം അച്ചീവ് ചെയ്യണം എന്നാണെങ്കിൽ ഞാൻ അങ്ങനെ ആയിരിക്കും ഞാൻ എപ്പോഴും ചെയ്യുന്നത്. അതാണ് ഈസി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓൾറെഡി ഈ പാത്ത് ഫോളോ ചെയ്ത് സക്സസ് ആയ ആളുടെ പാത്ത് തന്നെ നമുക്ക് ഫോളോ ചെയ്യുമ്പോൾ എളുപ്പമാണ് കാര്യങ്ങൾ. ഒന്നും സ്കാറ്റേർഡ് അല്ല, ഒക്കെ അറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. പിന്നെ പഠിപ്പിച്ചും തരുമ്പം അതെ കുറച്ചും കൂടി എളുപ്പമാണ് കാര്യങ്ങൾ. UK-ലല്ലാതെ വേറെ എവിടെയെങ്കിലും നിന്നിട്ടുണ്ടോ അതോ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് വന്നായിരുന്നോ? ബാംഗ്ലൂർ. അപ്പോൾ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് എങ്ങനെയാണ് ഫീൽ ചെയ്തത് സ്ഥലം മാറിയപ്പോഴത്തേക്ക്? പിന്നെ ഫ്ലെക്സിബിൾ എന്താണ് എവിടെ കൊണ്ടുപോയിട്ടാലും മറ്റേ ആ ഒരു ഇതാണ്. എവിടെയാണെങ്കിലും ഓക്കെയാണ് നമ്മള്. അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ സോറോ പറഞ്ഞിങ്ങനെ, അതായത് ബുദ്ധിമുട്ടാണ് കാരണം അറിയില്ല, ഈ വളർന്നു വന്ന ആ ഒരു ഇതിന്റെ ആവാം. എവിടെ പോയാലും ഞാൻ ഓക്കെയാണ്, എന്തിനോടും കോപ്പപ്പ് ചെയ്യാനുള്ള ഒരു സംഭവമുണ്ട്. അപ്പം അങ്ങനെ ഒന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ മേ ബി കുറച്ച് ഹോംസിക്ക് ഉണ്ടായിട്ടുണ്ടാവും, അതൊക്കെ ഉണ്ടായിട്ടുള്ളൂ. മനസ്സിലായി. ഈ ലൈഫ് സ്റ്റൈൽ വൈസ് UK-ൽ കുറച്ചും കൂടെ ഹയർ സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നിക്കാറില്ലേ? സ്പെൻഡിങ്ങിന്റെ അത് മേ ബി ഉണ്ടാവും കൂടുതലാണ്. നാട്ടിൽ 30,000 സാലറി വെച്ച് വാങ്ങുന്ന സാധനങ്ങളല്ലല്ലോ നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ
അതൊക്കെ ഒരു ശരിക്കും ഒരു ഗ്രോത്ത് തന്നെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം പലതും നാട്ടിൽ നിന്ന് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത പലതും ഇവിടെ വന്നിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ചേഞ്ച് ആയിട്ട് തോന്നിയില്ല. പിന്നെ യു കെ തന്നെ ആയിരുന്നു എന്റെ പ്ലാനിലുണ്ടായിരുന്നു. ടൈം ആയപ്പോ യു കെ പോകണം തന്നെ ആയിരുന്നു. അപ്പം ഇവിടെ എത്തിപ്പെട്ടല്ലോ. അപ്പൊ പിന്നെ ഇവിടെ ഇതിനെ ഇങ്ങനെ കുറ്റം പറയാൻ പറ്റൂലല്ലോ. പോണം എന്ന് പറഞ്ഞ് പോയ സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ, 1-2 വട്ടമൊക്കെ പറഞ്ഞിട്ടുണ്ട്. വരണ്ടായിരുന്നൊക്കെ. പിന്നെ എന്റെ ബ്രദറൊക്കെ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട, നാട്ടിൽ തന്നെ എന്തെങ്കിലും ചെയ്യും, നാട്ടിൽ പലതും ചെയ്യാൻ പറ്റും, നാട്ടിൽ എന്തെങ്കിലും ചെയ്യുന്ന പറഞ്ഞിട്ട് അവരൊക്കെ ഇതാ കേൾക്കുന്നത്. ഇപ്പൊ ചിലപ്പോ ഇതൊക്കെ കേൾക്കുമ്പോ അവര് വിചാരിക്കും, നമ്മളൊക്കെ അവിടെ പോയി രക്ഷപ്പെടണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ വരണ്ടെന്ന് പറഞ്ഞൊക്കെ അവര് വിചാരിക്കും എന്ന് എനിക്കറിയില്ല. പക്ഷെ അതുകൊണ്ടല്ല, നാട്ടിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ എനിക്ക് തോന്നുന്നു യു കെയിലേക്ക് വരാൻ നേരത്തെ നമുക്ക് അവിടുത്തെ ഇൻകം കൂടുതലാണല്ലോ. ഒബ്വിയസ്ലി നമുക്ക് കൂടുതൽ സാലറി എല്ലാം കിട്ടില്ല. അപ്പോഴത്തേക്ക് തന്നെ നമ്മളെ പർച്ചേസ് പവറും കൂടും. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് യു കെയിൽ കൂടുതൽ ഇൻകം കിട്ടാൻ നേരത്തെ ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു ഫോൺ, നമ്മൾ ഈ ഫോൺ എടുക്കുന്നത്, ഈ ഫോണിന് നാട്ടിൽ 1.5 ലാക്ക്, യു കെയിൽ 1500, സെയിം തന്നെയാണ്, വലിയ വ്യത്യാസം വരുന്നില്ല. പക്ഷേ നാട്ടിൽ 1.5 ലാക്ക് അഫോർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. യു കെയിൽ ഭയങ്കര എളുപ്പമായിരിക്കും, കാരണം സാലറി അത്രയും കൂടുതലുണ്ട്. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് അവിടെ ചെല്ലുമ്പം ഓട്ടോമാറ്റിക്കലി നാട്ടിലുള്ളവർക്ക് എല്ലാവരും പൈസക്കാരായി എന്നൊരു ധാരണ അങ്ങ് ആവും ഇൻസ്റ്റൻറ്റ്. പക്ഷേ ആക്ച്വലി അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. നമ്മൾ എനിക്ക് തോന്നുന്നു ചിലവാക്കുന്നു, അതങ്ങ് തീർന്നു. പക്ഷേ അവിടുത്തെ യു കെയിലത്തെ കാശ് സേവ് ചെയ്ത് നാട്ടിലേക്ക് കൊണ്ടുവന്നാൽ യെസ്, ഡെഫിനറ്റ്ലി നമുക്കത് നല്ല രീതിയിൽ യൂസ് ചെയ്യാം. കാരണം എക്സ്പെൻസ് കുറവാണ് നാട്ടിൽ. യു കെയിലെ കറൻസി കൂടുതലാണ്. വി ക്യാൻ മേക്ക് മോർ മണി. എഫേർട്ട് ഇട്ടാൽ ആ കാശ് സേവ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ, നാട്ടിലേക്ക് കൊണ്ടുവന്നാൽ കുറച്ചും കൂടെ അല്ല, ഡെഫിനറ്റ്ലി വേ ഫാസ്റ്റർ ലൈഫിൽ മൂവ് ചെയ്യാം. ലൈഫ് സ്റ്റൈലും നല്ല ബെറ്ററാക്കി എടുക്കാൻ പറ്റും നാട്ടിൽ നിൽക്കുവാണെങ്കിൽ. അങ്ങനെ എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്തൊരു കാര്യമാണ്. പോയി വരാൻ നേരത്ത് നമുക്ക് അറിയാൻ പറ്റും നല്ലപോലെ. പിന്നെ ഞാൻ ആക്ച്വലി സ്പെൻഡിങ് ആക്ച്വലി നമ്മൾ ഈ സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്പെൻഡിങ് കുറക്കും. ഒക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്താകുമ്പോൾ കൂടുതൽ പൈസ ഉണ്ടാക്കാനുള്ള മൈൻഡ് സെറ്റ് അങ്ങ് കുറഞ്ഞു പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സ്പെൻഡ് ചെയ്യുമ്പല്ലേ കൂടുതൽ വേണം, മനസ്സിലായി. നല്ല മൈൻഡ് സെറ്റാ അത്. അതുകൊണ്ട് ചെലവാക്കാറ് തന്നെ. ഇപ്പൊ അക്കൗണ്ടിൽ ഒന്നും ഇല്ലെങ്കിലും ചെലവാക്കുന്നതിനെ കുറിച്ച് ഒന്നും പഠിക്കാറില്ല. 0 ആയാലും പേടിയില്ല. പിന്നെ അത് എങ്ങനെയെങ്കിലും ഒക്കെ വന്നു ചേരും എന്നുള്ള ഒരു പൈസ വരും എന്നുള്ളത് ഒരു കോൺഫിഡൻസും വിശ്വാസം തന്നെ പറഞ്ഞാല് അതുള്ളത് കൊണ്ട് അങ്ങനെ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടില്ല. മനസ്സിലായി. പ്ലാൻ ഉണ്ടോ? വീട് വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടോ യു കെയില്? വീട് പ്ലാനൊക്കെ ഉണ്ട്. അപ്പം വീട് ആക്ച്വലി ചില ഇൻവെസ്റ്റ് എന്താ പറയാ, ഫിനാൻസ് ശാരണമൊക്കെ പറയല്ലോ, വീട് എത്രയോ പൈസ ഒക്കെ ആയി കഴിഞ്ഞാൽ വീട് എടുക്കാമെന്നൊക്കെ. പിന്നെ ഒരു മൈൻഡ് സെറ്റിൽ നാട്ടിൽ വീട് എടുക്കണമെന്നാണ്. ഇവിടെ ാട്ടി നാട്ടിൽ വീട് എടുക്കണം എന്നൊക്കെയാണ് ആഗ്രഹം. പിന്നെ ഇവിടെയും എടുക്കണം. കാരണം ഇവിടെ എടുത്താൽ ഇനിയിപ്പം ഈ റെന്റും ഇതൊക്കെ പഠിച്ച ആളെന്ന രീതിയിൽ എന്തായാലും എടുത്താൽ അതൊക്കെ ചെയ്യണമെന്നുണ്ട്. ഇപ്പല്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ജെനുവിൻ ഒപ്പീനിയൻ പറയാം. നമ്മൾ ഈ പലരും പറയാറുണ്ട് വീട് വാങ്ങിക്കുന്നത്, നമുക്ക് വേണ്ടി താമസിക്കാൻ വാങ്ങിക്കുന്നത് ഒരു ബാഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്ന് പറയാറുണ്ട്. അതൊരു നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ വീട് നമുക്ക് താമസിക്കാൻ വാങ്ങിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു ബാഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആവുന്നില്ല ഇഫ് യു ആർ ഡൂയിങ് ദ റൈറ്റ് തിങ്. അപ്പം റൈറ്റ് തിങ് എങ്ങനെയാണ് ചെയ്യുന്നത്? അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വീട് വാങ്ങിക്കാൻ ഒബ്വിയസ്ലി യു നീഡ് എ ബിഗർ ഡെപ്പോസിറ്റ്. അപ്പം ലെറ്റ്സ് സേ യു ആർ ബൈയിങ് എ ഹൗസ് ഇൻ എ ലൊക്കേഷൻ where there is good capital appreciation. Capital appreciation എന്ന് പറഞ്ഞാൽ വീടിൻ്റെ വില മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് ഓരോ വർഷം കഴിയുമ്പോഴും കൂടി വരുന്നു വീടിൻ്റെ വില. നമ്മൾ വാങ്ങിച്ച വില ആയിരിക്കത്തില്ല, 5 വർഷം കഴിയുമ്പോൾ 10 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഡബിൾ ആവും അല്ലെങ്കിൽ ട്രിപ്പിൾ ആവും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഈ ഒരു വീട് നമ്മൾ വാങ്ങിക്കാൻ നേരത്തെ നമ്മൾ ജോലിയൊക്കെ ചെയ്ത് സൈഡിൽ കൂടെ ബിസിനസ്സൊക്കെ ചെയ്ത് നമ്മൾ കാശൊക്കെ സേവ് ചെയ്ത് ഡെപ്പോസിറ്റ് ഇട്ട് വീട് വാങ്ങിച്ചു. വീട് വാങ്ങിക്കാൻ നേരത്തെ യു കെയും നാടുമായിട്ട് കമ്പയർ ചെയ്താൽ ഡെഫിനറ്റ്ലി യു കെയിൽ മാത്രമേ വാങ്ങിക്കാവൂ, നാട്ടിൽ വാങ്ങിക്കരുത്. ഇനി എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. യു കെയിൽ നമ്മൾ ഒരു വീട്, ഞാനീ പറഞ്ഞത് ക്യാപിറ്റൽ അപ്രീസിയേഷനുള്ള
സപ്ലൈ കുറവും ഡിമാൻഡ് കൂടുതലും, അതായത് വാടകക്കാർക്ക് വീട് നോക്കാൻ നേരത്തെ വീടിൻ്റെ സപ്ലൈ കുറവും, ഇനി കുറവല്ല ഡീസൻ്റ് ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഡിമാൻഡ് നല്ല കൂടുതലും ആയിട്ടുള്ളൊരു സ്ഥലത്ത് വാങ്ങിക്കുവാണെങ്കിൽ നമ്മളവിടെ ഡെപ്പോസിറ്റ് എല്ലാം കൊടുത്ത് മേ ബി ലെറ്റ്സ് ഒരു 25,000 പൗണ്ട് മൊത്തം കൊടുത്ത് നമ്മളൊരു വീട് വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ മേക്ക് ഷുവർ മിനിമം 2 ബെഡ്റൂംസ് ഉണ്ടായിരിക്കണം. 1 ബെഡ് ഫ്ലാറ്റ് ഒരിക്കലും പോയി വാങ്ങിക്കരുത്, ഒരു കാരണവശാലും വാങ്ങിക്കരുത്. അഫോർഡ് ചെയ്യാൻ കാശുണ്ടെങ്കിലും 1 ബെഡ് വാങ്ങിക്കരുത്, 2 ബെഡ് മാത്രമേ വാങ്ങിക്കാവൂ. ഹൈലി റെക്കമെൻഡഡ് ഹൗസാണ്. ഇനി എങ്ങനത്തെ ഹൗസാണെന്ന് ചോദിച്ചാൽ ഒന്നും കൂടെ ഞാൻ ഡീറ്റെയിൽ ആക്കി പറഞ്ഞുതരാം. ഈ വാങ്ങിക്കുന്ന വീട്ടിൽ കയറി കഴിയാൻ നേരത്തെ ഉടൻ തന്നെ സ്റ്റെയർസ് ഉണ്ടായിരിക്കണം, ഇടതോ വലതോ വശത്ത്. ഫ്രണ്ട് ഡോർ തുറന്നാൽ ഉടൻ തന്നെ ഇടതോ വലതോ വശത്ത് സ്റ്റെയർസ് ഉണ്ടായിരിക്കണം. താഴെ ഒരു ബെഡ്റൂം ഓർ സെപ്പറേറ്റ് ലിവിങ് റൂം, ഐദർ എ ബെഡ്റൂം ഓർ സെപ്പറേറ്റ് ലിവിങ് റൂം, മുകളിൽ അനദർ ബെഡ്റൂം. ഇങ്ങനെയാണെങ്കിൽ അടിപൊളിയാണ്. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. യു ബൈ എ ഹൗസ്, യൂഷ്വലി ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസ് മീറ്റ് ചെയ്യാൻ നേരത്താണ് ഈ വീട്ടിൽ ഒബ്വിയസ്ലി താഴെ കിച്ചണുണ്ട്, താഴെ ഒരു ബെഡ്റൂം ഉണ്ട്, അല്ലെങ്കിൽ സെപ്പറേറ്റ് ലിവിങ് റൂം ആണെങ്കിൽ അത് യു ക്യാൻ മേക്ക് ദാറ്റ് ഇൻറ്റു ബെഡ്റൂം. ഒരു ബെഡ് എടുത്തിട്ട് അത് ബെഡ്റൂം ആയി കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. താഴെ നിങ്ങൾ താമസിക്കുന്നു, മുകളിൽ സ്റ്റെപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇനി സ്റ്റെപ്പ് ഇല്ലാത്ത ഭാഗം, അതായത് നിങ്ങൾ കയറുന്ന എൻട്രൻസ് ക്ലോസ് ചെയ്യും ഒരു പാർട്ടീഷൻ വെച്ച്. മേ ബി ദാറ്റ്സ് കണക്ക് കോസ്റ്റ് ഒരു 500 പൗണ്ട് അല്ലെങ്കിൽ ഒരു 10-400 പൗണ്ട്, അത്രയേ ഉള്ളൂ. അത് ക്ലോസ് ചെയ്ത് അവിടെ ഒരു ഡോർ വയ്ക്കും. സോ നൗ യു ഹാവ് അനദർ ഡോർ ഇൻ ഫ്രണ്ട് ഓഫ് യു ടു എൻ്റർ യുവർ സെക്ഷൻ. മറ്റേ സെക്ഷനിൽ മുകളിൽ നമ്മൾ വാടകയ്ക്ക് കൊടുക്കും. മുകളിൽ നമുക്ക് ബഡ്ജറ്റായിട്ട് വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും കിച്ചണും ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഓൾറെഡി ചെയ്ത ആളാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സ്റ്റുഡിയോ ആയി മാറിക്കഴിഞ്ഞു. ആ സ്റ്റുഡിയോയിൻ്റെ റെൻറ്റ് മതി നിങ്ങളെ മോഗേജ് കവർ ചെയ്യാൻ. സോ നിങ്ങൾ ജോലിക്ക് പോയാലും ജോലിക്ക് പോയില്ലെങ്കിലും നാട്ടിൽ പോയാലും എന്ത് ചെയ്താലും ആ വീടിൻ്റെ പേയ്മെൻറ്റ്സ് കവറായിക്കൊണ്ടേയിരിക്കും. യു ആർ നോട്ട് പേയിങ് എ സിംഗിൾ പെന്നി എവറി മന്ത്. യൂഷ്വലി ആൾക്കാർ എന്താ ചെയ്യുന്ന, അവർ പോവും ഒരു അടിപൊളി വീടങ്ങ് വാങ്ങിക്കും. അതിന് മോഗേജ് ആണ് 1,200 പൗണ്ട്. എല്ലാ ദിവസവും കഷ്ടപ്പെട്ട് ജോലിക്ക് പോവും. എന്തിനാണ്? 2,500 പൗണ്ട് കിട്ടും, ടാക്സ് കഴിഞ്ഞ് 2,000, അതിൽ നിന്ന് 1,200 പൗണ്ട് മോഗേജ് കൊടുക്കും, 500 പൗണ്ട് ബിൽസ് കൊടുക്കും, ബാക്കി കയ്യിൽ 300 പൗണ്ട് ബാക്കി. അത് ഫുഡ് കഴിച്ച് എല്ലാം കഴിഞ്ഞ് അതും തീർന്നു. ഇവിടുത്തെ NHS വർക്ക് ചെയ്യുന്ന നഴ്സുമാരും നഴ്സും ഈ ഹസ്ബൻഡ്സും ഉണ്ടല്ലോ ഇവിടെ, അതിൽ ഞാൻ മീറ്റ് ചെയ്ത ഒരുവിധം എല്ലാവരും ഈ സ്ട്രഗിളിലൂടെ പോകുന്നവരാണ്. അപ്പൊ വൈഫ് ഇപ്പൊ നഴ്സ് ആണെങ്കിൽ ഹസ്ബൻഡ്സ് അങ്ങനെ നല്ല ജോലിയൊന്നും അല്ല അവർക്ക്. അവർ ഈ വെയർ ഹൗസോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും. ആക്ച്വലി അവർക്ക് അത് മതി, അതുകൊണ്ട് അവർ അതിന് പോകുന്നു. പക്ഷെ അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് ഈ ചെയ്യുന്നത്. ഇത് നമ്മൾ വീട് വാങ്ങിച്ച് നമ്മൾ ട്രാപ്പിലാ. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ, വീട് വാങ്ങിച്ചില്ലെങ്കിലോ വാടകയ്ക്കല്ലേ വീട്. നമുക്ക് വാടക കൊടുത്തില്ലെങ്കിൽ വാടക കുറഞ്ഞ സ്ഥലത്തോട്ടെങ്കിലും മാറുന്ന ഓപ്ഷനെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ തിരിച്ച് നാട്ടിലോട്ടെങ്കിലും വരാം. വീട് വാങ്ങിച്ചു കഴിഞ്ഞാലോ നമ്മളെ വീടാ, കൊടുത്തില്ലെങ്കിൽ കൊടുത്ത കാശും എല്ലാം പോവും, ബാങ്ക് ജപ്തി ചെയ്തുകൊണ്ട് വീടം കൊണ്ടുപോകും. അപ്പോൾ പേയ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളത് ഒരു ഒബ്ലിഗേഷനായി മാറും. അപ്പോൾ നമുക്ക് ജോലിക്ക് പോയേ പറ്റൂ, അങ്ങനൊരു അവസ്ഥയായി. അപ്പോൾ കിട്ടുന്ന കാശ് ജോലിക്ക് പോകുന്നത് എന്തിനാ? ഇവിടെ കൊണ്ട് മോഗേജ് കൊടുക്കാൻ എല്ലാ മാസവും. സോ വീട് ഉണ്ട് എന്ന് ആരെങ്കിലും ചോദിക്കുമ്പോൾ പറയാം, പക്ഷേ വീട് കയ്യിൽ വെച്ചേക്കാൻ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ ട്രാഫിൽ നിന്ന് എങ്ങനെ മാറും? അതിനാണ് ഞാൻ പറയുന്നത്, നമുക്ക് ആ സ്പെയർ ആയിട്ടുള്ള സെക്ഷൻ റെൻറ്റിന് കൊടുത്ത് ഈ സ്റ്റുഡിയോ രീതിയിലാക്കി കഴിഞ്ഞാൽ, സ്റ്റുഡിയോ ആക്കാൻ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളെ താഴെ വന്ന് കിച്ചൺ നമുക്ക് ഫുൾ പ്രൈവസി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സെൽഫ് കണ്ടെയ്ൻഡ് ആയിട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ വേറൊരാൾ കൂടെ താമസിച്ചാൽ ഇറ്റ്സ് എ ലോഡ്ജർ, അതിന് പെർമിഷനുണ്ട് ലീഗലി UK മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ നത്തിങ് മസ്റ്റ് വറി, വീട്ടിലെ പേയ്മെൻറ്റ്സും എല്ലാം കവറാവുകയും ചെയ്യും, എല്ലാം ഓക്കെ ആയിട്ട് പോകും. നമുക്ക് സ്ട്രഗിളില്ല, ജോലി ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇനി അടുത്ത വീട് വാങ്ങിക്കാൻ നമ്മൾ ഈ സെയിം ജോലി ചെയ്യുന്ന കാശ് വെച്ച് തന്നെ നമുക്ക് സേവ് ചെയ്യാം. അത് വെച്ച് അടുത്ത വീട് വാങ്ങിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്താ, അടുത്ത വീട് എങ്ങനെ വാങ്ങിക്കും? കാരണം ഈ കാശ് ജോലി ചെയ്ത് കിട്ടുന്ന നമ്മൾ മോഗേജ് കൊടുത്തുകൊണ്ടിരിക്കില്ല, അടുത്ത വീട് എപ്പോൾ വാങ്ങിക്കും? പറ്റത്തില്ല, അത് മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ ഒരു ട്രാപ്പിൽ പെട്ടു. അപ്പോൾ അതിനാണ് ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസ് മീറ്റ് ചെയ്യുവാണെങ്കിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് വീട് വാങ്ങിക്കുന്നത് UK. ഓൾസോ വീടിൻ്റെ വാല്യൂ കൂടുകയും ചെയ്യും. നമുക്ക് വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, വേറെ കുറേ സ്ട്രാറ്റജീസ് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് നമ്മൾ സ്വന്തം വീട് വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. ഫർദർ ഡൗൺ ദ ലൈൻ നല്ല ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉള്ള സ്ഥലമാണെങ്കിൽ ഒരു 5-6 വർഷമൊക്കെ കഴിയാൻ നേരത്ത്, അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ വീട് നമുക്ക് കുറച്ച് എക്സ്റ്റെൻസീവ് റീഫോബൊക്കെ നമുക്ക് ഫണ്ട് ഉണ്ടെങ്കിൽ ചെയ്യുവാണെങ്കിൽ റീഫൈനാൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ 100K 200K ഈ രീതിയിൽ എമൗണ്ട് കയ്യിൽ കിടക്കും. ഫുൾ ക്യാഷ് ആയിരിക്കും ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ട് തരുന്നത്.
അത് നമ്മളെ BRR ക്ലാസ് കാണാൻ നേരത്തെ മനസ്സിലാവും. അപ്പം അത് മതി നമുക്ക് പിന്നെ ഒരു 5 വീട് വാങ്ങിക്കാൻ പറ്റും ആ ഒരു കാശ് വെച്ചിട്ട്. 5 വീടിൻ്റെ ഡെപ്പോസിറ്റ് ഇട്ട് അങ്ങനെയാണ് നമ്മൾ സ്കെയിലപ്പ് ചെയ്ത് മുകളിലേക്ക് പോകുന്നത്. അല്ലാതെ ഹസ്ബൻഡും വൈഫും ജോലി ചെയ്യുന്നു, അവർ ഒരു വീട് വാങ്ങിക്കുന്നു, വീടിൻ്റെ പേയ്മെൻറ്റ്, ഒരാളുടെ സാലറി കംപ്ലീറ്റ് ആയിട്ട് വീടിൻ്റെ പേയ്മെൻറ്റ്, ബിൽസ്, എക്സ്പെൻസ്, മറ്റേ ആൾ കുറച്ച് സേവ് ചെയ്യുന്നു. അങ്ങനെ പോകുമ്പോൾ വെരി സ്ലോ. അപ്പം അതുമാണ് വാങ്ങിക്കുന്നെങ്കിൽ എൻ്റെ ഒരു റെക്കമെൻഡേഷനാണ്. ട്രാപ്പിൽ പെടാതിരിക്കാൻ വേണ്ടി ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം അതെ, അപ്പം ഈ ഒരു ട്രാപ്പ് എന്നാലും ഇറ്റ്സ് വെരി ഹാർഡ് ഫോർ പീപ്പിൾ ടു ഫോളോ. കാരണം പല ആൾക്കാരും നോക്കുന്നത് നല്ല വീടെടുക്കാനാണ്. ഫസ്റ്റ് ഹൗസ് ഇസ് നോട്ട് യുവർ ഡ്രീം ഹൗസ്. അത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എപ്പോഴും, മനസ്സിലായില്ല? അത് ഡ്രീം ഹൗസ് അല്ല. നമുക്ക് വേറെ നല്ല വീട് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് മണി, അതിൻ്റെ കാര്യമാണ്. ലേറ്റർ ഡൗൺ ദ ലൈൻ നമ്മളെ ഡ്രീം ഹോം വാങ്ങിക്കുന്നതിനെ പറ്റി ഫോക്കസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും ഈസി ആയിട്ട്. ഇവിടുത്തെ മലയാളി നഴ്സുമാരുടെ വീടൊക്കെ നോക്കിയാൽ അടിപൊളി വീടായിരിക്കും. അതെ, അതാണ് എൻ്റെ ഒരു പ്രശ്നം. അടിപൊളി വീട് വാങ്ങിച്ചാൽ അവർക്ക് ഇഫ് ദേ തിങ്ക് ദേ ക്യാൻ ജോലിക്ക് പോയില്ലെങ്കിലും കവർ ചെയ്യാൻ പറ്റണം. ദാറ്റ്സ് ദി ഓൺലി തിങ്. നമുക്കറിയത്തില്ല നമ്മളെ ജോലി എത്ര ആൾ കാണും, നമ്മൾ ഹെൽത്തി ആയിരിക്കുമോ, അല്ലെങ്കിൽ ആ എംപ്ലോയറിൻ്റെ കമ്പനി അങ്ങനെ തന്നെ പോവുമോ നല്ല രീതിയിൽ, ഇതൊന്നും നമുക്കറിയത്തില്ല, മനസ്സിലായില്ലേ? അപ്പം അതെല്ലാം കരുതിക്കൊണ്ട് വേണം നമ്മൾ ആക്ഷൻസ് മുന്നോട്ടേക്കുള്ള എടുക്കാൻ. കാരണം എപ്പോൾ വേണമെങ്കിലും പണി കിട്ടാം. ബാക്കപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടുപോകും. അപ്പം ആദ്യമേ എങ്ങനെയോ ഞാൻ അറിയാതെ തന്നെ ആദ്യമേ ബാക്കപ്പ് പ്ലാൻ ചെയ്തായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഞാൻ അബദ്ധവശാൽ എടുത്ത സ്റ്റെപ്സും ലക്കിലി റൈറ്റ് സ്റ്റെപ്സായി മാറി, അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പറഞ്ഞുതരാരും ഇല്ലായിരുന്നു. ചെയ്ത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചെയ്തത് കറക്റ്റാണ് എന്ന് എനിക്ക് തന്നെ മനസ്സിലായത്. അപ്പം അത് ഇറ്റ്സ് വെരി റയർ. അപ്പോൾ ഞാൻ അന്ന് അങ്ങനെ പ്ലാൻ ചെയ്ത് വീട് വാങ്ങിച്ച ഒരാളാണ് ഞാൻ, മനസ്സിലായില്ലേ? അതുകൊണ്ട് പണി കിട്ടിയില്ല. അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ചിലപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും, മനസ്സിലായില്ലേ? പേയ്മെൻറ്റ്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കുറേ സ്ട്രഗിൾസ് ഉണ്ട്. പല ആൾക്കാരും ട്രാപ്പ് ആവുന്നൊരു കാര്യമാണ്. അപ്പം UK വീടുണ്ട് എന്ന് പറയാൻ നേരത്തെ ഈ ഒരു കാര്യം കെയർഫുൾ ആയിരിക്കണം, അല്ലെങ്കിൽ ലൈഫ് ലോങ് ട്രാപ്പിലായിരിക്കും നമ്മൾ പെടാൻ പോകുന്നത്. അപ്പം ഇനി എന്താണ് ബിസിനസ് പ്ലാൻസ് ഗ്രോ ചെയ്യാൻ? ബിസിനസ് പ്ലാൻ ഇതാണ്. ഇതിൽ നിന്ന് ഗ്രോ ചെയ്തിട്ട് വേണം വേറെ. ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ബിസിനസ്സിന് ഫുൾ ടൈം ബിസിനസ് തോട്ട്സ് ആണ്. അപ്പം എന്തൊക്കെ ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്ത് ഐഡിയ കൊണ്ടുവരാൻ പറ്റും, എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഇതായിരുന്നു. ഞാൻ വളർന്ന ആ ഒരു നമ്മള് ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇപ്പോഴല്ലേ ഇങ്ങനെ ട്രെൻഡ് ആവുന്നത്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നൊക്കെ അറിയാം. ആ സമയത്ത് ക്രിയേറ്റീവ് ആയിട്ട് ഒരു ഐഡിയ കൊണ്ടുവന്നാൽ മാത്രമേ ബിസിനസ്സിൽ സക്സസ് ആവുന്നായിരുന്നു എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം. ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കണം, എന്നാലേ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഗ്രോത്ത് കിട്ടണമെങ്കിൽ ഞാൻ ക്രിയേറ്റീവായി എന്തെങ്കിലും കണ്ടുപിടിക്കണം എന്നായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ പുറകെ പോയിട്ടാണ് ഞാൻ ഇത്ര ഡിലേ ആയതെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ക്രിയേറ്റീവായിട്ട് ചിന്തിക്കണം എന്ത് കിട്ടണ്ടേ, അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ ഒന്നും കിട്ടുകയില്ല. അപ്പം ഇപ്പൊ കുറച്ച് ആ തോട്ട് മാറി. എന്തും ചെയ്യാം, എങ്ങനെയും പൈസ ഉണ്ടാക്കാന്നുള്ള തോട്ട് വന്നത് കൊണ്ട് ഇപ്പം ആക്ച്വലി എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് ഇപ്പം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ ഗ്ലൂട്ടൻ ഫ്രീ, വീഗൻ, ഇപ്പം മില്ലറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രെയിൻസ് ഉണ്ട്. അപ്പൊ അത് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് അപ്പൊ അതിലും ഒരു ലീഡ് കിട്ടിയിട്ടുണ്ട്. ഒരു പുള്ളി വെസ്റ്റ് ലണ്ടനില് യോഗേർട്ട് കമ്പനി എന്തോ മലയാളിയാണോ, അത് കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പൊ എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെ എന്താണ് യോഗേർട്ട്, വീഗൻ യോഗേർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാള്. അപ്പൊ ആൾക്ക് നമ്മൾ ഈ സാധനങ്ങൾ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാല് ആ ഒരു കണക്ഷൻ ആയല്ലോ. പിന്നെ അതില് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ട്. ആളും സ്റ്റാർട്ടപ്പ് ആണ്. ഈ ആൽപ്രോ ഒക്കെ പോലെ എന്തെങ്കിലും ആവുകയാണെങ്കിൽ നല്ലതാണല്ലോ. അതിപ്പോ ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. ഇതൊന്ന് കുറച്ച് പൈസ ആക്കിയിട്ട് അതിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ പിന്നെ ഒന്ന് സക്സസ് ആയി കഴിഞ്ഞാൽ ഒരു പ്യൂർ ഐഡിയ ഉണ്ട്. അത് പറഞ്ഞു. അതെ, അതിപ്പം എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പം ഈ പ്രോപ്പർട്ടിയുടെ ചെയ്ത് പോസിറ്റീവായിട്ട് കുറേ റിസൾട്ട് കിട്ടി, കുറച്ച് ഇൻകം മേക്ക് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ മോട്ടിവേറ്റഡും ആവും നമ്മൾ. അങ്ങനെയാണല്ലോ, നമുക്ക് കുറച്ച് റിസൾട്ട് കിട്ടി കഴിയാൻ നേരത്ത് നമ്മൾ നല്ല രീതിയിൽ ആക്ഷൻ എടുക്കും മുന്നോട്ടേക്ക് പോകാനായിട്ട്. അപ്പം നമ്മൾ ഈ 9 to 5 കഷ്ടപ്പെടാണ്ട് അക്കൗണ്ടിലേക്ക് ഒരു പൈസ വരുമ്പോ അതിന്റെ ഒരു കിക്ക് വേറെ തന്നെയാണ്. അതൊക്കെ കൂടുതൽ വേണമെന്നേ തോന്നുന്നു. അതുകൊണ്ടാണല്ലോ എല്ലാ സക്സസ്ഫുൾ ബിസിനസ്മാൻസും കൂടുതൽ കമ്പനി ആയാലും അത് പിന്നെയും ഗ്രോ ചെയ്യാൻ സംഭവം തന്നെ. ഇത് നമ്മൾ ഈ ഒരു ബിസിനസ് ഓൺടർപ്രണർഷിപ്പ് ജേർണി സ്റ്റാർട്ട് ചെയ്ത് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദാറ്റ്സ് നോ ഗോയിങ് ബാക്ക്, മനസ്സിലായില്ലേ? അത് റിസൾട്ട് എനിക്ക് തോന്നുന്നു ആകെ നിർത്തിപ്പോകുന്ന ആൾക്കാർ റിസൾട്ട് കിട്ടി
കിട്ടാതെ വരുന്ന ആൾക്കാർ ഒരു റിസൾട്ടും കിട്ടാതിരുന്നാൽ മാത്രമേ ഉള്ളൂ. കിട്ടിക്കഴിഞ്ഞ് ഫുൾ പൊളിഞ്ഞു പോയാലും കുഴപ്പമില്ല, ദേ വിൽ സ്റ്റിൽ കണ്ടിന്യൂ. കാരണം അവർക്കറിയാം പിന്നെയും ചെയ്യാൻ പറ്റുന്നു. അല്ല, ഒന്നും കിട്ടാതെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു നിർത്തിപ്പോയി ബാക്ക് ടു 9 to 5. അല്ലാതെ ഇതിൻ്റെ ഒരു സുഖം മനസ്സിലായ ആൾക്കാരും തിരിച്ച് ഒരിക്കലും പോകാൻ പോകുന്നില്ല. കാരണം റിസൾട്ട് നമ്മളെ ഗ്രോത്ത് കൂട്ടാനേ നമ്മൾ നോക്കുന്നുള്ളൂ നല്ല രീതിയിൽ. മനസ്സിലായില്ല, നമ്മൾ കഴിഞ്ഞ 6 മാസത്തിൽ ചെയ്ത സെയിം കാര്യമാണോ, സെയിം റിസൾട്ടാണോ അല്ലയോ, പൈസ ഫൈനാൻഷ്യൽ വൈസ് നോക്കണ്ട, നമ്മൾ മൈൻഡ് സെറ്റ് വൈസ് ആണെങ്കിലും നോളജ് വൈസ് ആണെങ്കിലും നമ്മൾ എടുക്കുന്ന ആക്ഷൻ വൈസ് ആണെങ്കിലും ഈ 3 കാര്യങ്ങളിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് വെച്ച് അനലൈസ് ചെയ്താൽ മതി എവറി 6 months. പിന്നെ ഒബ്വിയസ്ലി കുറച്ച് നാൾ കഴിഞ്ഞാൽ പിന്നെ ഫൈനാൻഷ്യലിയും കയറി തുടങ്ങണം. മനസ്സിലായില്ലേ? അത് നിങ്ങൾക്ക് ഓൾറെഡി കയറി തുടങ്ങിയിട്ടുണ്ട്, സോ ഇറ്റ്സ് ഫൈൻ. പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞാണ് ഇങ്ങനെയാണ് അസസ് ചെയ്യേണ്ടത്. ഒരു എവറി 6 months നമ്മൾ നോക്കി നോക്കുക, am I doing the same thing, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. അത് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വേണം ഈ പറഞ്ഞ 3 കാര്യത്തിലും. എന്നാലേ നമുക്ക് ചെയ്യുന്നതിനൊരു പർപ്പസ് ഉണ്ട്, റിസൾട്ട് കിട്ടുന്നുണ്ട്, കറക്റ്റ് കാര്യമാണ് ചെയ്യുന്നത് എന്ന് ഉറപ്പ് വരുത്തുന്നത് ഇങ്ങനെയാണ്. അപ്പം ഐ വുഡ് സേ വെരി ബെസ്റ്റ് ഓഫ് ലക്ക് ഇനി അങ്ങോട്ടുള്ള ജേണിയിൽ. യു ഹാവ് ഓൾറെഡി മെയ്ഡ് ക്വിക്ക് റിസൾട്ട്സ് വിച്ച് ഇസ് വെരി റയർ. അങ്ങനെ അധികം എല്ലാവർക്കും കിട്ടുന്നതല്ല. കാരണം ആരെങ്കിലും നമ്മളുടെ അടുത്ത് ഒരാവശ്യത്തിന് ഒരു ഹെൽപ്പിന് നമ്മളെ പ്രോഗ്രാമിൽ വന്നാലും ഞാൻ അവരോട് പറയുന്നത് ജസ്റ്റ് തിങ്ക് യു വിൽ ഓൺലി മേക്ക് റിസൾട്ട് ഇൻ 1 year. ആ രീതിയിൽ കരുതിയേ ചെയ്യാവുള്ളൂ. കാരണം ഇത് പെട്ടെന്നൊരു ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കീം അല്ല. ഇതൊരു സ്ട്രാറ്റജി നമ്മൾ പഠിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ശരിയാവാതെ വന്ന് പിന്നെയും ശരിയാവാതെ വന്ന് അങ്ങനെ കിട്ടി പോകുന്നൊരു കാര്യമാണ്. പിന്നെ നമ്മൾ എക്സ്പേർട്ട് ആകുമ്പോഴാണ് എല്ലാം ഓക്കെ ആയി തുടങ്ങി, എല്ലാം നല്ല രീതിയിൽ പോകുന്നത്. ആദ്യമേ അത് വരത്തില്ല. ഇപ്പം സുപ്രിയയ്ക്കും ഹസ്ബൻഡിനും ഇപ്പം 2-3 ആഴ്ച കൊണ്ട് കിട്ടിയ റിസൾട്ടൊക്കെ എനിക്ക് 3-4 വർഷമൊക്കെ എടുത്തു. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് അതൊരു ഭയങ്കര അച്ചീവ്മെൻ്റ് ആണ്, അത് മനസ്സിലാക്കണം. അപ്പം എനിക്ക് അത്രയും പെട്ടെന്ന് എനിക്ക് ആക്സസ്സും ഒന്നും കിട്ടിയിട്ടില്ല, ഭയങ്കര സ്ട്രഗിളായിരുന്നു. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട്. അപ്പം റിസൾട്ട് കിട്ടിയത് ഇനി സ്കെയിലപ്പ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നോക്കുക, കൂടുതൽ പ്രോപ്പർട്ടീസ് എടുക്കാൻ നോക്കുക. വൺസ് യു ഫൈൻഡ് എ പ്രോഫിറ്റബിൾ പ്രോപ്പർട്ടി ബാക്കി സോഴ്സ് ചെയ്യാൻ ഞാൻ നോക്കിക്കോളാം. നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോഴും ആക്റ്റീവായിട്ട് മെസ്സേജ് ചെയ്യുന്നവരുണ്ട്. സോ ദാറ്റ്സ് വൺ തിങ്. അല്ല എന്നുള്ള നിങ്ങൾക്ക് തന്നെ വെക്കണമെങ്കിൽ യു ക്യാൻ കീപ്പ് ഇറ്റ് ആസ് വെൽ, ഒരു കുഴപ്പമില്ല. ആ പ്രോപ്പർട്ടിയിൽ നിന്ന് മേക്കുന്ന പ്രോഫിറ്റ് നിങ്ങൾക്ക് തന്നെ എടുക്കാം, പോർട്ട്ഫോളിയോയിൽ കാണിക്കാം. പക്ഷേ എനിക്ക് ആകെ എടുത്തു പറയാനുള്ളത് എല്ലാം എവറിത്തിങ് എവറിത്തിങ് മൊത്തം. മനസ്സിലായില്ലേ? ദാറ്റ്സ് ദി ഓൺലി പ്രൂഫ് വി ഹാവ് ദാറ്റ് വി നോ വാട്ട് വി ആർ ഡൂയിങ്, അല്ലെങ്കിൽ നമ്മളിതാണ് ചെയ്യുന്നത് എന്ന് തെളിയിക്കാനുള്ള ഒരു പ്രൂഫാണ്. അതിനാണ് ഞാനും എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. ആർക്കും ഒന്നും നമ്മൾ ചെയ്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല, എല്ലാം നമുക്ക് തെളിയിക്കാൻ പറ്റണം. മനസ്സിലായില്ലേ? അപ്പം പ്രൂഫ് കാണിച്ച് നമ്മൾ ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ആൾക്കാർ നമ്മളെ അടുത്തേക്ക് വരുന്നത്, ബിസിനസ് ചെയ്യാനാണെങ്കിൽ തന്നെ. അപ്പോൾ അത് തെളിയിക്കാൻ പറ്റണം. എന്ന് വെച്ച് അറ്റ് സം സ്റ്റേജ് ചിലപ്പോൾ ഷോ ഓഫിലോട്ട് തന്നെ കയറേണ്ടി വരും. മനസ്സിലായില്ലേ? അല്ലാന്നുണ്ടെങ്കിൽ ആൾക്കാർ പുച്ഛിക്കുകയും ബിസിനസ് കിട്ടാതെ വരികയും ചെയ്യും. അപ്പോൾ അതും ജേണിയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കണ്ടൻറ്റായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചോ. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ഞാൻ എല്ലാവരോടും പറയുന്നതാണ്. ഈവൻ ഇഫ് യു ആർ സ്റ്റാർട്ടിങ് ഫ്രം 0 സ്റ്റിൽ വേണം, എന്നാലേ ആ ജേണി കാണിക്കാൻ പറ്റൂ. മനസ്സിലായില്ലേ? കാരണം നമ്മൾ ആ സ്റ്റോറി കാണിച്ചു കഴിയാൻ നേരത്തെ ആൾക്കാർക്ക് മനസ്സിലാവും ഇതൊരു റിയൽ പേഴ്സണാണ്, അവരൊന്നുമില്ലാതെ സ്റ്റാർട്ട് ചെയ്തതാണ്, ഇപ്പോൾ അവർക്ക് റിസൾട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ പറ്റണം. അതാണ് മെയിൻ തിങ്. അപ്പം ആദ്യമേ റിസൾട്ട് കിട്ടിയ ആൾ കണ്ടൻറ്റ് ഇടുന്നതിനെ കാട്ടിയും ബെറ്ററാണ് റിസൾട്ട് ഇല്ലാത്ത ആൾ ഇടാൻ നേരത്താണ്. മനസ്സിലായില്ലേ? അത് എല്ലാവരും പറയുന്നത്, എൻ്റെ അടുത്ത് പറയുന്നത് അതൊന്ന് കിട്ടട്ടെ, ഒരു പ്രോപ്പർട്ടി കിട്ടട്ടെ എന്നിട്ട് ഞാൻ ഇടാമെന്നാണ്. ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് വേ. ഇറ്റ്സ് ദി അതർ വേ. ഒന്നും ഇല്ലാത്തപ്പോൾ തുടങ്ങിയാണ് ഏറ്റവും ബെസ്റ്റ്. അതാണ് നമുക്ക് ഈസി ആയിട്ട് ആൾക്കാരുടെ അടുത്ത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതും നമുക്ക് നമ്മളെ ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുന്നതും അതായിരിക്കും. അപ്പം ആക്ച്വലി ഞാൻ ഇപ്പൊ ബ്രോ ഒരു സ്റ്റോറി ഇട്ടാൽ പോലും സ്റ്റോറി ആക്കാത്തത് പോലും ഈ കൂട്ടത്തിൽ ഇപ്പം നമ്മള് ചില ആൾക്കാർ ഉണ്ടല്ലോ നന്നാവുന്നത് ഇഷ്ടമല്ലാത്ത, അപ്പൊ അവരെ ഞാൻ ഒന്നും കൂടി ഒരു ലെവലിലെത്തിയിട്ട് മാത്രമേ അവരെ ഞാൻ അറിയിക്കൊള്ളൂ എന്നുള്ളൊരു ഇതിലാണ്. പക്ഷെ ഇല്ല, ഞാൻ ആക്ച്വലി വേറെ ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ടുണ്ട് ഈ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട്. അതാവുമ്പം എനിക്കൊരു കോൺഫിഡൻസ് ആണ് എന്തും ഇടാലോ. അപ്പൊ അങ്ങനെ ഞാൻ വേറൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം എന്തെങ്കിലും വീഡിയോസ് ഒക്കെ അതിലിട്ട് തുടങ്ങി അതിൽ നിന്ന് ആൾക്കാർ കണ്ടോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ എന്റെ ഈ പേഴ്സണലിൽ നിന്ന് അങ്ങനെ കാണണ്ട. അത് വേണ്ട. നമുക്ക് നമ്മളെ മൈൻഡ് സെറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവോയ്ഡ് ദം കംപ്ലീറ്റ്ലി. അത് ഒരു മടിയും കാണിക്കരുത്. മനസ്സിലായില്ലേ? നമ്മളെ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര ക്ലോസ് ആയിട്ടുള്ള ആളാണെങ്കിലും മാറ്റി വെച്ചേക്കണം. കാരണം അവർ ദെൽ പുൾ യു ബാക്ക്, നെഗറ്റിവിറ്റി അത്രയ്ക്ക് പുൾ ചെയ്യും. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട്
എല്ലാ ഡിസ്ട്രാക്ഷൻസും മാറ്റി വെച്ച് കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് മുന്നോട്ടേക്ക് പോയാൽ മതി. ഓൾസോ കുറേ ഡീൽസ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനത് അനലൈസ് ചെയ്ത് അടിപൊളിയായിട്ട് ലെറ്റ് സി ഇഫ് ഇറ്റ്സ് ഗോണ വർക്ക് ഔട്ട്. കാരണം ഞാനായിരിക്കും ഇത്തവണ ഡീല് മോസ്റ്റ് ലൈക്ലി നോക്കുന്നത്, അടമായിരിക്കത്തില്ല. അപ്പോൾ ഞാൻ നോക്കി ചെറപറ ഓരോന്നോരോന്നായിട്ട് ഞാൻ സോർട്ട് ചെയ്ത് നോക്കിവിടാം. അപ്പം വഴി ബെസ്റ്റ് ഓഫ് ലക്ക്. ഇനി അങ്ങോട്ടുള്ള ആക്ഷൻസിനും റിസൾട്ടും ഓൾറെഡി ലൈക്ക് ഐ സെഡ് ബിഫോർ ഓൾറെഡി റിസൾട്ട് എല്ലാം കിട്ടിക്കഴിഞ്ഞു. എന്നാലും നമുക്ക് സ്കെയിലപ്പ് ചെയ്യാനും നല്ല രീതിയിൽ ഒരു ടാർഗറ്റ് എമൗണ്ട് വെച്ചിട്ട് അതിനകത്തേക്ക് റീച്ച് ചെയ്യാനായിട്ട് പാസീവായിട്ട് ചെയ്യാൻ വേണ്ടി മുന്നോട്ടേക്ക് പോവാം വലുതായിട്ട്. ഇപ്പോഴും ഞാനിപ്പോ ഒരു ദിവസം ഒരു 20 കോൾസ് മേക്ക് ചെയ്താലും എനിക്ക് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഫീലാണ് എനിക്ക്. അപ്പം കൂടുതൽ എന്തായാലും ചെയ്യണം എന്ന് തന്നെയാണ്. പിന്നെ ബ്രോ ഉള്ളത് കൊണ്ട് 100% കോൺഫിഡൻസും ഉണ്ട്. ഇപ്പൊ എനിക്ക് ആക്ച്വലി ബ്രോ നേരത്തെ ചോദിച്ചപ്പം ഈ UK വന്നിട്ട് സ്ട്രഗിൾ ഉള്ളത് ഇതായിരുന്നു, നെറ്റ്വർക്കിംഗ്. ആൾക്കാരെ എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ കൂടുതലും ഇംഗ്ലീഷുകാരായിട്ട് അങ്ങനെ ഫ്രണ്ട്സ് ആവാനൊന്നും നമ്മൾ പോകില്ലല്ലോ. പിന്നെ മലയാളീസായിട്ടും എനിക്ക് ആൾക്കാർ കുറവായിരുന്നു. കൂടെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിന് പുറമേ ഞാൻ പോയിട്ടില്ല. ഇപ്പൊ എനിക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, എനിക്ക് നെറ്റ്വർക്ക് ചെയ്യാൻ ആൾക്കാരുണ്ട്. പിന്നെ അവരും ഭയങ്കര കോപ്പറേറ്റീവ് ആണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ചാലും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാനും. പിന്നെ അവരും എങ്ങനെയെങ്കിലും, അതായത് ഇപ്പം കൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടൊക്കെ ഒരുപാട് പേര് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. പുതിയ ജോയിൻ ചെയ്യായാലും മുന്നേ ജോയിൻ ചെയ്തവരൊക്കെ എന്റെ അടുത്ത് മെസ്സേജ് ഒന്നിച്ച് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ എനിക്കൊരു ഭയങ്കര ബൂസ്റ്റാണ്. ചെയ്യാൻ ആൾക്കാരുണ്ട്. ഞാൻ ആക്ഷൻ എടുത്താൽ മാത്രം മതി എന്നുള്ള ഒരു ഇതൊക്കെ തന്നെ എല്ലാം ചെയ്യാൻ പറ്റുന്നത് പറയണം. അതെ, ഇപ്പം ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെയും എനിക്കും അന്ന് ഇങ്ങനൊരു കമ്മ്യൂണിറ്റി ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ കമ്മ്യൂണിറ്റിയിലെല്ലാം വേറെ ആൾക്കാരൊക്കെ ആയിരുന്നു. എനിക്ക് ഐ ഡോണ്ട് മൈൻഡ്, പക്ഷേ അവരാരും കോപ്പറേറ്റീവ് ആവുന്നില്ലായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ വേറെ സ്ഥലത്ത് ആൾക്കാർ മേ ബി അതായിരിക്കും, എനിക്കറിയില്ല, മേ ബി ഫോർ സം അതർ റീസൺ. പക്ഷേ ഈ ഒരു കമ്മ്യൂണിറ്റി വന്നത് തന്നെ ആക്സിഡൻ്റലി ആണ്. നത്തിങ് വാസ് പ്ലാൻഡ്. മനസ്സിലായില്ലേ? ആക്സിഡൻ്റലി വന്ന് ഇത്രയും വലിയൊരു ഗ്രൂപ്പായി അങ്ങ് മാറിയതാണത് തനിയെ. അപ്പം അതെ അത് എനിക്കും നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. എനിക്ക് റീസെൻ്റ്ലി എനിക്ക് എന്താ പറയുക, വേറെ കാര്യം വിസയുടെ കാര്യത്തിലാണെങ്കിലും എനിക്ക് ഇപ്പോൾ ഹെൽപ്പ് ഉണ്ടായിരുന്നു. നമ്മളെ കാറിൻ്റെ ഒരു ആവശ്യത്തിന് എനിക്ക് ഹെൽപ്പ് ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും തമ്മിൽ ഭയങ്കര സപ്പോർട്ടീവായിട്ട് അപ്പം നിങ്ങൾക്ക് മാത്രമല്ല, ഈവൻ ദോ ഞാൻ ആക്സിഡൻ്റലി സ്റ്റാർട്ട് ചെയ്തതാണെങ്കിലും എനിക്കും എല്ലാ രീതിയിലും നിങ്ങളെപ്പോലെ തന്നെ ഞാനും മെമ്പറായിട്ട് എനിക്കും ഭയങ്കരമായിട്ട് ഹെൽപ്പ് കിട്ടുന്നുണ്ട് പല കാര്യങ്ങൾക്കും. അപ്പോൾ എല്ലാവർക്കും തമ്മിലുള്ള ഒരു സപ്പോർട്ട്. അപ്പം നമ്മളൊരു ചൊല്ലുണ്ടല്ലോ, ഇഫ് യു go alone you can go faster, if you go together we go further. അപ്പം ആ ഒരു കാര്യം മൈൻഡിൽ വെച്ചിട്ട് ബിസിനസ് ആണെങ്കിലും ലൈഫിൽ എന്ത് കാര്യമാണെങ്കിലും ഒന്നിച്ച് പോയാൽ യു ക്യാൻ ഗോ ഫർദർ. ഒറ്റയ്ക്കാണെങ്കിൽ ഫാസ്റ്റായിട്ട് പോകാം, പക്ഷേ നോട്ട് മച്ച്. അപ്പോൾ അത് മൈൻഡിൽ വെച്ച് ഗ്രൂപ്പായിട്ട് എപ്പോഴും വർക്ക് ചെയ്യാൻ നോക്കുക. മാക്സിമം റിസൾട്ട് കിട്ടും, ക്വിക്കർ റിസൾട്ട് കിട്ടും. ഡിസ്കസ് ചെയ്യാൻ നേരത്താൽ കൂടുതൽ ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ പറ്റും. നമ്മളറിയാത്ത ഐഡിയാസ് നമ്മൾ തന്നെ പറയും, മറ്റൊരാളോട് സംസാരിക്കാനത്. അപ്പോൾ അതിനകത്തെല്ലാം ഫോക്കസ് ചെയ്ത് മാക്സിമം നെറ്റ്വർക്ക് ചെയ്യാൻ നോക്കുക. ഞാനും സെയിം തിങ് ചെയ്യുന്നുണ്ട്, നിങ്ങളും അതേ കണക്ക് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് എന്നാലേ ഒന്നിച്ച് മുന്നോട്ടേക്ക് ഫർദർ ഡൗൺ ദ ലൈൻ മാക്സിമം റിസൾട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. അപ്പം ഐ വിൽ സീ യു very soon after you get further result. We'll do another session and then you can share that as well. Thank you so much for participating. Thank you. Thank you. Bye.